ഹായ് സ്റ്റുഡൻസ്, അപ്പോൾ നമ്മൾ പോളിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നമ്മൾ റാൻഡമായിട്ട് ഏതെങ്കിലും ഒരു ടോപ്പിക്ക് പഠിച്ചു പോയിട്ട് വലിയ പ്രയോജനമില്ല. സോ വി ഷുഡ് ടേക്ക് എ സിസ്റ്റമാറ്റിക് അപ്രോച്ച് ഓഫ് സ്റ്റഡി. ഇപ്പോൾ പോളിറ്റി നമ്മൾ പഠിക്കുമ്പോൾ നമുക്കറിയാം, നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ചിലപ്പം കോൺസ്റ്റിറ്റ്യൂഷണൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്നായിരിക്കും. ഓക്കെ, ദിസ് ഇസ് അവർ സ്റ്റാർട്ടിംഗ് പോയിന്റ്. അത് കഴിഞ്ഞ് മേ ബി വി വിൽ മൂവ് ഓൺ ടു ദ പ്രിയാമ്പിൾ. പിന്നീട് യൂണിയൻ ആൻഡ് ടെറിട്ടറി, സിറ്റിസൺഷിപ്പ്, യുവർ ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP, ഈ ഒരു ഓർഡറിലൊക്കെ ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, നമ്മൾ കറണ്ട് അഫെയർ ചെയ്യുമ്പോഴും ഈ ഒരു പാറ്റേൺ തന്നെയായിരിക്കും ഞാൻ ഫോളോ ചെയ്യുക. അതായത് പ്രിയാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും കറണ്ട് അഫെയർ ഉണ്ടെങ്കിൽ അതിൽ സ്റ്റാർട്ട് വിട്ട് ഇറ്റ്. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് അത് പഠിക്കും. ഓക്കെ, സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും കറണ്ട് അഫെയർ ഉണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കും. സെയിം ഗോസ് വിത്ത് ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, DPSP എക്സെട്ര. ഓക്കെ, അപ്പോൾ എല്ലാം സെപ്പറേറ്റ് ആയിട്ട് ആയിരിക്കും നമ്മൾ പഠിക്കുന്നത്. റാൻഡമായിട്ട് കുറേ ടോപ്പിക്സ് പഠിപ്പിച്ച് പോയിട്ട് വലിയ കാര്യമില്ല. അപ്പോൾ സമയം കളയാതെ ലെറ്റ് സ്റ്റാർട്ട്. നമ്മുടെ ആദ്യത്തെ കറണ്ട് അഫെയർ ഇറ്റ് ഡീൽസ് വിത്ത് പ്രിയാമ്പിൾ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കറണ്ട് അഫെയർ ഇറ്റ് ഈസ് ഡീലിംഗ് വിത്ത് യുവർ പ്രിയാമ്പിൾ. ഓക്കെ, പ്രിയാമ്പിൾ എന്താണെന്ന് നമുക്കറിയാം. ഇത് ഭരണഘടനയുടെ ആമുഖമാണ്. ഇറ്റ് ഈസ് എ പ്രിഫേസ് ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മൾ ആദ്യം അറിയേണ്ട കാര്യം, എന്തുകൊണ്ട് ഈ പ്രിയാമ്പിൾ കറണ്ട് അഫെയറിൽ പോപ്പപ്പ് ചെയ്തു? വാട്ട് ഇസ് ദ റീസൺ? ഈ ഒരു പ്രിയാമ്പിൾ കറണ്ട് അഫെയറിൽ വരാനുള്ള കാരണം നമ്മുടെ ഹോം മിനിസ്റ്റർ നടത്തിയ ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. യു ക്യാൻ റീഡ് ഇറ്റ് ഔട്ട്. ഹോം മിനിസ്റ്റർ റെഫേർഡ് ടു സെക്യുലറിസം ആസ് വൺ ഓഫ് ദ മോസ്റ്റ് മിസ്യൂസ്ഡ് ടേം. He argued that secularism was inherent in Indian civilization and added to the constitution only during emergency. അപ്പോൾ നമ്മുടെ ഹോം മിനിസ്റ്റർ അമിത് ഷാ നടത്തിയൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചിലരതിനെ ഒരു കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. അതായത് ഇദ്ദേഹം പറഞ്ഞു, സെക്യുലറിസമാണ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ടേം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ പദങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ടേമാണ് സെക്യുലറിസം. അപ്പോൾ ഇറ്റ് ഇസ് സ്റ്റേറ്റഡ് ടു ബി വൺ ഓഫ് ദ മോസ്റ്റ് മിസ്യൂസ്ഡ് ടേം. നമ്മുടെ പ്രിയാമ്പിളിൽ തന്നെ ഉണ്ട് സെക്യുലറിസം. ഇദ്ദേഹം പറയുന്നത് സെക്യുലറിസം ഒറിജിനലായിട്ട് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നില്ല, ഇത് ലേറ്റർ ആഡ് ചെയ്യപ്പെട്ടതാണ് ഡ്യൂറിങ് എമർജൻസി. അപ്പോൾ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടാണ് പലരും കാണുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ സുപ്രീം കോർട്ടിൽ ഒരു കേസ് വന്നു. കേസിൻ്റെ പേര് ബൽറാം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2024. ഈ കേസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡോക്ടർ ബൽറാം സിംഗ് വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ 2024. ഓക്കെ, ഈ കേസിൽ കുറേ പ്രധാനമായ വ്യക്തിത്വങ്ങളൊക്കെ പാർട്ടായിട്ടുണ്ട്. നമുക്കറിയാവുന്ന സുബ്രഹ്മണ്യ സ്വാമി ആണെങ്കിലും അശ്വിനി ഉപാധ്യായ ആണെങ്കിലും ഇവരെല്ലാം തന്നെ ഈ കേസിൻ്റെ പാർട്ടീസാണ്. ആൻഡ് ദേ ഓൾ വാണ്ടഡ് ദ ടേംസ് ലൈക്ക് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ടു ബി റിമൂവ്ഡ് ഫ്രം അവർ പ്രിയാമ്പിൾ. ഇവർ പറഞ്ഞത് ഒറിജിനൽ പ്രിയാമ്പിൾ ഈ പറയുന്ന സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞ വാക്കും സെക്യുലർ എന്ന് പറഞ്ഞ വാക്കും ഒന്നും ഉണ്ടായിരുന്നില്ല, ഇത് ലേറ്റർ പീരീഡിൽ ആഡ് ചെയ്തതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രിയാമ്പിളിന് ആവശ്യമില്ല. ഇതൊക്കെയാണ് ഇവരുടെ ആർഗ്യുമെൻറ്റ്. ഓക്കെ, ദേ ഡോണ്ട് വാണ്ട് ദ ടേം ടു ബി ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? അപ്പോൾ നമുക്കറിയാം, ഒറിജിനൽ പ്രിയാമ്പിളിൽ ഈ പറയുന്ന രണ്ട് വാക്കും ഇല്ല, സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ, ഈ രണ്ട് വാക്കുകളും ഇല്ല. ഇറ്റ് വാസ് ആഡഡ് ബൈ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976. ഇപ്പോൾ ഇവിടെ ഞാൻ പറയുന്നു, ദ വേർഡ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി, മൂന്നാമതൊരു വാക്കുകൂടെ ഉണ്ട്, വെയർ ഇൻക്ലൂഡഡ് ത്രൂ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് 1976. ഓർത്തിരിക്കുക, മൂന്ന് വാക്കുകൾ 1976-ൽ 42nd അമെൻമെൻറ്റിലൂടെയാണ് ആഡ് ചെയ്യപ്പെട്ടത്. ഏതൊക്കെയാണ്? സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. ഈ പർട്ടിക്കുലർ കേസിൽ ചാലഞ്ച് ചെയ്യപ്പെട്ട രണ്ട് വാക്കുകൾ സോഷ്യലിസ്റ്റും സെക്യുലറുമാണ്. ഇൻറ്റഗ്രിറ്റി ആയിട്ട് നമുക്ക് ഡീൽ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ഇത് തൽക്കാലം നമുക്ക് വിട്ടുകളയാം. പക്ഷേ പ്രിലിംസ് ബേസിക്സിൽ നിങ്ങളിത് മനസ്സിലാക്കണം. നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയ രണ്ട് വാക്കുകൾ സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ. അപ്പോൾ ഇവരുടെ ആവശ്യം എന്താണ്? ദേ വെർ അഗെയിൻസ്റ്റ് ദ ഇൻക്ലൂഷൻ ഓഫ് വേർഡ്സ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ഇൻ പ്രിയാമ്പിൾ. ക്ലിയർ? അപ്പോൾ നമുക്ക് മുമ്പോട്ട് പോകാം. ഓക്കെ, ഇനി എന്തുകൊണ്ടാണ് ഇവർ ഈ പറയുന്ന സോഷ്യലിസത്തെയും സെക്യുലറിസത്തെയും എതിർക്കുന്നതെന്നുള്ളത് കൂടെ നമ്മൾ അറിഞ്ഞിരിക്കണം. ഇവരുടെ ഒരു ആർഗ്യുമെൻ്റ് അനുസരിച്ച് സെക്യുലറിസം എന്നുള്ള വാക്ക് പിന്നീട് ആഡ് ചെയ്യപ്പെട്ടതാണ് കോൺസ്റ്റിറ്റ്യൂഷനിൽ. ഓക്കെ, ഇൻഹെറൻ്റ്ലി ഇന്ത്യക്കകത്ത് സെക്യുലറിസം ഒക്കെ ഉണ്ട്, നമ്മൾ എക്സ്ട്രാ ഇങ്ങനെ ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, രണ്ടിവർ പറയുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് അല്ലെങ്കിൽ മേക്കേഴ്സ്
ഈ രണ്ട് വാക്കുകളെ ആഡ് ചെയ്യാൻ അവർ തന്നെ താല്പര്യപ്പെട്ടിരുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ കഷ്ടപ്പെട്ട് ഇത് ആഡ് ചെയ്യാൻ ശ്രമിക്കുന്നത്? സോ ഇതൊക്കെയായിരുന്നു ഇവരുടെ പ്രശ്നം. ഓക്കെ, പിന്നെ പറയുന്ന ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് എമർജൻസിയുടെ സമയത്താണ് ഈ രണ്ട് പദങ്ങൾ ആഡ് ചെയ്തത്, സോഷ്യലിസ്റ്റും സെക്കുലറും. എമർജൻസിയും അത് റിലേറ്റഡ് ആയ സമയത്ത്. അപ്പോൾ ഇതിന് വേറെ ഉദ്ദേശങ്ങളുണ്ടെന്ന് ഇവർ വാദിച്ചിട്ടുണ്ട്, പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഉദ്ദേശങ്ങളും ഉണ്ടെന്നാണ് ഇവർ വാദിച്ചത്. ഓക്കെ, പക്ഷേ സുപ്രീം കോടതി എന്ത് ചെയ്തു? ഇവരുടെ ഈ ആർഗ്യുമെന്റ്സ് എല്ലാം നിരസിക്കുകയുണ്ടായി. സുപ്രീം കോടതി പറഞ്ഞു സെക്യുലർ എന്നുള്ള വാക്കും സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്കും നമുക്ക് പ്രിയാമ്പിളിൽ നിന്ന് മാറ്റാൻ കഴിയില്ല എന്ന് കോടതി വ്യക്തമായിട്ട് പറഞ്ഞു. അപ്പോൾ ഈ കേസിൽ കോർട്ട് റൂൾഡ് അഗെയിൻസ്റ്റ് ദ എക്സ്ക്ലൂഷൻ ഓഫ് ദ ടേംസ് സോഷ്യലിസ്റ്റ് ആൻഡ് സെക്യുലർ ഫ്രം അവർ പ്രിയാമ്പിൾ. സുപ്രീം കോടതി പറഞ്ഞത് എന്താ? സുപ്രീം കോർട്ട് സെയ്ഡ് ദാറ്റ് സെക്യുലറിസം ഇസ് ആൻ ഇൻഡെലിബിൾ ആൻഡ് കോർ പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. സെക്യുലറിസം ബേസിക് സ്ട്രക്ചറിൻ്റെ ഭാഗമാണെന്ന് കോടതി പറഞ്ഞു. ഓക്കെ, ആദ്യമായിട്ടല്ല കോടതി ഇങ്ങനെ പറയുന്നത്. ഇതിനു മുമ്പും കോടതി പലപ്പോഴും സെക്യുലറിസം ബേസിക് സ്ട്രക്ചർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. സുപ്രീം കോർട്ട് സെയ്ഡ് ദാറ്റ് ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ഇറ്റ്സ് ഓൺ ഇന്റർപ്രിട്ടേഷൻ ഓഫ് സെക്യുലറിസം wherein the state neither supports any religion nor penalize the profession and practice of any faith. ഇതിൻ്റെ അർത്ഥം എന്താ സ്റ്റുഡൻസ്? നമ്മൾ പ്രത്യേകിച്ചൊരു മതത്തെയും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്നില്ല. വി ആർ നോട്ട് എ തിയോക്രാറ്റിക് സ്റ്റേറ്റ്. പാകിസ്ഥാൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആണ്. അവരൊരു പർട്ടിക്കുലർ മതത്തെ കൂടുതൽ സപ്പോർട്ട് ചെയ്യും. കുറേ രാജ്യങ്ങളുണ്ട്, മതം അടിസ്ഥാനം നിർമ്മിക്കപ്പെട്ട രാജ്യങ്ങളുണ്ട്. ഓക്കെ, പക്ഷേ ഇന്ത്യയുടെ കേസിൽ നമുക്കൊരു സ്റ്റേറ്റ് റിലീജിയൻ ഇല്ല. നമ്മൾ എല്ലാ മതങ്ങളെ ഒരുപോലെ കാണും. വി വിൽ ഫോളോ ഇക്വിഡിസ്റ്റൻസ് പ്രിൻസിപ്പിൾ. ഓക്കെ, എല്ലാവരോടും നമ്മൾ ഒരേ ദൂരം കീപ്പ് ചെയ്യും. ക്ലിയർ? പിന്നെ നമ്മൾ ഒരു മതത്തിൽപ്പെട്ടവരെ എന്ത് ചെയ്യുന്നില്ല? പീനലൈസ് ചെയ്യുന്നില്ല, പണിഷ് ചെയ്യുന്നില്ല. ചില രാജ്യങ്ങളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ പെർസിക്യൂഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾ മ്യാൻമാറിൽ ചെന്ന് കഴിഞ്ഞാൽ റോഹിംഗ്യ മുസ്ലിങ്ങളെ പെർസിക്യൂട്ട് ചെയ്യുന്നത് കാണും. പാകിസ്ഥാനിൽ ചെന്ന് കഴിഞ്ഞാൽ ക്രിസ്ത്യൻസിനെയും അതുപോലെ തന്നെ അഹമ്മദികളെയും പെർസിക്യൂട്ട് ചെയ്യുന്നത് കാണും. പക്ഷേ ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല? ഒരു മതത്തെയും നമ്മൾ പെർസിക്യൂട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചോളം എല്ലാ മതങ്ങളും ഒരുപോലെയാണ്. വി ഫോളോ ദ പ്രിൻസിപ്പിൾ ഓഫ് ഇക്വിഡിസ്റ്റൻസ്. അത് മാത്രമല്ല, ഇന്ത്യയുടെ സെക്യുലറിസം വെസ്റ്റേൺ സെക്യുലറിസത്തിന് ഡിഫറെൻ്റ് ആണ്. വെസ്റ്റേൺ സെക്യുലറിസം സ്പീക്സ് അബൌട്ട് ടോട്ടൽ സെപ്പറേഷൻ ഓഫ് റിലീജിയൻ ആൻഡ് പൊളിറ്റിക്സ്. ഇന്ത്യയുടെ കേസിൽ അങ്ങനെയല്ല. വി ഓൾസോ പ്രൊവൈഡ് എയ്ഡ് ആൻഡ് ഹിൻഡ്രൻസ് വെൻ എവർ നീഡഡ്. അതായത് സൊസൈറ്റി എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങൾ വരുവാണെങ്കിൽ മതത്തിൻ്റെ കാര്യത്തിലും ആരിടപെടും? സ്റ്റേറ്റ് ഇടപെടും. ഓക്കെ, സെക്യുലറിസം in constitution reflects principled equidistance from religions while adapting to societal needs. ഞാൻ പറഞ്ഞു, എല്ലാവരുടെയും സെയിം അകലം നമ്മൾ പാലിക്കും. ഓക്കെ, എല്ലാവരെയും നമ്മൾ സഹായിക്കും. ഇടപെടണമെങ്കിൽ നമ്മുടെ ഇടപെടൽ നടത്തുകയും ചെയ്യും. ഓക്കെ, ലെറ്റ്സ് ഗോ ഓൺ. ഓക്കെ, ഇനിയും ഈ സെക്യുലറിസം എൻഷുർ ചെയ്യുന്ന കുറേയധികം ആർട്ടിക്കിളുകളുണ്ട്. UPSC ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. ഇന്ത്യൻ ഭരണഘടനയിൽ സെക്യുലറിസമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആർട്ടിക്കിൾ ഏതാണ്? ഒന്ന്, ഇക്വാലിറ്റി ബിഫോർ ലോ. നിയമത്തിൻ്റെ മുമ്പിൽ എല്ലാവരും ഒരുപോലെയാണ്. യു കനോട്ട് ഡിസ്ക്രിമിനേറ്റ് എനി പേഴ്സൺ ബേസ്ഡ് ഓൺ ദെയർ റിലീജിയൻ. ഇത് തന്നെ 15ലും 16ലും നിങ്ങൾ കാണാം. നോൺ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ. കുറേ ക്രൈറ്റീരിയ ഉണ്ട്. റിലീജിയൻ, റേസ്, കാസ്റ്റ്, സെക്സ്, പ്ലേസ് ഓഫ് ബർത്ത് എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അപ്പോൾ റിലീജിയൻ്റെ പേരിൽ നമുക്ക് ഒരു പൗരനെയും വേറൊരു പൗരനെയും അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വലിനെയും വേറൊരു ഇൻഡിവിജ്വലിനെയും വേറിട്ട് കാണാൻ കഴിയില്ല. ആർട്ടിക്കിൾ 25 to 28 obviously it is dealing with religious freedoms. അതിനകത്ത് തന്നെ 27 28 ഞാൻ സ്പെസിഫിക് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. പ്രൊട്ടക്ഷൻ ഫ്രം റിലീജിയസ് ടാക്സസ് ആൻഡ് റിലീജിയസ് ഇൻസ്ട്രക്ഷൻസ് ഇൻ സ്റ്റേറ്റ് ഫണ്ടഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. ഇതൊക്കെ ബേസിക്സ് ആണ്, നിങ്ങൾ പഠിച്ചു പോകണം. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 29 39 ഇറ്റ് പ്രൊവൈഡ്സ് റൈറ്റ്സ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആൻഡ് റിലീജിയസ് മൈനോറിറ്റീസ്. ഇന്ത്യയിലെ രണ്ട് തരത്തിലുള്ള മൈനോറിറ്റീസ് ആണ്. ഒന്ന് ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റീസ്, അതർ ഇസ് റിലീജിയസ് മൈനോറിറ്റീസ്. അപ്പോൾ ഇവർക്കും സെപ്പറേറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. പിന്നെ ആർട്ടിക്കിൾ 325 ഇറ്റ് പ്രൊവൈഡ്സ് ഈക്വൽ വോട്ടിംഗ് റൈറ്റ്സ് വിത്തൗട്ട് സെക്ഷണൽ പ്രിഫറൻസസ്. ഇതിൻ്റെ അർത്ഥം എന്താണ്? നിങ്ങൾക്ക് വോട്ട് ചെയ്യാൻ നിങ്ങളുടെ മതം ഒരു ക്രൈറ്റീരിയ അല്ല. ഓക്കെ, കേശവാനന്ദ ഭാരതി കേസിൽ കോടതി പറഞ്ഞിരുന്നു സെക്യുലറിസം ഈസ് പാർട്ട് ഓഫ് ബേസിക് സ്ട്രക്ചർ. പിന്നെയും കുറച്ച് കൺഫ്യൂഷൻസ് ഒക്കെ വന്നു. കോടതി ഇതേ കാര്യം എന്ത് പറഞ്ഞു? SR ബൊമ്മ കേസിലും റീറ്ററേറ്റ് ചെയ്തു, സെക്യുലറിസം ഈസ് ദ ബേസിക് സ്ട്രക്ചർ. ഈ രണ്ട് കേസിലും കോടതി സെക്യുലറിസം ബേസിക് സ്ട്രക്ചർ ആണെന്ന് പറയുകയുണ്ടായി. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യമായിട്ടൊന്നുമല്ല കോടതി സെക്യുലറിസം ബേസിക് സ്ട്രക്ചർ ആണെന്ന് പറയുന്നത്. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ? കോർട്ട് ഈസ് ജസ്റ്റ് റീറ്ററേറ്റിംഗ് ഇറ്റ്സ് സ്റ്റേറ്റ്മെന്റ്സ്.
ദ കോർട്ട് ഹെൽഡ് ദാറ്റ് ദ വേർഡ് സോഷ്യലിസം. അപ്പോൾ നമ്മൾ സെക്യുലറിസത്തിൻ്റെ ഡിബേറ്റ് നമ്മൾ തീർത്തു. കോടതി പറഞ്ഞു സെക്യുലറിസം ഇന്ത്യയിൽ ഇൻഹറൻ്റ് ആണ്, ഇറ്റ് ഈസ് ഇൻഡെലിജിബിൾ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ വാക്കൊന്നും നമുക്ക് പ്രിയാമ്പിളിൽ നിന്ന് മാറ്റാൻ പറ്റില്ല. സെക്യുലറിസം ഈസ് ബേസിക് സ്ട്രക്ചർ. ഇതിനു മുമ്പും കോടതിയുടെ ഒബ്സർവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഇംപ്ലിസിറ്റ് ആയതിനെ നമ്മൾ എക്സ്പ്ലിസിറ്റ് ആക്കിയെന്നേ ഉള്ളൂ. സെക്യുലറിസം നമ്മുടെ ഭരണഘടനയിൽ എല്ലായിടത്തും പ്രതിഫലിച്ച് കാണാം. അതിനെ നമ്മളൊന്ന് എക്സ്പ്ലിസിറ്റ് ആക്കിയതേ ഉള്ളൂ 1976. ഓക്കെ, സോ അതിനെയും മാറ്റേണ്ട കാര്യമില്ലെന്ന് കോടതി പറഞ്ഞു. അപ്പോൾ സെക്യുലറിസത്തിൻ്റെ ഡിബേറ്റ് നമ്മൾ തീർത്തു. നോ വി ആർ മൂവിങ് ഓൺ ടു ദ വേർഡ് സോഷ്യലിസം. എന്താണ് സോഷ്യലിസം? The court held that word socialism refers to the principle of economic and social justice, wherein the state ensures that no citizen is disadvantaged due to economic or social circumstances. Socialist indicates a commitment to economic and social justice without restricting economic policy choices or private enterprises. അതായത് ഇന്ത്യയിലെ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ ഇറ്റ് എയിംസ് അറ്റ് വെൽഫെയർ സ്റ്റേറ്റ്. Okay, where it aims to create a welfare state. Okay, clear? അപ്പം ഒരിക്കലും നമ്മുടെ സോഷ്യലിസം എന്തിനെതിരല്ല? പ്രൈവറ്റ് എൻ്റർപ്രൈസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡസ്ട്രീസ്, പ്രൈവറ്റ് കമ്പനീസ്, ഇതിനൊന്നും എതിരല്ല. കാരണം നമ്മുടെ ഇക്കണോമിക് പോളിസി നിങ്ങൾ നോക്കിക്കേ, മിക്സഡ് എക്കോണമിയാണ്. ഇവിടെ പബ്ലിക് സെക്ടറിനും റോളുണ്ട്, പ്രൈവറ്റ് സെക്ടറിനും റോളുണ്ട്. സോ ചിലർ വിശ്വസിക്കുന്നത് എന്താ, സോഷ്യലിസം എന്ന് കേൾക്കുമ്പോൾ ഈ കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം ആണെന്ന് വിശ്വസിക്കും. പക്ഷെ നമ്മുടെ സോഷ്യലിസം അതല്ല. ഓക്കെ, നമ്മുടെ സോഷ്യലിസം ഇറ്റ് ഇസ് ഡിഫറെൻറ്റ്. ക്ലിയർ? യു ഷുഡ് ബി വെരി ക്ലിയർ അബൌട്ട് ദിസ്. നമ്മുടെ സോഷ്യലിസം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല. നമ്മുടെ സോഷ്യലിസം വേറെയാണ്. ഞാൻ പഠിപ്പിച്ചു തരും. സ്ലൈഡ്സ് മുമ്പോട്ട് പോകുമ്പോൾ മനസ്സിലാക്കി തരും. ഇതിനകത്ത് ഇവർ പറയുന്നത് എന്താ? ഇറ്റ് ഈസ് എ പ്രിൻസിപ്പിൾ ഓഫ് ഇക്കണോമിക് ആൻഡ് സോഷ്യൽ ജസ്റ്റിസ്. ഈ വാക്കുകൾ കീ പോയിന്റേഴ്സ് ഓർത്തിരിക്കുക. നമ്മുടെ സോഷ്യൽ ജസ്റ്റിസ്, നമ്മുടെ സോഷ്യലിസം ഇറ്റ് എയിംസ് ഫോർ എ വെൽഫെയർ സ്റ്റേറ്റ്. ഇറ്റ്സ് aim is to create a society getting economic and social justice. ക്ലിയർ? ഒരിക്കലും ഇത് കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം അല്ല. പ്രൈവറ്റ് സെക്ടറിൽ വളരാൻ അനുവദിക്കാത്ത സോഷ്യലിസം അല്ല നമ്മുടെ. ക്ലിയർ? ഓക്കെ, ഇനി കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ ഇതാണ് ഈ പറയുന്ന കേസ് കൊടുത്തവർ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യം. അതായത് കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയിൽ തന്നെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് ഈ പറയുന്ന സോഷ്യലിസം എന്നുള്ള വാക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. സെക്യുലർ എന്നുള്ള വാക്ക് ഇൻക്ലൂഡ് ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്കൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. KT ഷാ എന്ന് പറയുന്നൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഓക്കെ, ഇൻ അവർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി ഹി പ്രപ്പോസ്ഡ് ആഡിങ് ദ വേർഡ് സെക്യുലർ, ഫെഡറൽ, സോഷ്യലിസ്റ്റ് ടു ആർട്ടിക്കിൾ 1. ഇദ്ദേഹം പറഞ്ഞത് ആർട്ടിക്കിൾ 1, ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 1 തന്നെ പറയണം ഇന്ത്യ എന്താണ്, സെക്യുലർ, ഫെഡറൽ ആൻഡ് സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആണ്. പക്ഷെ നമ്മൾ ഒറിജിനൽ ഭരണഘടന കണ്ടു കഴിഞ്ഞാൽ ആർട്ടിക്കിൾ 1 ഇതൊന്നും അല്ല കാണുന്നത്. സെക്യുലർ എന്നുള്ള വാക്കും കാണില്ല, ഫെഡറലും കാണില്ല, സോഷ്യലിസ്റ്റും കാണില്ല. ഓക്കെ, ഇനി ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റ് ആണോ സ്റ്റുഡൻസ്? ആർട്ടിക്കിൾ 1 മെൻഷൻ അയക്കുന്ന ടേം നമ്മൾ വായിച്ചു തരാം, ഞാൻ പറഞ്ഞുതരാം. ആർട്ടിക്കിൾ 1 നമ്മുടെ ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇപ്പോൾ ഉള്ള കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യ ഒരു യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഇന്ത്യ ഈസ് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഓക്കെ, അങ്ങനെയാണ്. ഫെഡറലിസം എന്നുള്ള വാക്കല്ല നമ്മുടെ ഭരണഘടനയിൽ എഴുതപ്പെട്ടിരിക്കുന്നത്. പക്ഷേ നിങ്ങൾ മനസ്സിലാക്കണം, ഇന്ത്യ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണ്. ഓക്കെ, പക്ഷേ ഇന്ത്യ ഒരു ഫെഡറൽ സ്റ്റേറ്റുമാണ്. നമ്മുടെ സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഈസ് എ ഫെഡറേഷൻ. ഓക്കെ, അപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ട് ഇന്ത്യ ഫെഡറേഷൻ ആണ്. ഇന്ത്യ ഫെഡറേഷൻ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന വാക്ക് എന്താ? യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. അപ്പോൾ ഇതിൻ്റെ നിറ്റിഗ്രിറ്റീസ് പഠിക്കണമെങ്കിൽ മോഡൽസ് ഓഫ് ഫെഡറലിസം ഒക്കെ പഠിക്കണം. ഹോൾഡിംഗ് ഹാൻഡ് ടൈപ്പ് ഓഫ് ഫെഡറലിസം, കമ്മിങ് ടുഗദർ മോഡൽ ഓഫ് ഫെഡറലിസം, ഇതൊക്കെ ഹോംവർക്കായിട്ട് ചെയ്യുക. അപ്പം നമുക്ക് മനസ്സിലാവും എന്തുകൊണ്ട് ഇന്ത്യയെ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് വിളിച്ചത്. ഇപ്പോൾ ഭരണഘടനയിൽ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നുണ്ടെങ്കിലും നമ്മളൊരു ഫെഡറേഷൻ തന്നെയാണ്. പക്ഷെ നമ്മുടെ ഫെഡറൽ സെറ്റപ്പിന് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ചിലർ നമ്മുടെ ഫെഡറേഷനെ വിളിക്കുന്നത് ഫെഡറൽ സ്യൂ ജനറസ് ഓഫ് ഇറ്റ്സ് ഓൺ കൈൻഡ്. ഓക്കെ, അപ്പം നമുക്ക് ഡിബേറ്റിലേക്ക് തിരിച്ചു വരാം. ഈ കേസ് വാദിച്ചവരെന്താ പറഞ്ഞത്? സോഷ്യലിസം എന്നുള്ള വാക്കും സെക്യുലറിസം എന്നുള്ള വാക്കും ഭരണഘടനയിൽ എക്സ്പെഷ്യലി പ്രിയാമ്പിളിൽ ആവശ്യമില്ലെന്നാണ് പറഞ്ഞത്. കാരണം ഇവർ പറയുന്നത് എന്താ, ഒറിജിനൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് ഇതിനെ ആഡ് ചെയ്തിട്ടില്ല. KT ഷാ സെക്യുലറും ഫെഡറലും സോഷ്യലിസ്റ്റും എന്നുള്ള വാക്ക് ആർട്ടിക്കിൾ 1 തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ അത് അംഗീകരിക്കപ്പെട്ടിട്ടില്ല. അപ്പം നമുക്ക് പെട്ടെന്ന് ഞെട്ടലുണ്ടാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ സോഷ്യലിസം എന്നുള്ള വാക്കും സെക്യുലർ എന്നുള്ള വാക്കും ഒക്കെ ഭരണഘടനയിൽ അല്ലെങ്കിൽ പ്രിയാമ്പിളിൽ വേണ്ടെന്ന് പറഞ്ഞത് അംബേദ്കർ തന്നെയാണ്. അംബേദ്കർ ആണ് പറഞ്ഞത് സോഷ്യലിസം എന്നുള്ള വാക്ക് നമുക്ക് എന്ത് ചെയ്യേണ്ട, പ്രിയാമ്പിളിൽ ഇടണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇദ്ദേഹം ഇതിന് കൊടുത്ത ജസ്റ്റിഫിക്കേഷൻ നമ്മൾ അറിയണം. നമ്മൾ ഈ സോഷ്യൽ ജസ്റ്റിസിൻ്റെ കാര്യം അല്ലെങ്കിൽ
സോഷ്യലിസത്തിൻ്റെ കാര്യം ഓൾറെഡി നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസിൽ മെൻഷൻഡ് ആണ്. അപ്പോൾ എക്സ്ട്രാ നമ്മളിത് പ്രിയാമ്പിളിൽ കൊണ്ട് എഴുതേണ്ട കാര്യമില്ല. കാരണം ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പ്രൊമോട്ട്സ് സോഷ്യൽ ആൻഡ് ഇക്കോണമിക് ഡെമോക്രസി. ഇപ്പോൾ ഓൾറെഡി ഈ DPSPയിൽ സോഷ്യലിസം പ്രതിഫലിക്കുന്നുണ്ട്, പിന്നെ എന്തിനാ എക്സ്ട്രാ ആയിട്ട് നമ്മൾ ഇടുന്നത്? സോ നോ നീഡ് ഫോർ എക്സ്പ്ലിസിറ്റ് അഡീഷൻ. അതുകൊണ്ട് ഇത് പ്രിയാമ്പിളിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇടണ്ടെന്ന് അംബേദ്കർ തന്നെ പറഞ്ഞു. പിന്നെ ഇതിന് പുറകിൽ വേറെ ചില കാര്യങ്ങളുണ്ട്. നമ്മൾ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ ഡിബേറ്റ് വായിച്ചു കഴിഞ്ഞാൽ അംബേദ്കർ ഇങ്ങനെ പറയാനുള്ള റീസൺസ് വേറെയും ഉണ്ട്. ഇദ്ദേഹം പറയുന്നത് ഒരു പർട്ടിക്കുലർ ഐഡിയോളജിയുമായിട്ട് ഒരിക്കലും ഒരു സ്റ്റേറ്റിനെ നമ്മൾ തളച്ചിടരുത്. കാരണം സോഷ്യലിസം ഈസ് ഓൾസോ എ എക്കണോമിക് റിലേറ്റഡ് ഐഡിയോളജി, ഒരു എക്കണോമിക് പ്രിൻസിപ്പിളുമാണ് സോഷ്യലിസം. അപ്പം അംബേദ്കർ പറഞ്ഞ എന്താ, പുതിയതായിട്ട് വരുന്ന ഒരു സ്റ്റേറ്റാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യൻ ഗവൺമെൻറ്റിനെ അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റേറ്റിനെ നമ്മൾ ഒരിക്കലും സോഷ്യലിസം എന്ന് പറഞ്ഞ ഒരു ഐഡിയോളജിയുമായിട്ട് ബന്ധിപ്പിച്ച് വെക്കരുത്. കാലഘട്ടത്തിൻ്റെ മാറ്റങ്ങൾ അനുസരിച്ച് സ്റ്റേറ്റും അവിടുത്തെ ആൾക്കാരുമാണ് തീരുമാനിക്കുന്നത് എന്ത്, ഏത് എക്കണോമിക് പ്രിൻസിപ്പിൾ നമ്മൾ യൂസ് ചെയ്യണം അല്ലെങ്കിൽ ഏത് ഐഡിയോളജി നമ്മൾ യൂസ് ചെയ്യണം എന്നുള്ളത്. ആഫ്റ്റർ ടേക്കിംഗ് കൺസിഡറേഷൻ ഓഫ് ദ കറണ്ട് എക്കണോമിക് സിറ്റുവേഷൻ. അല്ലാതെ നേരത്തെ നമ്മൾ ഒരു എക്കണോമിക് പോളിസിയുമായിട്ട് ഒരിക്കലും എന്ത് ചെയ്യരുത്, ഒരു സ്റ്റേറ്റിനെ ബന്ധിപ്പിച്ച് വെക്കരുത്. കാലഘട്ടത്തിൻ്റെ ആവശ്യം അനുസരിച്ച് എന്ത് ചെയ്യണം, അവരെ എക്കണോമിക് പ്രിൻസിപ്പിൾ നിശ്ചയിക്കും, സ്റ്റേറ്റ് നിശ്ചയിക്കും. അപ്പോൾ തുടക്കത്തിലെ ഇന്ത്യ സോഷ്യലിസം ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി വിൽ ഫേസ് ഡിഫിക്കൽട്ടീസ് ഇൻ ഫ്യൂച്ചർ. ഇത് അംബേദ്കറിന് മനസ്സിലായി. ഇനി ഇതിൻ്റെ പുറകിൽ വേറെ ഒരു റാഷണാലും ഉണ്ടായിരുന്നു. എന്താണ്? അന്ന് നിങ്ങൾ മനസ്സിലാക്കണം, ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് നമ്മൾ നമ്മുടെ പ്രിയാമ്പിളിനകത്ത് സോഷ്യലിസം എന്നുള്ള വാക്ക് ആഡ് ചെയ്തെന്ന് വെച്ചോ. ആ വാക്കിന് അന്ന് കാലത്ത് അർത്ഥം കമ്മ്യൂണിസ്റ്റ് സോഷ്യലിസം എന്നുള്ളത് മാത്രമാണ്, അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ അത് തന്നെയാണ്. അപ്പോൾ നമ്മുടെ പ്രിയാമ്പിളിൽ നമ്മൾ സോഷ്യലിസം എന്നുള്ള വാക്ക് എഴുതി വെച്ചു. ഓട്ടോമാറ്റിക്കലി നമ്മളെ പിടിച്ച് എവിടേക്ക് തട്ടും? കമ്മ്യൂണിസ്റ്റ് ബ്ലോക്കിലേക്ക് തട്ടും. നമ്മൾക്ക് മനസ്സിലാവേണ്ട ഒരു കാര്യം, 1991 വരെ ലോകത്തുണ്ടായിരുന്ന ഒരു സംഭവമാണ് കോൾഡ് വാർ. നമ്മൾ പറയും അയൺ കർട്ടൻ വാസ് ഡ്രോൺ ബിറ്റ്വീൻ ഈസ്റ്റേൺ ആൻഡ് വെസ്റ്റേൺ യൂറോപ്പ്. ഒരു ബ്ലോക്കിൽ അമേരിക്ക നയിക്കുന്ന ക്യാപിറ്റലിസ്റ്റ് ബ്ലോക്ക്, ഇപ്പുറത്തെ സൈഡിൽ സോവിയറ്റ് യൂണിയൻ ചൈനയിൽ നയിക്കുന്ന കമ്മ്യൂണിസ്റ്റ് ബ്ലോക്ക്. അപ്പം നമ്മുടെ പ്രിയാമ്പിൾ നമ്മൾ സോഷ്യലിസ്റ്റ് എന്നുള്ള വാക്ക് എഴുതി വെച്ച് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എല്ലാവരും നമ്മളെ ഒരു സോഷ്യലിസ്റ്റ് രാജ്യമായിട്ട് കാണും, ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യമായിട്ട് കാണും. ഇത് ഇന്ത്യക്ക് ജിയോ പൊളിറ്റിക്കലി അത്ര ഹെൽപ്ഫുൾ അല്ല, അല്ലെങ്കിൽ നമ്മുടെ ഫോറിൻ പോളിസിക്ക് ഇത് അനുകൂലമല്ല. നമ്മുടെ ഫോറിൻ പോളിസി അന്ന് എന്തായിരുന്നു? നാമായിരുന്നു. വി ട്രൈ ടു റിമെയിൻ നോൺ അലൈൻഡ്. നമ്മൾ ഒരു ബ്ലോക്കിൽ ചെന്ന് വീഴാനും താല്പര്യപ്പെട്ടിരുന്നില്ല. അപ്പം അന്ന് കാലത്ത് സോഷ്യലിസം എന്നുള്ള വാക്ക് നമ്മൾ ഇട്ടിരുന്നെങ്കിൽ, പ്രിയാമ്പിളിൽ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇട്ടിരുന്നെങ്കിൽ, നമുക്ക് ചിലപ്പോൾ ക്യാപിറ്റലിസ്റ്റ് രാജ്യങ്ങളുമായിട്ട് ശത്രുത ഉണ്ടായിരുന്നു. ഇത് അവോയ്ഡ് ചെയ്യാനും കൂടെ ആയിരിക്കാം സോഷ്യലിസം എന്നുള്ള വാക്കന്ന് നമ്മൾ പ്രിയാമ്പിളിൽ ആഡ് ചെയ്യാത്തത്. ക്ലിയർ? ഈ ഒരു കാര്യം കൂടെ മനസ്സിലാക്കുക. ഇനി കോടതി എന്താണ് ഇന്ത്യൻ സോഷ്യലിസത്തെ പറ്റി പറഞ്ഞിട്ടുള്ളത്? ഈ കേസിലല്ല, ഇതിനു മുമ്പ് പറഞ്ഞിട്ടുള്ളത്. നക്കാര വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞ കേസുണ്ട്. ഈ കേസിൽ കോടതി പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിവിടെ എഴുതാം, ഇന്ത്യൻ സോഷ്യലിസം ഈസ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിസം. ശ്രദ്ധിച്ച് കേൾക്കുക, ഇന്ത്യൻ സോഷ്യലിസം ഇസ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിസം, ഹെവിലി ടിൽറ്റഡ് ടുവേർഡ്സ് അല്ലെങ്കിൽ മോർ ടിൽറ്റഡ് ടുവേർഡ്സ് യുവർ ഗാന്ധിസം. ഇങ്ങനെയാണ് കോടതി പറഞ്ഞത്. ഓക്കെ, അപ്പം ഇന്ത്യൻ സോഷ്യലിസം എന്താണ്? മാർക്സിസത്തിൻ്റെയും ഗാന്ധിസത്തിൻ്റെയും ഒരു ബ്ലെൻഡാണ്. കൂടുതൽ നമ്മൾ ഗാന്ധിസത്തിലേക്കാണ് ടിൽറ്റ് ചെയ്തിരിക്കുന്നത്. ഇതൊരു ഇൻ്റർപ്രിട്ടേഷൻ മാത്രമാണ്. ഇനി അടുത്ത ഒരു ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞാൽ GB പന്ത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. ഇത് GB പന്ത് യൂണിവേഴ്സിറ്റി, അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയാണ്, വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് ഉത്തർപ്രദേശ്. ഇതിനകത്ത് കോടതി പറഞ്ഞു ഇന്ത്യൻ സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് മീൻസ് ടു റെഡ്യൂസ് പോവർട്ടി, ഇനിക്വാളിറ്റി in income, opportunities, disease. We need to erase disease, ignorance. ഓക്കെ, എൻറ്റയർ ആയിട്ട് കറക്റ്റായിട്ട് നിങ്ങൾ പഠിക്കണ്ട. പക്ഷേ ഈ കോടതി ഉപയോഗിച്ചൊരു വാക്കുണ്ട്. ഇന്ത്യൻ സോഷ്യലിസം എന്താണ്? ഡെമോക്രാറ്റിക് സോഷ്യലിസമാണ്. അപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്നാണ് കോടതി വിളിച്ചത്. ഇന്ത്യൻ സോഷ്യലിസം ഈസ് കോൾഡ് ആസ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. അപ്പോൾ കോടതി രണ്ട് രീതിയിൽ ഇന്ത്യൻ സോഷ്യലിസത്തെ വ്യാഖ്യാനം ചെയ്തിട്ടുണ്ട്. വൺ ഇസ് ഇറ്റ് ഈസ് എ ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിസം. രണ്ടാമത്തത് ഇന്ത്യൻ സോഷ്യലിസം ഈസ് ഡെമോക്രാറ്റിക് സോഷ്യലിസം. ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറഞ്ഞാൽ എന്താണ്? വി നീഡ് ടു ബ്രിങ് ഇൻ എ വെൽഫെയർ സ്റ്റേറ്റ്.
സമൂഹത്തിലുള്ള എല്ലാ തരത്തിലുള്ള ഇനിക്വാളിറ്റിയെ നമ്മൾ തുടച്ചു നീക്കണം. വി നീഡ് ടു എൻഡ് ഇനിക്വാളിറ്റി ഓഫ് ഇൻകം, ഓപ്പർച്യൂണിറ്റി. വി നീഡ് ടു എറേസ് ഇഗ്നറൻസ്, ഡിസീസ്. ഇതൊക്കെയാണ് ഡെമോക്രാറ്റിക് സോഷ്യലിസത്തെ പറ്റി കോടതി പറഞ്ഞിട്ടുള്ളത്. ഇത് കാണാതെ പഠിക്കേണ്ട ഒരു ഐഡിയ മനസ്സിൽ വെച്ചാൽ മതി. എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നു എന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. കേസ് എന്താണ്? കേസിനകത്ത് 2 വാക്കുകളാണ് പ്രതിപാദിക്കപ്പെട്ടത്, സോഷ്യലിസം ആൻഡ് യുവർ സെക്യുലറിസം. കോടതി പറഞ്ഞു ഇതൊക്കെ കോർ പാർട്ടാണ് കോൺസ്റ്റിറ്റ്യൂഷൻ്റെ. സെക്യുലറിസം ഒക്കെ ഇറ്റ് ഈസ് എ ബേസിക് സ്ട്രക്ചർ, ഒരിക്കലും നമുക്കിത് പ്രിയാമ്പിളിൽ നിന്ന് മാറ്റാൻ പറ്റില്ലെന്ന് കോടതി പറഞ്ഞു. പിന്നെ നമ്മൾ എന്താ ചെയ്തത്? ഇതിൻ്റെ ഡിബേറ്റ്സിൻ്റെ ബേസിക്സിലേക്ക് പോയി. കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലിയിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കി, അംബേദ്കർ എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കി, കോടതി ഇന്ത്യൻ സോഷ്യലിസത്തെ പറ്റി എന്ത് പറഞ്ഞു എന്ന് നോക്കി. ക്ലിയർ? അപ്പം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ഒരു കറണ്ട് അഫെയർ നോക്കിയിട്ടുണ്ട്, പിന്നെ കുറച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ ഹിസ്റ്ററി നമ്മൾ നോക്കിയിട്ടുണ്ട്. ക്ലിയർ? ഓക്കെ, ഇനി ബാക്കി കോടതി ഈ കേസിൽ എന്ത് പറഞ്ഞു എന്നുള്ളത് നോക്കാം. The court also said that adoption date does not limit Parliament's power to amend the Constitution under Article 368. അപ്പം പാർലമെൻറ്റിന് കോൺസ്റ്റിറ്റ്യൂഷനെ അമെൻഡ് ചെയ്യാം. ആദ്യകാലത്ത് കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇതില്ലെങ്കിലും പിന്നീട് ചേർക്കാനുള്ള അധികാരമൊക്കെ ഉണ്ട്. സോ ഇറ്റ് ഡസൻറ്റ് മാറ്റർ. The preamble clarifies guiding principle behind the Constitution. It is part of the Constitution but has no legal effect independently of other parts. Basic ആണ്, കോൺസ്റ്റിറ്റ്യൂഷൻ ഒരു ലിവിങ് ഡോക്യുമെൻ്റ് ആണെന്ന് കോടതി ഈ കേസിൽ പറഞ്ഞു. ഇതിനു മുമ്പും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് അമെൻഡ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് അമെൻഡ് ചെയ്യാം. Okay, the court noted that while Constituent Assembly had initially excluded the term secular and socialist from the preamble, their inclusion aligns with India's evolving democratic and social framework. ഇപ്പോൾ കോടതി അംഗീകരിക്കുന്നുണ്ട് തുടക്കകാലത്തിലെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ്, അംബേദ്കറിനെ പോലുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് ഈ 2 വാക്കുകളെ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ എന്ന് കരുതി പിന്നീടുള്ള കാലത്ത് ഇതിനെ ആഡ് ചെയ്തുകൂടുന്നൊന്നുമില്ല. അന്ന് കാലത്തെ നമ്മുടെ ഭരണഘടന വായിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളും സെക്യുലർ ആയിട്ടുള്ള വാല്യൂസും കാണാം. അപ്പം അന്ന് ഇംപ്ലിസിറ്റ് ആയതിനെ നമ്മൾ ഇപ്പോൾ എക്സ്പ്ലിസിറ്റ് ആക്കുന്നു, അത്രേ ഉള്ളൂ. ഇന്ത്യൻ ഭരണഘടന എഴുതിയാലും ഇല്ലേലും നമ്മളത് വായിച്ചു നോക്കുമ്പോൾ വിൽ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് ഈസ് സോഷ്യലിസ്റ്റിക് ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ സെക്യുലർ. ഓക്കെ, പിന്നെ ഡിലേ ഇൻ ഫയലിംഗ് പെറ്റീഷൻ. കോടതി തന്നെ ഈ പെറ്റീഷൻ ഫയൽ ചെയ്തവരോട് ചോദിച്ചു, ഇത്രയും കാലം നിങ്ങൾ എന്തിനാണ് കാത്തിരുന്നത്? ഓക്കെ, ദ കോർട്ട് ക്വസ്റ്റ്യൻസ് ദ പെറ്റീഷൻ ഫയൽഡ് ഇൻ 2020, 44 years after the amendment, noting the widespread acceptance of these terms in India. ഓക്കെ, ഈ അമെൻമെൻറ്റ് കഴിഞ്ഞ് നിങ്ങൾ എന്തിനാണ് ഈ 44 വർഷം കാത്തിരുന്നത്? അപ്പം ഇത്രയും കാലം കൊണ്ട് ആൾക്കാർ ഈ വാല്യൂസിനെയൊക്കെ പൂർണ്ണമായിട്ട് അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. സോ വി നീഡ് നോട്ട് ചേഞ്ച് ദീസ് ടേംസ് ഓർ റിമൂവ് ദീസ് ടേംസ്. ഇനി നമുക്ക് എന്ത് ചെയ്യണം? ചില ബേസിക്സ് പഠിക്കണം പ്രിയാമ്പിളിനെ പറ്റി. നമുക്ക് ട്രാപ്പ് ക്വസ്റ്റ്യൻസ് വരാം, അതുകൊണ്ട് കുറച്ച് ബേസിക്സ് കൂടെ നമ്മൾ എന്ത് ചെയ്യണം? അറിഞ്ഞിരിക്കണം. വി നീഡ് ടു ഗെറ്റ് സം ബേസിക്സ്. വെദർ ഇറ്റ് ഇസ് മാൻഡേറ്ററി ടു അറ്റംപ്റ്റ് പ്രിയാമ്പിൾ ഇൻ എ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ചോദ്യം വേറെ ഒന്നുമല്ല, ലോകത്തുള്ള എല്ലാ ഭരണഘടനയ്ക്കും പ്രിയാമ്പിൾ ഒരു നിർബന്ധമാണോ? ഈ ചോദ്യത്തിന് ആൻസർ വുഡ് ബി നോ. നിർബന്ധമില്ല. പ്രിയാമ്പിൾ ഇല്ലാത്ത കുറേ അധികം ഭരണഘടനകൾ നമുക്ക് കാണാൻ കഴിയും. പിന്നെ ഈസ് ഇറ്റ് അറ്റാച്ച്ഡ് ഒൺലി ടു കോൺസ്റ്റിറ്റ്യൂഷൻ? ഭരണഘടനയ്ക്ക് മാത്രമേ പ്രിയാമ്പിൾ ഉണ്ടാവുള്ളൂ, അതായത് വേറെ ഡോക്യുമെന്റിലൊന്നും പ്രിയാമ്പിൾ പറ്റില്ലേ? ഇങ്ങനെയില്ല. പ്രിയാമ്പിൾ ഭരണഘടനയ്ക്ക് മാത്രമല്ല, സാധാരണ ഒരു നിയമത്തിനും ഉണ്ടാവാം. ഒരു സാധാരണ ലീഗൽ ഡോക്യുമെന്റിനും എന്തുണ്ടാവാം? ആമുഖം ഉണ്ടാവാം. ഓക്കെ, അപ്പോൾ കോൺസ്റ്റിറ്റ്യൂഷനുകൾക്ക് മാത്രമല്ല പ്രിയാമ്പിൾ ഉള്ളത്, സാധാരണ ഒരു ലോയ്ക്കും ഉണ്ടാവാം, ഏതെങ്കിലും ലീഗൽ ഡോക്യുമെന്റിനും ഉണ്ടാവാം ഒരു പ്രിയാമ്പിൾ അല്ലെങ്കിൽ ആമുഖം ഉണ്ടാവാം. അപ്പം എല്ലാ ഭരണഘടനകൾക്കും പ്രിയാമ്പിൾ വേണമെന്ന് ചോദിച്ചാൽ വേണ്ട. ഇനി പ്രിയാമ്പിൾ എല്ലാ ഭരണഘടനകൾക്കും വേണമെന്നുള്ളത് നമ്മൾ പറഞ്ഞു വേണ്ടെന്ന്. ഇനി ഭരണഘടനകൾക്ക് മാത്രമേ പ്രിയാമ്പിൾ ഉള്ളൂ എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല, സാധാരണ ഒരു ലീഗൽ ഡോക്യുമെന്റിനും പ്രിയാമ്പിൾ ആവാം. ക്ലിയർ? ഇനി ഈസ് ദ പ്രിയാമ്പിൾ പാർട്ട് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ? ഇങ്ങനൊരു ചോദ്യമുണ്ട്. ആദ്യം തന്നെ ഇതിന് ആൻസർ ഞാൻ അങ്ങ് പറഞ്ഞേക്കാം, യെസ്. ആദ്യം നമുക്കത് പഠിക്കാം, പിന്നെ ഇതിൻ്റെ ലീഗൽ ഹിസ്റ്ററി ട്രേസ് ചെയ്യാം. അപ്പം നിങ്ങൾക്കുള്ളോട് ചോദിച്ചാൽ പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗം തന്നെയാണ്. പക്ഷെ കോടതിയുടെ വെർഡിക്റ്റ് ഇതിനകത്ത് ഇവോൾവിംഗ് ആണ്. ആദ്യത്തെ കേസ് വന്നു ബെറുബാറി യൂണിയൻ കേസ് 1960. ഈ കേസിൽ കോടതി എന്താ പറഞ്ഞത്? പ്രിയാമ്പിള് ഭരണഘടനയുടെ ഈ പറയുന്ന ഭാഗമല്ലെന്നാണ് കോടതി പറഞ്ഞു. 73 കേശവാനന്ദ ഭാരതി കേസിൽ കോടതി എന്ത് പറഞ്ഞു? പ്രിയാമ്പിൾ ഭാഗമാണ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. SR ബൊമ്മൈ കേസ് 1994 LIC കേസ് 1995 കോടതി എന്ത് പറഞ്ഞു? പ്രിയാമ്പിൾ ഇസ് എ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞു. പ്രിയാമ്പിൾ ഇസ് എ ഇൻ്റഗ്രൽ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ക്ലിയർ? അപ്പം
നിങ്ങളിവിടെ മൊത്തത്തിൽ ചോദിക്കുകയാണ് പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണോ എന്ന് ചോദിച്ചാൽ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ യെസ് 100%. പക്ഷേ ഇത് കുറേ കേസുകളിലൂടെയാണ് ഈ ഒരു യെസ് ഇവോൾവ് ചെയ്ത് വന്നത്. ആദ്യത്തെ കേസ് ബെറുബാറി കേസിൽ കോടതി പറഞ്ഞു പ്രിയാമ്പിള് ഭരണഘടനയുടെ ഭാഗമല്ല. കേശവാനന്ദ ഭാരതി കേസിൽ കോടതി പറഞ്ഞു യെസ് പ്രിയാമ്പിള് ഭാഗമാണ്. SR ബൊമ്മയിലും LIC കേസിലും കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഇസ് ഇൻ്റഗ്രൽ പാർട്ട് എന്ന് പറഞ്ഞു. അപ്പം നമുക്ക് ഓവറോൾ ഐഡിയ എന്താണ്? പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം നമ്മുടെ ആദ്യത്തെ ചോദ്യത്തിന് ഉത്തരം കിട്ടി, പ്രിയാമ്പിൾ ഈസ് എ പാർട്ട് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി രണ്ടാമത്തെ ഒരു ചോദ്യം, ക്യാൻ ഇറ്റ് ബി യൂസ്ഡ് ആസ് ആൻ എയ്ഡ് ഓർ എ ടെക്സ്റ്റ് ടു ഇന്റർപ്രറ്റ് കോൺസ്റ്റിറ്റ്യൂഷൻ? രണ്ടാമത്തെ ചോദ്യം, പ്രിയാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യാമോ ഇല്ലയോ? ഇതാണ് രണ്ടാമത്തെ ചോദ്യം. ഇതിൻ്റെ ആൻസർ ഞാൻ ആദ്യം തന്നെ പറഞ്ഞേക്കാം, യെസ്, പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. യു ഷുഡ് ബി ക്ലിയർ അബൌട്ട് ദാറ്റ്. പക്ഷേ ഇതിനകത്തും ഒരു ലീഗൽ ഹിസ്റ്ററി ഉണ്ട്. കോടതിയുടെ വെർഡിക്റ്റുകൾ മാറിയും മറിഞ്ഞും വരുന്നുണ്ട്. അപ്പോൾ ആദ്യം നമ്മുടെ AK ഗോപാലൻ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മദ്രാസ് കേസിൽ കോടതി വ്യക്തമായിട്ട് പറഞ്ഞു പ്രിയാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റില്ല. നോ, പ്രിയാമ്പിൾ കനോട്ട് ബി ടേക്കൺ ആസ് എ ഗൈഡിങ് സ്റ്റാർ. ഒരു ഗൈഡിങ് സ്റ്റാർ ആയിട്ട് പ്രിയാമ്പിളിനെ കാണാൻ പറ്റില്ലെന്ന് AK ഗോപാലൻ കേസിൽ കോടതി പറഞ്ഞു. ബെറുബാറി കേസിൽ കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മുടെ ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യാം. കോടതി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട്, പ്രിയാമ്പിൾ ഇസ് എ കീ ടു അൺലോക്ക് ദ മൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മേക്കേഴ്സ്, ദ കോൺസ്റ്റിറ്റ്യൂഷൻ മേക്കേഴ്സ്. ചില ബുക്കിൽ ഫ്രെയിമേഴ്സ് എന്നൊക്കെ കാണും. ഓക്കെ, അപ്പോൾ പ്രിയാമ്പിൾ ഇസ് ലൈക്ക് എ കീ ടു അൺലോക്ക് ദ മൈൻഡ്സ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിമേഴ്സ് അല്ലെങ്കിൽ മേക്കേഴ്സ്, ഇങ്ങനെ കോടതി പറഞ്ഞു. പക്ഷേ കോടതി ഈ കേസിൽ കുറച്ച് കാര്യങ്ങൾ ഇത്തിരി കോംപ്ലിക്കേറ്റഡ് ആക്കി വെച്ചു. കോടതി പറഞ്ഞു നിങ്ങൾക്ക് പ്രിയാമ്പിളിനെ ഉപയോഗിക്കാം ഇന്റർപ്രിട്ടേഷനിൽ, പക്ഷേ എപ്പോഴും ഉപയോഗിക്കാൻ കഴിയില്ല. എപ്പം മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ? നമ്മുടെ ഭരണഘടന ക്ലിയർ അല്ലാത്ത സാഹചര്യങ്ങളിൽ, അല്ലെങ്കിൽ മോർ ദാൻ വൺ മീനിങ് ഉള്ള ഏതെങ്കിലും ഏരിയ വരുന്നുണ്ടെങ്കിൽ. മോർ ദാൻ വൺ മീനിങ്, ഞാൻ പറഞ്ഞത് ഒന്നുകൂടെ ഞാൻ ക്ലിയർ ചെയ്യാം. നിങ്ങൾക്ക് പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യാം, പക്ഷേ എല്ലാ സാഹചര്യങ്ങളിലും പറ്റില്ല. ഭരണഘടനയിൽ ഏതെങ്കിലും ഏരിയയിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു കാര്യം നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല മീനിങ് ആയിട്ട് തോന്നുവാണെങ്കിൽ ആ സാഹചര്യത്തിൽ മാത്രമേ എന്ത് ഉപയോഗിക്കാൻ പാടുള്ളൂ? പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യാൻ പാടുള്ളൂ. എല്ലാ സാഹചര്യത്തിലും നമ്മൾ പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ കോടതി പറഞ്ഞു പ്രിയാമ്പിൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യാം, പക്ഷെ എല്ലാ സാഹചര്യത്തിലും പറ്റില്ല, ചില സാഹചര്യത്തിൽ മാത്രമേ പറ്റുള്ളൂ. അത് ഏത് സാഹചര്യത്തിലാണ്? പ്രിയാമ്പിളിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിലോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏതെങ്കിലും കാര്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഒന്നിൽ കൂടുതൽ ഇന്റർപ്രിട്ടേഷൻസ് പോസിബിൾ ആണെങ്കിലോ. അപ്പോൾ എവിടെയാണ് ക്ലാരിറ്റി കുറവുള്ളിടത്ത് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? പ്രിയാമ്പിളിനെ ഉപയോഗിച്ച് ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൊണ്ട് ഇവർ ഈ പ്രിയാമ്പിളിനെ ഈ കേസിൽ തന്നെ ഒരു ലൈറ്റ് ഹൗസിനെ പോലെ പറഞ്ഞു. ഓക്കെ, അപ്പം നമുക്ക് ക്ലാരിറ്റി ഇല്ലാതെ ഇരുട്ടുള്ളിടത്ത് മാത്രമേ നമ്മൾ വെട്ടമടിക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ പ്രിയാമ്പിളിനെ എപ്പോഴും യൂസ് ചെയ്യേണ്ട, അത്യാവശ്യ ഘട്ടത്തിൽ ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ മാത്രം യൂസ് ചെയ്താൽ മതി. കേശവാനന്ദ ഭാരതി കേസിലും കോടതി പറഞ്ഞു യെസ്, നിങ്ങൾക്ക് പ്രിയാമ്പിൾ ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യാം, സാഹചര്യം ഒന്നും നോക്കണ്ട, ഏത് സാഹചര്യത്തിലും നമുക്ക് എന്ത് ചെയ്യാം? പ്രിയാമ്പിൾ ഉപയോഗിച്ച് കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്റർപ്രറ്റ് ചെയ്യാം. അപ്പോൾ ഓവറോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് എന്താ? പ്രിയാമ്പിൾ ഉപയോഗിച്ച് നമുക്ക് ഭരണഘടനയെ ഇന്റർപ്രറ്റ് ചെയ്യാം. പല കേസുകളിൽ എന്ത് നടന്നു എന്നുള്ളതോടെ ഞാൻ കാണിച്ചു എന്നേ ഉള്ളൂ. AK ഗോപാലൻ കേസിൽ പറഞ്ഞു പറ്റില്ല, ബെറുബാറി കേസിൽ പറഞ്ഞു പറ്റും, പക്ഷേ ചില സാഹചര്യങ്ങളിലേ പറ്റുള്ളൂ. കേശവാനന്ദ ഭാരതി പറഞ്ഞു ഏത് സാഹചര്യങ്ങളിലും നമുക്ക് പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഭരണഘടന ഇന്റർപ്രറ്റ് ചെയ്യും. അപ്പം നമ്മൾ ഓവറോൾ അതിൻ്റെ ഒരു ജിസ്റ്റ് പഠിച്ചാൽ മതി. പ്രിയാമ്പിൾ ക്യാൻ ബി യൂസ് ടു ഇന്റർപ്രറ്റ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇനി പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം ബെറുബാറി കേസിൽ പറഞ്ഞു പ്രിയാമ്പിൾ നമുക്ക് അമെൻഡ് ചെയ്യാൻ പറ്റില്ല. കാരണം ആ കേസിൽ തന്നെ വിധിച്ചത് പ്രിയാമ്പിൾ ഈ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം പോലും അല്ലെന്ന് പറഞ്ഞ കേസാണ്. ഓക്കെ, നേരത്തെ ഞാൻ കാണിച്ചു. ഓക്കെ, കേശവാനന്ദ ഭാരതി കേസിൽ കോടതി പറഞ്ഞു അല്ല, പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ്, അത് അമെൻഡബിളും ആണെന്ന് കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞു. അപ്പം നമ്മൾ ഓവറോൾ നോക്കിക്കഴിഞ്ഞാൽ എന്താ നമുക്ക് കാണാൻ പറ്റുന്നത്? യെസ്, പ്രിയാമ്പിൾ ഇസ് അമെൻഡബിൾ. ക്ലിയർ? കാരണം നമ്മൾ ആദ്യം കറണ്ട് അഫയർ തുടങ്ങിയത് തന്നെ പ്രിയാമ്പിളിൻ്റെ ഒരു അമെൻമെൻറ്റിൽ നിന്നാണ്.
42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് ഇവിടെ ഞാൻ കാണിച്ചിട്ടുണ്ട്. നമ്മുടെ ഈ 3 വാക്കുകൾ ആഡ് ചെയ്യപ്പെട്ടത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് വഴിയാണ്. 3 വാക്കുകൾ: സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇൻറ്റഗ്രിറ്റി. അപ്പോൾ ഇപ്പോൾ തന്നെ നമുക്കറിയാം പ്രിയാമ്പിൾ അമെൻഡബിൾ ആണെന്ന്. ഓക്കെ, ഇതിൻ്റെ ഹിസ്റ്ററി ഡീറ്റെയിൽസിലേക്ക് ഞാൻ കൊണ്ടുപോകുന്നില്ല, കാരണം നമ്മൾ പോളിറ്റിയുടെ GS ക്ലാസ് എടുക്കുമ്പോൾ വളരെ ഡെപ്തിൽ ഇത് പറഞ്ഞു കൊടുക്കും. ഇവിടെ ഞാൻ ജസ്റ്റ് ബേസിക്സ് പറഞ്ഞു എന്നേ ഉള്ളൂ. ക്ലിയർ? അപ്പം നമ്മൾ എന്ത് പഠിച്ചു? ആദ്യം നമ്മൾ പഠിച്ചത് പ്രിയാമ്പിൾ പാർട്ടാണോ ഇല്ലയോ. പ്രിയാമ്പിൾ ഭരണഘടനയുടെ പാർട്ടാണോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രിയാമ്പിൾ പാർട്ടാണ്. രണ്ടാമത്തത്, പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഭരണഘടന ഇൻ്റർപ്രിറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം. യെസ്. പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ചോദ്യം, ഇതിനും യെസ്. ഓക്കെ, അപ്പോൾ പല കേസുകളും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നോക്കിയിട്ടുണ്ട്. അത് പഠിച്ചില്ലെങ്കിലും ഈ ബേസിക് എങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. ക്ലിയർ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ചോദ്യം എന്താ? ഈസ് പ്രിയാമ്പിൾ എ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഇത് പല കുട്ടികളും തെറ്റിക്കാൻ ചാൻസ് ഉള്ള ഒരു ഏരിയ ആണ്. ഞാൻ പറയുന്നു പ്രിയാമ്പിൾ ഇസ് നോട്ട് എ പ്രൊവിഷൻ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഓക്കെ, പ്രിയാമ്പിൾ എന്താണ്? പ്രിയാമ്പിൾ ഭരണഘടനയുടെ പാർട്ടാണ്, ബട്ട് എന്തല്ല, പ്രൊവിഷൻ അല്ല. ക്ലിയർ? പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഭരണഘടനയിലെ ആർട്ടിക്കിളുകളാണ്. ആർട്ടിക്കിൾ 1, 2, 3, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ഇതൊക്കെയാണ് പ്രൊവിഷൻസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രിയാമ്പിൾ ഭരണഘടനയുടെ ഭാഗമാണ്, പാർട്ടാണ്, പക്ഷെ എന്തല്ല, പ്രൊവിഷൻ അല്ല. ക്ലിയർ? അത് വളരെ ക്ലാരിറ്റിയിൽ നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം, ഈസ് ഇറ്റ് എ സോഴ്സ് ഓഫ് എനി റൈറ്റ്, ഈസ് ഇറ്റ് എൻഫോഴ്സിബിൾ, ജസ്റ്റിസബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ? ഇതിൻ്റെ ആൻസറും നോയാണ്. ഒരിക്കലും നിങ്ങൾ കോടതി ചെന്നിട്ട് എൻ്റെ പ്രിയാമ്പിൾ വയലേറ്റഡ് ആയെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, നിങ്ങൾ പ്രൊവിഷൻസ് വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞിട്ടേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കോടതി പോകാൻ പറ്റും. അതായത് എൻ്റെ സെക്യുലറിസം വയലേറ്റ് ചെയ്യപ്പെട്ടേ, പ്രിയാമ്പിളിലെ സെക്യുലറിസം എന്ന് പറഞ്ഞ വാല്യൂ വയലേറ്റ് ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? ഭരണഘടനയിലെ ആർട്ടിക്കിൾ 25 തൊട്ട് 28 എന്തെങ്കിലും കാര്യങ്ങൾ വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, നിങ്ങളുടെ റിലീജിയസ് ഫ്രീഡംസ് വയലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോടതിയിൽ പോവാം. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 15ഉം 16ഉം ഉപയോഗിച്ച് മതപരമായിട്ട് എന്നെ ആൾക്കാർ വേർതിരിച്ച് കണ്ടു, അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് കോടതിയിൽ പോവാം. അല്ലാതെ പ്രിയാമ്പിളിലുള്ള വാക്ക് വയലേറ്റ് ചെയ്തു എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കോടതിയിൽ പോകാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ പ്രിയാമ്പിൾ ഇസ് നോട്ട് എൻഫോഴ്സിബിൾ, ജസ്റ്റിസബിൾ ഇൻ എ കോർട്ട് ഓഫ് ലോ ബൈ ഇറ്റ്സ് ഓൺ. ക്ലിയർ? ഇനി ഈസ് ഇറ്റ് എ സോഴ്സ് ഓഫ് എനി പവർ ഓർ ലിമിറ്റേഷൻ ഓൺ ദ പവർ? ഇതിൻ്റെ ആൻസർ നോയാണ്. പ്രിയാമ്പിൾ ഒരു പ്രൊവിഷൻ ആയിരുന്നെങ്കിൽ നമുക്ക് പറയായിരുന്നു ഇറ്റ് ഇസ് എ സോഴ്സ് ഓഫ് പവർ അല്ലെങ്കിൽ ലിമിറ്റേഷൻ. ഇതൊരു പ്രൊവിഷൻ അല്ലാത്തത് കൊണ്ട് വി കനോട്ട് ടേക്ക് ഇറ്റ് ആസ് എ സോഴ്സ് ഓഫ് പവർ ഓർ ലിമിറ്റേഷൻ ഓൺ ദ സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഓവറോൾ പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടെ ഞാൻ റിവൈസ് ചെയ്യാണ്. ഫസ്റ്റ് നമ്മൾ പഠിച്ചു പ്രിയാമ്പിൾ പാർട്ടാണോ ഇല്ലയോ എന്നുള്ള ചോദ്യം. നമ്മൾ പറഞ്ഞു പ്രിയാമ്പിൾ പാർട്ടാണ്. 2, പ്രിയാമ്പിൾ ഉപയോഗിച്ച് ഭരണഘടന ഇൻ്റർപ്രിറ്റ് ചെയ്യാമോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറഞ്ഞു യെസ്. ഓക്കെ, ഇനി പ്രിയാമ്പിൾ അമെൻഡബിൾ ആണോ എന്നുള്ള ചോദ്യം നമ്മൾ പറഞ്ഞു യെസ്. പ്രിയാമ്പിൾ ഒരു പ്രൊവിഷൻ ആണോ എന്നുള്ള ചോദ്യത്തിന് നമ്മൾ പറഞ്ഞു നോ. ഇത് എൻഫോഴ്സിബിളോ ജസ്റ്റിസബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോ. ഇത് ഏതെങ്കിലും പവർ ഗ്രാൻഡ് ചെയ്യുന്നുണ്ടോ, പവർ എടുക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ നോ. അപ്പോൾ ഈ പറയുന്ന ബേസിക്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബാക്കി കേസിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പഠിക്കുന്നത് നല്ലതാണ്. ഫോർ ദ പ്രിലിംസ് സേക്ക് ദിസ് വുഡ് ബി സഫിഷ്യൻറ്റ്. ക്ലിയർ? ഇപ്പോൾ GS ക്ലാസ്സുകളിലാണ് നമ്മൾ കൂടുതൽ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം മേജറായിട്ടുള്ള കുറേ കേസ് ഞാനിവിടെ പറഞ്ഞു. AK ഗോപാലൻ കേസ്, അതുപോലെ ബെറുബാറി കേസ്. ഓക്കെ, അതിനുശേഷം നമുക്ക് കേശവാനന്ദ ഭാരതി കേസ്, LIC കേസ്, SR ബൊമ്മ കേസ്. അപ്പോൾ ഈ കേസുകളിലെല്ലാം തന്നെ എന്ത് നടന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് പഠിക്കാം. ബട്ട് ഇപ്പം നമുക്കത് റിക്വേർഡ് അല്ല. വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഓൾറെഡി പ്രിയാമ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർസ് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ നോക്കണം. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് എന്താണെന്നുള്ളൊരു ബേസിക് അണ്ടർസ്റ്റാൻഡിങ് വേണം. വാട്ട് ഇസ് സിറ്റിസൺഷിപ്പ്? ഇറ്റ് ഇസ് എ ലീഗൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ സിറ്റിസൺ ആൻഡ് ദ സ്റ്റേറ്റ്. നമ്മളും സ്റ്റേറ്റും തമ്മിലുള്ള ലീഗൽ റിലേഷനെയാണ് നമ്മൾ വിളിക്കുന്നത് സിറ്റിസൺഷിപ്പ്. ബ്രിട്ടീഷുകാരുടെ സമയത്ത് നമ്മൾ സിറ്റിസൺ ആണോ, അല്ലെങ്കിൽ രാജഭരണ സമയത്ത് നമ്മൾ സിറ്റിസൺ ആണോ? രാജഭരണ സമയത്ത് നമ്മൾ ആരാണ്? വി ആർ സബ്ജക്ട്സ്. സബ്ജക്ട്സ് എന്ന് പറഞ്ഞാൽ പ്രജ. അപ്പോൾ ഒരു കിങ് ഉണ്ട്, ഒരു റൂളറുണ്ട്. റൂളറിന് എന്തുണ്ട്? സബ്ജക്ട്സ് ഉണ്ട്. ബ്രിട്ടീഷിൻ്റെ സമയത്തും നമുക്ക് ബ്രിട്ടീഷ് ക്രൗൺ ഉണ്ട്. നമ്മളെല്ലാം എന്തുമാത്രമാണ്? വി ആർ സോൺലി ദ സബ്ജക്ട്സ് ഓഫ് ബ്രിട്ടീഷ് ക്രൗൺ. പക്ഷേ ഇന്ത്യ എന്ന് പറഞ്ഞൊരു രാജ്യം ഉണ്ടായതിന് ശേഷം, ആഫ്റ്റർ ദ ഇന്ത്യൻ സ്റ്റേറ്റ്,
നമ്മളെല്ലാം സിറ്റിസൺ ആണ്. നമുക്ക് എന്തുണ്ട്? ചില പ്രിവിലേജസ് ഉണ്ട്, ചില റൈറ്റ്സ് ഉണ്ട്, ചില ഇമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഓക്കെ, ചില എൻടൈറ്റിൽമെൻറ്റ്സ് ഉണ്ട്. ഈ വാക്കുകളൊക്കെ ഓർത്തിരിക്കുക. വി ഹാവ് സർട്ടൻ പ്രിവിലേജസ്, വി ഹാവ് സർട്ടൻ റൈറ്റ്സ്, വി ഹാവ് സർട്ടൻ എൻടൈറ്റിൽമെൻറ്റ്സ്, വി ഹാവ് സർട്ടൻ ഇമ്മ്യൂണിറ്റീസ്. ഓക്കെ, അപ്പോൾ സിറ്റിസൺഷിപ്പിൻ്റെ ബേസിക് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ചെറിയ ബേസിക്സ് ഉണ്ട്. സിറ്റിസൺഷിപ്പ് ഇൻ ഇന്ത്യ ഇസ് പ്രൈമർലി ഗവേൺഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ആർട്ടിക്കിൾ 5 to 11 ആൻഡ് ദ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. അപ്പം സിറ്റിസൺഷിപ്പിനെ പറ്റി ബേസിക്കലി പരാമർശിക്കുന്ന 2 ഡോക്യുമെൻറ്റ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഒന്ന് നമ്മുടെ ഭരണഘടന തന്നെയാണ് ആർട്ടിക്കിൾ 5 to 11, പിന്നെ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. ഇതിനകത്ത് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ ചില ബേസിക് കാര്യം മാത്രമേ സിറ്റിസൺഷിപ്പിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് ഡ്യൂറിങ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ ഇൻഡിപെൻഡൻസിൻ്റെ സമയത്ത് സിറ്റിസൺഷിപ്പിൻ്റെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് മാത്രമേ എവിടെ പറഞ്ഞിട്ടുള്ളൂ? ഈ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിട്ടുള്ളൂ. ബാക്കി കൂടുതൽ ഡീറ്റെയിൽസ്, മോർ ഡീറ്റെയിൽഡ് എവിടെയാണ്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ഇപ്പോൾ ഇന്ത്യയിൽ ഇനി ഒരാൾക്ക് സിറ്റിസൺഷിപ്പ് എങ്ങനെ അക്വയർ ചെയ്യാം, എങ്ങനെ സിറ്റിസൺഷിപ്പ് റിനൗൺസ് ചെയ്യാം, ഇതെല്ലാം പറഞ്ഞിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 അപ്പോൾ ഡീറ്റെയിൽസ് കൂടുതൽ എവിടെയാണ്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വരുന്ന സമയത്ത് സിറ്റിസൺഷിപ്പ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ, ആർട്ടിക്കിൾ 5 to 11 പറഞ്ഞിട്ടുള്ളൂ. ഓൺലി ദ ബേസിക് തിങ്സ്. ക്ലിയർ? അല്ലെങ്കിൽ ഇന്ത്യ പിറന്ന സമയത്ത് ആരൊക്കെയാണ് സിറ്റിസൺസ്, ആരൊക്കെ അല്ല സിറ്റിസൺസ്, ഇത് മാത്രമേ ഈ പറയുന്ന ആർട്ടിക്കിൾ 5 to 11 പറഞ്ഞിട്ടുള്ളൂ. ക്ലിയർ? അപ്പോൾ ഈ ബേസിക്സ് മനസ്സിലാക്കുക. ഓക്കെ, ഇനി സിറ്റിസൺഷിപ്പിൻ്റെ 2 ബേസിക് കാര്യങ്ങളോട് എനിക്ക് പറയാനുണ്ട്. ദർ ആർ 2 മെയിൻ പ്രിൻസിപ്പിൾസ് ഓഫ് സിറ്റിസൺഷിപ്പ്. വൺ ഇസ് ജസ്റ്റ് സൊലൈ അല്ലെങ്കിൽ റൂൾ ഓഫ് ലാൻഡ്. ജസ്റ്റ് സൊലൈ അല്ലെങ്കിൽ റൂൾ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ റൂൾ ഓഫ് സോയിൽ. ജസ്റ്റ് സൊലൈ, റൈറ്റ് ടു സോയിൽ. സൊലൈ എന്നുള്ള വാക്ക് എവിടെ നിന്നാണ് വരുന്നത്? സോയിലിൽ നിന്നാണ്, മണ്ണിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു ജസ്റ്റ് സൊലൈ, റൂൾ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ റൈറ്റ് ഓഫ് സോയിൽ, എങ്ങനെ വേണമെങ്കിലും പറയാം. രണ്ടാമത്തത് ജസ്റ്റ് സാങ്വിനസ്. ജസ്റ്റ് സാങ്വിനസ്, റൈറ്റ് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ റൂൾ ഓഫ് ബ്ലഡ്, എങ്ങനെ വേണമെങ്കിലും. 2 വാക്കുകൾ ഓർത്താൽ മതി. ലാൻഡ് അല്ലെങ്കിൽ സോയിൽ ജസ്റ്റ് സൊലയുടെ കേസിൽ, ബ്ലഡ് എന്നുള്ള കാര്യം ജസ്റ്റ് സാങ്വിനസിൻ്റെ കേസിൽ. ഓക്കെ, ഇത് സിമ്പിളാണ് സ്റ്റുഡൻസ്. പല രാജ്യങ്ങളിലും സിറ്റിസൺഷിപ്പ് കിട്ടുന്നതിന് പല ക്രൈറ്റീരിയ ഉണ്ട്. ചില രാജ്യങ്ങളിൽ നിങ്ങൾ ജനിച്ചു വീഴുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ്, നിങ്ങളൊരു സ്ഥലത്ത് ജനിച്ചു വീണാൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടും. ഇതിനെയാണ് നമ്മൾ പറയുന്നത് ജസ്റ്റ് സൊലൈ, റൈറ്റ് ഓഫ് ദ സോയിൽ. ഗ്രാൻഡ് സിറ്റിസൺഷിപ്പ് ബേസ്ഡ് ഓൺ പ്ലേസ് ഓഫ് ബർത്ത്. നിങ്ങളൊരു പർട്ടിക്കുലർ സ്ഥലത്ത് ജനിച്ചു വീണാൽ നിങ്ങൾ അവിടുത്തെ സിറ്റിസൺ ആണ്. അപ്പം ഞാനൊരു ഇന്ത്യക്കാരനാണ്, ഞാൻ ഇന്ത്യയിൽ തന്നെയാണ് ജനിച്ചു വീഴുന്നത്. ഓക്കെ, പക്ഷേ സപ്പോസ് ഒരു ഇന്ത്യക്കാരൻ US പോകുന്നു, അദ്ദേഹത്തിന് അവിടെ വെച്ചൊരു കുട്ടി ഉണ്ടാവുന്നു. ഈ കുട്ടി അമേരിക്കൻ സിറ്റിസൺ ആയിരിക്കും, കാരണം ഹീസ് ബോൺ ഇൻ ടു അമേരിക്കൻ സോയിൽ. ഈ ഒരു പ്രിൻസിപ്പിളിനെയാണ് നമ്മൾ ജസ്റ്റ് സൊലൈ എന്ന് പറയുന്നത്. അതായത് നമ്മൾ പർട്ടിക്കുലർലി ഏതെങ്കിലും സ്ഥലത്ത് ജനിച്ചു വീണാൽ അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ പാരൻസ് ഇന്ത്യൻ ആണെങ്കിൽ പോലും നിങ്ങൾ ജനിച്ചു വീഴുന്നത് അമേരിക്കയുടെ ലാൻഡിലാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ഇവിടെ നിങ്ങൾക്കത് കാണാം. ഈ നോർത്ത് അമേരിക്കയിലുള്ള എല്ലാ രാജ്യങ്ങളും ഫോളോ ചെയ്യുന്നത് എന്താ? റൂൾ ഓഫ് ലാൻഡ് അല്ലെങ്കിൽ റൂൾ ഓഫ് സോയിൽ, ജസ്റ്റ് സൊലൈ പ്രിൻസിപ്പിളാണ്. നോർത്ത് അമേരിക്കയുടെ ഭൂരിഭാഗം രാജ്യങ്ങൾ, സൗത്ത് അമേരിക്കയുടെ 99.99% രാജ്യങ്ങളും ജസ്റ്റ് സൊലൈ ആണ് ഫോളോ ചെയ്യുന്നത്. ഓക്കെ, റൈറ്റ് ഓഫ് സോയിൽ അല്ലെങ്കിൽ റൂൾ ഓഫ് ലാൻഡ്. ഓക്കെ, ആഫ്രിക്കയിൽ ചാഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ഓക്കെ, പിന്നെ ഇവിടെ നമ്മുടെ നെയ്ബറായ പാകിസ്ഥാനും ഫോളോ ചെയ്യുന്നുണ്ട്. എന്ത്? ജസ്റ്റ് സൊലൈ. നിങ്ങൾ അവിടെ ജനിച്ചു വീണാൽ അവിടുത്തെ സിറ്റിസണാണ്. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ എന്താ? നിങ്ങൾ ജനിച്ചു വീഴുന്ന സ്ഥലത്ത് സിറ്റിസൺ ആവും. ജസ്റ്റ് സൊലൈ, സോയിൽ എന്നുള്ള വാക്കിൽ നിന്ന് വരുന്നത്. രണ്ടാമത്തെ പ്രിൻസിപ്പിൾ എന്താ? ജസ്റ്റ് സാങ്വിനസ്, റൈറ്റ് ഓഫ് ബ്ലഡ്, ഗ്രാൻഡ് സിറ്റിസൺഷിപ്പ് ബേസ്ഡ് ഓൺ ഡിസെൻറ്റ് ഓർ എത്നിസിറ്റി. നിങ്ങൾ ഇന്ത്യക്കാരൻ്റെ മകനാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ. ക്ലിയർ? ദിസ് ഈസ് കോൾഡ് ആസ് ജസ്റ്റ് സാങ്വിനസ്. ഏഷ്യൻ രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഭൂരിഭാഗം നോക്കിയാൽ ഇവിടെ എന്താണ് സ്റ്റുഡൻസ്? ജസ്റ്റ് സാങ്വിൻസ് ആണ് കാണുന്നത്. നോർത്ത് അമേരിക്കയിലും സൗത്ത് അമേരിക്കയിലും ഭൂരിഭാഗം ജസ്റ്റ് സൊലൈ, ഏഷ്യയിലും യൂറോപ്പിലും ഭൂരിഭാഗം സ്ഥലത്ത്, ആഫ്രിക്കയിലും ഭൂരിഭാഗം സ്ഥലത്ത് ജസ്റ്റ് സാങ്വിനസ് ആണ്. ഇപ്പോൾ ഇന്ത്യയിലുള്ളത് എന്താ? ഇതിൻ്റെ രണ്ടിൻ്റെ ഒരു മിക്സാണ്. നമ്മൾ കൂടുതൽ എടുക്കുന്നത് ജസ്റ്റ് സാങ്വിൻ ആണ്, പക്ഷെ നമുക്ക് രണ്ടിൻ്റെ ജസ്റ്റ് സാങ്വിനസ് ആണ്. ഇന്ത്യയിൽ ജസ്റ്റ് സാങ്വിനസ് ആണ് കൂടുതൽ എടുക്കുന്നത്, പക്ഷേ ഇന്ത്യയിൽ രണ്ടും ഉണ്ടെന്ന് നമുക്ക് പറയാം.
സിറ്റിസൺഷിപ്പ് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിപ്പിക്കുമ്പോൾ ഞാനത് പറഞ്ഞു തരും. ഇവിടെ നിങ്ങൾക്ക് ആവശ്യമില്ല, ഇപ്പോൾ ഇവിടെ ബേസിക് പ്രിൻസിപ്പിൾസ് അറിഞ്ഞാൽ മതി. ഓക്കെ, ഇന്ത്യയിൽ രണ്ടിൻ്റെയും കൂടെ മിക്സാണ്. ഇന്ത്യയിൽ ജസ് സൊലൈയുടെ ഒരു പ്രസൻസും വരുന്നുണ്ട്, ജസ്റ്റിസ് ആംഗുലിസിൻ്റെയും പ്രസൻസ് വരുന്നുണ്ട്. അപ്പോൾ ഇന്ത്യയുടെ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യുമ്പോൾ ഈ രണ്ട് ഫാക്ടറും ചിലപ്പോൾ റോള് പ്ലേ ചെയ്യും. ഓക്കെ, ബേസിക് ഐഡിയ മനസ്സിലാക്കുക. ജസ് സൊലൈ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് സോയിൽ അല്ലെങ്കിൽ റൂൾ ഓഫ് ലാൻഡ്, നിങ്ങൾ ജനിച്ച് വീഴുന്നിടത്ത് സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. ജസ് ആംഗുനസ് എന്ന് പറഞ്ഞാൽ റൈറ്റ് ഓഫ് ബ്ലഡ് അല്ലെങ്കിൽ റൂൾ ഓഫ് ബ്ലഡ്, നിങ്ങളുടെ പാരൻസ് ഏത് രാജ്യക്കാരനാണെന്നനുസരിച്ച് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ക്ലിയർ? അല്ലെങ്കിൽ ബേസ്ഡ് ഓൺ ഹിസ് ഡിസെൻറ്റ് ഓർ എത്നിസിറ്റി. ഓക്കെ, വംശത്തിൻ്റെ കാര്യവും എത്നിസിറ്റിയുടെ കാര്യമൊക്കെ നോക്കും. ക്ലിയർ? ഇന്ത്യൻ വംശജനാണെങ്കിൽ നിങ്ങൾ ഇന്ത്യൻ വംശജനാണെങ്കിൽ നിങ്ങളുടെ മകനും ഇന്ത്യൻ വംശജൻ. അങ്ങനെയൊക്കെയാണ് എന്തിൻ്റെ പോളിസി? ജസ് ആംഗുനസ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇന്ത്യയുടെ കേസിൽ നിങ്ങൾ ബേസിക്സ് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് നിങ്ങൾ തന്നെ ചെയ്യേണ്ടതാണ്. ഇന്ത്യയിൽ ജസ് സൊലൈൻ നിങ്ങൾക്ക് കാണാം, ജസ് സംഘവിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കാണാം. ക്ലിയർ? ഇത് കറണ്ട് അഫയറിൽ ഒത്തിരി അധികം വന്നിരുന്നു. കാരണം എന്താണ്? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു നമ്മൾ ഈ ജസ് സൊലൈയുടെ പരിപാടി പയ്യെ പയ്യെ ചിലപ്പോൾ നമ്മൾ കട്ട് ചെയ്യുമോ എന്നുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റ് ആര് പറഞ്ഞു? ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. കാരണം ട്രംപ് പറയുന്നത് അമേരിക്കയിലേക്ക് പലരും എത്തുന്നത് അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടാൻ വേണ്ടിയാണ്. അപ്പോൾ പുറത്തുനിന്ന് ഒരാൾ വരുന്നു, കൊച്ചി ഇവിടെ ഉണ്ടാവുന്നു, കൊച്ചിന് സിറ്റിസൺഷിപ്പ് കിട്ടുന്നു, പിന്നെ പാരൻസ് ഇവിടെ എങ്ങനെയെങ്കിലുമൊക്കെ സെറ്റിലാവും. അപ്പോൾ ആ പരിപാടി വേണ്ടെന്നുള്ള രീതിയിലുള്ള സ്റ്റേറ്റ്മെൻറ്റ് ട്രംപ് ഇറക്കിയിരുന്നു. അപ്പോൾ ട്രംപിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇറ്റ് വാസ് റിലേറ്റഡ് ടു ജസ് സൊലൈ പ്രിൻസിപ്പിൾ ഇൻ USA. ഇത് മാറ്റണമെന്നൊക്കെ ഒരു അഭിപ്രായം ട്രംപ് ഇടയ്ക്ക് പറഞ്ഞിരുന്നു. അപ്പോൾ ഇതുകൊണ്ടാണ് ഇത് കറണ്ട് അഫെയറിലുണ്ട്. അപ്പോൾ ഈ രണ്ട് പ്രിൻസിപ്പിൾസും കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ജസ് സൊലൈയും ജസ് സാംഗ്വിനസും. ഓക്കെ, വൺ ഇസ് റൈറ്റ് ഓഫ് സോയിൽ, വൺ ഇസ് റൈറ്റ് ഓഫ് ബ്ലഡ്. ഓക്കെ, ഇനി ഈ ബേസിക്സ് ഞാൻ നിങ്ങളെ പഠിപ്പിക്കില്ല. ജസ്റ്റ് ഞാൻ എന്തേ ചെയ്യുള്ളൂ, വായിച്ചു വിടത്തേ ഉള്ളൂ. നിങ്ങൾ ഹോംവർക്കിൽ ചെയ്യണം. ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ അക്കോർഡിംഗ് ടു ദ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 വി ഹാവ് 5 methods: by birth, by descent, by registration, by naturalization, by incorporation. ഓക്കെ, ഇത് ബേസിക്സ് ആണ്. ഇത് നിങ്ങൾ ചെയ്തിരിക്കണം. ഇത് കറണ്ട് അഫെയർ ക്ലാസ്സിൽ എനിക്ക് പറഞ്ഞു തരാൻ പറ്റില്ല. ക്ലിയർ? ഓക്കെ ആണോ? ഓക്കെ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇവിടെ ജസ് സാംഗ്വിനസിൻ്റെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കാണാം. ഇവിടെ ജസ് സൊലൈയുടെ ഒരു പ്രസൻസ് നിങ്ങൾക്ക് കാണാം. ഓക്കെ, ഡീറ്റെയിൽഡ് ആയിട്ട് പോകുന്നില്ല. ഇതിൻ്റെ മിക്സ്ഡ് ആണെന്നുള്ളത് നിങ്ങൾ ഓർത്ത് വെച്ചാൽ മതി. ഇനിയും നമ്മുടെ കറണ്ട് അഫെയറുകളിലേക്ക് നമുക്ക് കടക്കാം. സുപ്രീം കോർട്ട് upheld the constitutionality of Section 6A of Citizenship Act of 1955, which permits immigrants from Bangladesh residing in Assam to secure citizenship and held it as a valid law aligned to preambular value of fraternity. ഓക്കെ, അപ്പം കോടതി എന്താ പറഞ്ഞത്? സെക്ഷൻ 6A കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണ്. ഇതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഇതനുസരിച്ച് ബംഗ്ലാദേശിലുള്ള ഇമിഗ്രൻസിന് സിറ്റിസൺഷിപ്പ് കിട്ടും. അസാമിലുള്ള ബംഗ്ലാദേശിൽ നിന്ന് വന്ന ആൾക്കാരാണെങ്കിലും അസാമിൽ ഇപ്പോൾ റിസൈഡ് ചെയ്യുന്നവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ഇത് ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ പോരാ, ഇതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് പഠിക്കണം. കോടതി പറഞ്ഞ കാര്യങ്ങൾ ആദ്യം നമുക്കൊന്ന് നോക്കാം, പിന്നെ നമുക്ക് സെക്ഷൻ 6 എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. ഓക്കെ, കോർട്ട് വാസ് ഹിയറിംഗ് പെറ്റീഷൻസ് വിച്ച് കണ്ടംഡ് സെക്ഷൻ 6A ഫോർ ഹ്യൂജ് ഇൻഫ്ലോ ഓഫ് ഇല്ലീഗൽ മൈഗ്രേഷൻ. അതായത് ഈ കേസിൽ വാദിച്ചവർ പറഞ്ഞത് സെക്ഷൻ 6A ഇല്ലീഗലാണ്, ഇത് കാരണം കുറേ ബംഗ്ലാദേശികൾ ഇല്ലീഗലായിട്ട് ഇന്ത്യയിലേക്ക് വരുന്ന ഒരവസ്ഥ ഉണ്ടാവും, ഇല്ലീഗൽ മൈഗ്രൻസ് കാരണം അസാമിൻ്റെ ഡെമോഗ്രഫി ചേഞ്ച് ആവും, ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. The Supreme Court upheld the constitutional validity of Section 6A of Citizenship Act by a majority, affirmed Parliament's authority to enact 6A. 6A legally valid ആണെന്ന് പറഞ്ഞു, ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പാർലമെന്റിന് അവകാശം ഉണ്ടെന്ന് പറഞ്ഞു. Ruled that Section 6A does not violate the right to equality. ഇങ്ങനെ കോടതി പറഞ്ഞിട്ടുണ്ട്. Held that it does not infringe on the cultural rights under Article 29. അപ്പോൾ ആർട്ടിക്കിൾ 14നെയും ഇത് വയലേറ്റ് ചെയ്യുന്നില്ല, ഇത് ആർട്ടിക്കിൾ 14നെയും വയലേറ്റ് ചെയ്യുന്നില്ല, ആർട്ടിക്കിൾ 29നെയും വയലേറ്റ് ചെയ്യുന്നില്ല. ആർട്ടിക്കിൾ 29-30 എന്ന് പറഞ്ഞാൽ കൾച്ചറൽ ആൻഡ് എഡ്യൂക്കേഷൻ റൈറ്റ്സ് ആണ്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഇതിനെ വയലേറ്റ് ഇല്ല. ഇത് ബേസിക്സ് പറഞ്ഞ് നിങ്ങൾ ക്ലിയർ ആയിരിക്കണം. ഞാൻ പറഞ്ഞ എന്താ, സെക്ഷൻ 6A ലീഗലാണെന്ന് പറഞ്ഞു, പാർലമെൻറ്റ് ഇങ്ങനെ ഒരു ആക്ട് കൊണ്ടുവരാൻ അല്ലെങ്കിൽ സെക്ഷൻ കൊണ്ടുവരാൻ അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. ഇത് റൈറ്റ് ടു ഇക്വാലിറ്റിയോ കൾച്ചറൽ ആൻഡ് അല്ലെങ്കിൽ മൈനോറിറ്റി റൈറ്റ്സിനെയും ഇത് ഹനിക്കുന്നില്ലെന്നും കോടതി പറഞ്ഞു. അപ്പോൾ ഇറ്റ് ഈസ് നോട്ട് അഗെയിൻസ്റ്റ് റൈറ്റ് ടു ഇക്വാലിറ്റി, cultural and minority education rights, and parliament has a power and authority to make such a section. അപ്പോൾ കോടതി ഇത് ലീഗൽ ആണെന്ന് പറഞ്ഞു, അത്രയും മാത്രം നിങ്ങൾ ഓർത്തിരിക്കുക. കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് പറഞ്ഞു. ക്ലിയർ? ഇനി നമുക്ക് കുറച്ച് ബേസിക്സ് പഠിച്ച് വെക്കേണ്ട ആവശ്യമുണ്ട്. വി നീഡ് ടു സ്റ്റഡി സർട്ടൻ ബേസിക്സ്.
ഈ സെക്ഷൻ 6A എന്ന് പറഞ്ഞ സംഭവം പഠിക്കണമെങ്കിൽ നമ്മൾ ആദ്യം അസാം അക്കോർഡ് പഠിക്കണം. Assam Accord was signed on 15th August 1985 amongst the Union of India, Government of Assam and All Assam Students Union, All Assam Gana Sangh Parishad. അപ്പോൾ അസാം അക്കോർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ആരൊക്കെ ചേർന്ന് സൈൻ ചെയ്ത ട്രീറ്റിയാണ്? യൂണിയൻ ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് അസാം, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ, അതുപോലെ തന്നെ ഓൾ ആസാം ഗണസംഗ്രാം പരിഷത്ത്. ക്ലിയർ? അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങളൂടെ അറിയണം. എന്താണ് ഈ അസാം അക്കോർഡ് എന്ന് നമ്മളൊന്ന് അറിയണ്ടേ? വി നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്, റൈറ്റ്? അപ്പം നമുക്ക് ആദ്യം ഇതിൻ്റെ ബേസിക്സിലേക്ക് ഒന്ന് പോകാം. ഓക്കെ, അതുകൊണ്ടാണ് ഞാനിവിടെ ഒരു ബ്ലാങ്ക് സ്ലൈഡ് ഇട്ടിരിക്കുന്നത്. ഓക്കെ, അപ്പം നമുക്കറിയാം, ഞാൻ ക്രൂഡായിട്ടാണ് വരയ്ക്കുന്നത്. ഈ ഒരു ഭാഗത്ത് ഇന്ത്യയാണ്. അപ്പം ഇതിനെ നിങ്ങൾ ഇന്ത്യ എന്ന് വിചാരിക്കുക. ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്ന സമയത്ത് ഇവിടെ വെസ്റ്റ് പാകിസ്ഥാൻ, ഇവിടെ ഈസ്റ്റ് പാകിസ്ഥാൻ. ഓക്കെ, നിങ്ങൾ മനസ്സിലാക്കണം, വളരെ റെയറായിട്ട് കാണാൻ കഴിയുന്ന ഒരു സിസ്റ്റമായിരുന്നു ഇത്. ഒരു രാജ്യം തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ 2 സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ദിശയിൽ സ്ഥിതി ചെയ്യുന്നു, അല്ലെങ്കിൽ 2 രാജ്യങ്ങൾ അല്ല, ഒരു രാജ്യം തന്നെ മറ്റൊരു രാജ്യത്തിൻ്റെ 2 സൈഡിൽ സ്ഥിതി ചെയ്യുന്നു. ദിസ് ഇസ് എ റെയർ തിങ്, റൈറ്റ്? ഓക്കെ, അതായത് ഇവിടെയും പാകിസ്ഥാൻ, ഇവിടെയും പാകിസ്ഥാൻ, നടുക്കൊരു ഇന്ത്യ. അത് ബ്രിട്ടീഷ് കാണിച്ചൊരു ബ്ലണ്ടറാണ്. ഈ ബ്ലണ്ടറിൻ്റെ ഫലമാണ് പിന്നീട് ഈസ്റ്റ് പാകിസ്ഥാൻ മുറിഞ്ഞ് എന്തായി മാറി? ബംഗ്ലാദേശായി മാറി. ക്ലിയർ? അപ്പോൾ ഈ ഒരു സിസ്റ്റം ആയിരുന്നു 1947. നിങ്ങൾ മനസ്സിലാക്കണം, 1947 തൊട്ട് തന്നെ എന്ത് പറ്റിയിട്ടുണ്ട്? 1950 തൊട്ട് തന്നെ ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് പയ്യെ ആൾക്കാർ ഇന്ത്യയിലേക്ക് മൈഗ്രേഷൻ തുടങ്ങിയിരുന്നു. ഇത് പണ്ടേ തുടങ്ങിയ ഒരു കാര്യമാണ്. ഇതിലൊരു ഭൂരിഭാഗം ആൾക്കാർ ഇന്ത്യയിൽ എവിടെ പോയി താമസിച്ചു തുടങ്ങിയത്? ബംഗ്ലാദേശികൾ അസാമിലാണ്. ഇത് ആദ്യം മനസ്സിലാക്കുക. ക്ലിയർ? അപ്പോൾ ഭൂരിഭാഗം ആൾക്കാർ മൈഗ്രേറ്റ് ചെയ്തിരുന്നത് ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് എങ്ങോട്ടാണ്? അസാമിലേക്കാണ്. അപ്പോൾ ഒന്നുകൂടെ വരയ്ക്കാം. ഈസ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് ആൾക്കാർ അസാമിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങി. ക്ലിയർ? ഓബിയസ്ലി ഒത്തിരി മൈഗ്രൻസ് വരുമ്പോൾ അസാമിലുള്ള ജനതയ്ക്ക് അതൊരു ബുദ്ധിമുട്ടായിട്ട് മാറി. കാരണം അവരുടെ ഡെമോഗ്രഫി ഈ പറയുന്ന മൈഗ്രൻസ് ചേഞ്ച് ചെയ്യാണ്. ക്ലിയർ? നിങ്ങളിങ്ങനെ ചിന്തിച്ചാൽ മതി, എല്ലാ സ്ഥലത്തും ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സേ ഉള്ളൂ, ലിമിറ്റഡ് ആയിട്ടുള്ള ജോബ്സേ ഉള്ളൂ. പുറത്തുനിന്ന് ഒരാൾ വന്ന് നമ്മുടെ ജോബ്സും നമ്മുടെ റിസോഴ്സും ഒക്കെ എടുത്തെന്ന് തോന്നിക്കഴിഞ്ഞാൽ ലോക്കൽസ് വിൽ റിയാക്ട്. അതൊരു നോർമൽ ഫിനോമിനാണ്. പിന്നെ ഇവരുടെ കൾച്ചറിനെ ഈ പറയുന്ന ബംഗ്ലാദേശീസ് എഫക്റ്റ് ചെയ്യുമെന്ന് ഇവർക്കൊരു പേടിയുണ്ട്. അപ്പോൾ 70 വരെ ഈ കാര്യം വലിയ പ്രശ്നമില്ലാതെ പോയി. പക്ഷേ 71 എന്താ പറ്റുന്നത്? 1971 ഇന്ത്യ പാകിസ്ഥാൻ വാർ വരികയാണ്, അല്ലെങ്കിൽ ബംഗ്ലാദേശ് ലിബറേഷൻ വാർ വരികയാണ്. ഈ സമയത്ത് വളരെ ഹൈ ലെവലിൽ മൈഗ്രേഷൻ സംഭവിച്ചു. ഫ്രം യുവർ ഈസ്റ്റേൺ പാകിസ്ഥാൻ ടു യുവർ അസാം. ഒത്തിരി ആൾക്കാർ വന്നു. അപ്പോൾ അസാമിലുള്ള ആൾക്കാർക്ക് ഇത് കൂടുതൽ പ്രശ്നമായി. ദേ ബിക്കം ടു റിയാക്ട് മോർ. അപ്പോൾ 1947-50 പീരീഡ് തൊട്ട് മൈഗ്രേഷൻ തുടങ്ങി. ഈസ്റ്റേൺ പാകിസ്ഥാനിൽ നിന്ന് ഈ പറയുന്ന അസാമിലേക്കും ഇന്ത്യയുടെ മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലേക്കും. 71 ഈ പറയുന്ന മൈഗ്രേഷൻ വളരെയധികം മൂർച്ഛിച്ചു, വളരെയധികം കൂടി. അപ്പോൾ അസാമിൻ്റെയും നോർത്ത് ഈസ്റ്റിലെ പല സ്റ്റേറ്റുകളുടെയും ഡെമോഗ്രഫി ചേഞ്ച് ചെയ്യാൻ തുടങ്ങി. അവരുടെ കൾച്ചറിനെ ഇത് ബാധിച്ചു തുടങ്ങി. പിന്നെ ഇന്ത്യക്ക് അന്ന് ലിമിറ്റഡ് റിസോഴ്സസേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ അസാം അക്കോർഡിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, ക്ലിയർ? അവസാനം എന്ത് ചെയ്തു? 1970s കഴിഞ്ഞിട്ട് പല ആൾക്കാരും ഈ പറയുന്ന ബംഗ്ലാദേശി മൈഗ്രേഷനെതിരെ, ഇല്ലീഗൽ മൈഗ്രേഷനെതിരെ പ്രതിഷേധിച്ചു. ഇതിനകത്ത് 2 ഫേമസ് ആയിട്ടുള്ള ഓർഗനൈസേഷൻ ഉണ്ട്. ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ, പിന്നെ ഓൾ ആസാം ഗൺ പരിഷത്ത്. ഓക്കെ, ക്ലിയർ? ഈ 2 ഓർഗനൈസേഷൻസ് ആണ് ഇതിനകത്ത് ചുക്കാൻ പിടിച്ചത്. അവസാനം ഈ ഓർഗനൈസേഷൻസും വെസ്റ്റ് ബംഗാളിലെ അസാമിലെ ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും ചേർന്ന് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തു. ഈ അക്കോർഡിനാണ് നമ്മൾ പറയുന്നത് അസാം അക്കോർഡ്. അസാം അക്കോർഡ്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് നമ്മൾ പഠിച്ചു എന്നേ ഉള്ളൂ. യു നീഡ് ടു ജസ്റ്റ് അണ്ടർസ്റ്റാൻഡ് ദ ബേസിക്സ്. ഓക്കെ, ഞാൻ പറഞ്ഞു അസാം അക്കോർഡ് വാസ് സൈൻഡ് ബിറ്റ്വീൻ യൂണിയൻ ഓഫ് ഇന്ത്യ, ഗവൺമെൻറ് ഓഫ് അസാം, ഓൾ ആസാം സ്റ്റുഡൻസ് യൂണിയൻ, ഓൾ ആസാം ഗൺ സംഘ് പരിഷത്ത്. ഓക്കെ, നേരത്തെ ഒരു എസ് ഞാൻ വിട്ടു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ബേസിക്സ് നിങ്ങൾക്ക് മനസ്സിലായി. കാരണം അസാം അക്കോർഡ് വരുന്നത് തന്നെ എന്തിനെതിരെയാണ്? ഇല്ലീഗൽ മൈഗ്രേഷൻ ബൈ യുവർ
ഈസ്റ്റേൺ പാകിസ്ഥാൻ ഓർ കറണ്ട് ബംഗ്ലാദേശീസ് ടു അസം. അസാമിലേക്ക് ബംഗ്ലാദേശ് അല്ലെങ്കിൽ പഴയ ഈസ്റ്റേൺ പാകിസ്ഥാനിൽ നിന്നുള്ള മൈഗ്രേഷൻ്റെ എതിരെയാണ് അസാം അക്കോർഡ് വരുന്നത്. ഓക്കെ, ക്ലിയർ? ഓക്കെ, അപ്പോൾ അസാം അക്കോർഡിൻ്റെ അകത്ത് തന്നെ വരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 6A. ഇറ്റ് എയിംസ് ടു അഡ്രസ് ഇൻഫ്ലക്സ് ഫ്രം ഈസ്റ്റ് പാകിസ്ഥാൻ, നോ ബംഗ്ലാദേശ്. ഇതിനകത്ത് നമ്മൾ കാണേണ്ട ചില പ്രൊവിഷൻസ് ഉണ്ട്. ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് വെച്ചിരിക്കുന്നത് March 25, 1971. അതായത് March 25, 1971 കഴിഞ്ഞ് ആരെങ്കിലും ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്ത് കിട്ടത്തില്ല? ദേ വോണ്ട് ഗെറ്റ് സിറ്റിസൺഷിപ്പ്. ഇല്ലീഗലായിട്ട് നിങ്ങൾ കയറിയവരാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല. 71-ന് മുമ്പ് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ഓക്കെ, ക്ലിയർ? 71-ന് ശേഷം വന്ന മൈഗ്രൻസിനെ എല്ലാം നമ്മൾ ഫോറിനേഴ്സ് ആയിട്ടേ കാണൂ. അവർക്ക് ഓർഡിനറി പ്രോസസ്സിലൂടെ അവർക്ക് ചിലപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷേ ജനറലി പറയുന്നത് March 25, 1971-ന് ശേഷം വന്നവരാണെങ്കിൽ, ഇല്ലീഗലായിട്ട് നിങ്ങൾ മൈഗ്രേറ്റ് ചെയ്ത് വന്നവരാണെങ്കിൽ നിങ്ങളെ സിറ്റിസൺഷിപ്പായിട്ട് നിങ്ങളെ കാണത്തില്ല. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണോ? ഈ അസാം അക്കോർഡ് ഇറ്റ് ഈസ് മോസ്റ്റ്ലി റിലേറ്റഡ് ടു മൈഗ്രേഷൻ ഓഫ് ബംഗ്ലാദേശീസ് ടു അസാം. അതിനെ പ്രിവെൻറ്റ് ചെയ്യാനാണ് ഈ അക്കോർഡ്. അതിൻ്റെ 6A എന്താണെന്ന് നമ്മൾ മനസ്സിലായി. ഓക്കെ, ഇറ്റ് അഡ്രസ്സസ് ദ ഇൻഫ്ലക്സ് ഫ്രം ഈസ്റ്റ് പാകിസ്ഥാൻ. കട്ട് ഓഫ് ഡേറ്റ് വരുന്നത് 25 March 1971. ഇറ്റ് അലൗസ് pre-1971 മൈഗ്രൻറ്റ് സിറ്റിസൺഷിപ്പ്. നിങ്ങൾ 71 ശേഷം വന്നാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടില്ല. ഓക്കെ, ഇനി നമുക്ക് സെക്ഷൻ 6Aയുടെ പ്രൊവിഷൻസ് നോക്കാം. ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ March 25, 1971-ന് മുമ്പ് വന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? സിറ്റിസൺഷിപ്പ് ഉണ്ട്. ഇതിനകത്ത് തന്നെ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. 3 ഇതിനെ പിന്നെ നമുക്ക് തിരിക്കാം. നിങ്ങൾ ഇഫ് യു ആർ എ മൈഗ്രൻറ്റ് ബിഫോർ January 1, 1966 യു ഗെറ്റ് ഫുൾ സിറ്റിസൺഷിപ്പ്. അപ്പം നിങ്ങൾ January 1, 1966-ന് മുമ്പ് ഇന്ത്യയിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളാണെങ്കിൽ, അസാമിലേക്ക് മൈഗ്രേറ്റ് ചെയ്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഫുൾ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടും. യു വിൽ ഗെറ്റ് ഫുൾ സിറ്റിസൺഷിപ്പ്, ഒരു കുഴപ്പമില്ല. പക്ഷേ നിങ്ങൾ January 1, 1966-നും March 24, 1971-നും ഇടയ്ക്ക് വന്ന ആളാണെങ്കിലോ? ഓക്കെ, അതായത് നിങ്ങൾ January 1, 1966-നും ശേഷം വന്നതാണ്, ബട്ട് ബിഫോർ March 24, 1971, ദെൻ യു ഗെറ്റ് സിറ്റിസൺഷിപ്പ് വിത്ത് ലിമിറ്റഡ് വോട്ടിംഗ് റൈറ്റ്സ് ഫോർ 10 years. ഓക്കെ, അപ്പോഴും നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷേ നിങ്ങൾക്ക് ചില അധികാരങ്ങൾ 10 വർഷത്തേക്ക് കിട്ടത്തില്ല. യു വോണ്ട് ഗെറ്റ് ദ വോട്ടിംഗ് റൈറ്റ്സ്. അപ്പം നിങ്ങൾക്കും സിറ്റിസൺഷിപ്പ് ആവാം, ബട്ട് യു വിൽ ഹാവ് സർട്ടൻ ലിമിറ്റേഷൻസ്. ഓക്കെ, ഞാൻ പറഞ്ഞ പോലെ March 25, 1971-ന് ശേഷം വന്നതാണെങ്കിൽ നിങ്ങൾ ഇല്ലീഗലാണ്, നിങ്ങളെ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്യും. ഇതാണ് നമ്മുടെ സെക്ഷൻ 6A. ക്ലിയർ? അപ്പോൾ ഫസ്റ്റ് ഇസ് സിറ്റിസൺ, സെക്കൻഡ് ഇസ് സിറ്റിസൺ, തേർഡ് ഇസ് യു ആർ കൺസിഡർഡ് ആസ് എ ഇല്ലീഗൽ ഇമിഗ്രൻറ്റ്. ഓക്കെ, അപ്പം ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ മനസ്സിലാക്കുക. ഇതിനകത്ത് 4 കാര്യങ്ങൾ നിങ്ങൾ ഓർത്തിരിക്കണം. ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് March 25, 1971 ആണ്. January 1, 1966-ന് മുമ്പ് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ സിറ്റിസൺഷിപ്പ് കിട്ടും. January 1, 1966 ടു March 24, 1971 ആണെങ്കിൽ യു വിൽ ഗെറ്റ് സിറ്റിസൺഷിപ്പ് ബട്ട് വിത്ത് ലിമിറ്റഡ് വോട്ടിംഗ് റൈറ്റ്സ്. വോട്ടിംഗ് റൈറ്റ് കിട്ടാൻ നിങ്ങൾക്ക് 10 വർഷം എടുക്കും. ഇനി നിങ്ങൾ March 25, 1971-ന് ശേഷമാണ് വന്നെങ്കിൽ യു വിൽ ബി കൺസിഡേർഡ് ആസ് ആൻ ഇല്ലീഗൽ മൈഗ്രൻസ് ആൻഡ് യു വിൽ ബി ഡീപ്പോർട്ടഡ്. ഇത്രയേ ഉള്ളൂ സിമ്പിളായിട്ട് എന്ത് നിങ്ങളുടെ സെക്ഷൻ 6A. ഇനി കോടതി പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്നുകൂടെ നോക്കാം. Section 6 does not violate Article 6 and 7 as these addresses citizenship only at the Constitution's commencement, allowing Parliament to create citizenship provisions for the others later. Issue എന്തായിരുന്നു? The court found that machinery and tribunals for identifying illegal migrants in Assam is inadequate and insufficient for formally enforcing Section 6A and related immigrant laws. അപ്പോൾ കോടതി പറഞ്ഞു പാർലമെൻറ്റിന് പുതിയ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരമുണ്ട് റിലേറ്റഡ് ടു സിറ്റിസൺഷിപ്പ്. സെക്ഷൻ 6A വാലിഡ് ആണ്. പക്ഷേ കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്, ട്രൈബ്യൂണൽസ് ഉണ്ട്. ഈ ഇല്ലീഗൽ മൈഗ്രൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്ന ട്രൈബ്യൂണൽസ് ഉണ്ട്. ഈ ട്രൈബ്യൂണൽസിൻ്റെ ഫംഗ്ഷനിൽ കോടതി അതൃപ്തി പ്രകടിപ്പിച്ചു. സോ ദേ ആർ നോട്ട് ഫങ്ഷനിങ് പ്രോപ്പർലി. ഈ ഒരു കാര്യം നമുക്ക് ആവശ്യം വരുന്നുണ്ട്. ഫ്യൂച്ചർ സ്ലൈഡ്സിൽ ഐ വിൽ എക്സ്പ്ലെയിൻ. ആർട്ടിക്കിൾ 6 ഉം 7 എന്താണെന്നുള്ളത് നിങ്ങൾ വായിച്ചു നോക്കുക. ഇറ്റ് ഇസ് സ്റ്റാറ്റിക് പാർട്ട്. Article 6 grants citizenship to individuals who migrated to India from Pakistan before July 1948, provided they have residence in the country since then. അപ്പം ആർട്ടിക്കിൾ 6 പറയുന്നത് ജൂലൈ 19, 1948-ന് മുമ്പ് പാകിസ്ഥാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആൾക്കാർക്ക് നമ്മൾ എന്ത് കൊടുക്കും? സിറ്റിസൺഷിപ്പ് കൊടുക്കും. ഓക്കെ, ആർട്ടിക്കിൾ 7 denies citizenship to those who moved to Pakistan
on March 1, 1947 while allowing it for those who return to India under a permit for resettlement or permanent return. അപ്പോൾ ആർക്ക് കിട്ടും ആർക്ക് കിട്ടില്ല എന്നുള്ള കേസാണ്. ബേസിക്സ് ആണ്, നമുക്ക് ഇതിനകത്ത് ഒത്തിരി സമയം കളയാനില്ല. നിങ്ങൾ ബേസിക്കലി അറിഞ്ഞിരിക്കേണ്ട കാര്യം, നമ്മൾ ഇത്രയും നേരം പഠിച്ചതിൽ അറിഞ്ഞിരിക്കേണ്ട ചില ബേസിക് കാര്യം, സിറ്റിസൺഷിപ്പിനെ പറ്റിയുള്ള പരാമർശം കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട്, നമ്മുടെ സിറ്റിസൺഷിപ്പ് ആക്ടിലും ഉണ്ട്. കൂടുതൽ കാര്യങ്ങൾ എവിടെയാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? സിറ്റിസൺഷിപ്പ് ആക്ടിലാണ്. പിന്നെ നമ്മൾ എങ്ങോട്ട് പോയി? നമ്മൾ നേരെ പോയത് സെക്ഷൻ 6A. അതിനു മുമ്പ് 2 പ്രിൻസിപ്പിൾ പഠിപ്പിച്ചിട്ടുണ്ട്, ജസ്റ്റ് സാങ്ഗ്വിനസും ജസ്റ്റ് സൊലൈൻ. ഇത് രണ്ടും പഠിച്ചു വയ്ക്കുക. ഓക്കെ, ഇന്ത്യയിൽ ഇതിൻ്റെ രണ്ടിൻ്റെയും എഫക്റ്റ് നമുക്ക് കാണാൻ കഴിയും. ഇപ്പം ഇന്ത്യയിൽ ഒരു മിക്സ്ഡ് രീതിയാണ്. പിന്നെ നമ്മൾ സെക്ഷൻ 6A വാലിഡ് ആണെന്ന് കോടതി പറഞ്ഞു എന്ന് പറഞ്ഞു. ഓക്കെ, ഇത് ഫണ്ടമെന്റൽ റൈറ്റ്സിനെതിരെ അല്ലെന്നുള്ളതൊക്കെ പറഞ്ഞു. പിന്നെ നമ്മൾ അസാം അക്കോർഡ് എന്താണെന്ന് പഠിച്ചു. ബംഗ്ലാദേശിൽ നിന്നുള്ള മൈഗ്രേഷൻ കാരണമാണ് അസാം അക്കോർഡ് ഉണ്ടായതെന്നുള്ളത് നമ്മൾ പഠിച്ചു. പിന്നെ സെക്ഷൻ 6A എന്താണെന്ന് പറഞ്ഞു. ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്താണ്? March 25, 1971. അത് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. സെക്ഷൻ 6A നിങ്ങൾ ഒന്നുകൂടെ കാണിച്ചു തരുമെന്നേ ഉള്ളൂ. ഓക്കെ, ഇതിൻ്റെ കട്ട് ഓഫ് ഡേറ്റ് എന്താ? March 25, 1971. 71 മുമ്പ് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അവരെ തന്നെ രണ്ടായിട്ട് ഇവിടെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. January 1, 1966 മുമ്പ് വന്നവരാണെങ്കിൽ ഫുൾ സിറ്റിസൺഷിപ്പ്, January 1, 1966 ശേഷവും പക്ഷേ March 24, 1971 ഇടയ്ക്ക് വന്നവരാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷേ 10 വർഷത്തേക്ക് വോട്ടിംഗ് കിട്ടില്ല. നിങ്ങൾ March 25, 1971 ശേഷം വന്നവരാണെങ്കിൽ നിങ്ങൾ ഇല്ലീഗലാണ്, നിങ്ങൾ ഡിപ്പോർട്ട് ചെയ്യും. ഈ 3 ഡേറ്റുകളും നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഒന്നാമത് കട്ട് ഓഫ് ഡേറ്റ്, 2 ഈ 3 സബ് ഡേറ്റുകൾ. അതായത് January 1, 1966 ഇതിന് മുമ്പുള്ളവർക്ക് ഫുൾ സിറ്റിസൺഷിപ്പ്, ഈ January 1, 1966 ശേഷവും March 24, 1971 വരെയുള്ള പീരീഡിലുള്ളവരാണെങ്കിൽ സിറ്റിസൺഷിപ്പ് കിട്ടും. പക്ഷേ വോട്ടിംഗ് റൈറ്റ്സ് കിട്ടാൻ 10 വർഷം എടുക്കും. March 25, 1971 ശേഷമാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പും കിട്ടില്ല, നിങ്ങൾ ഇല്ലീഗലാണ്, നിങ്ങളെ പിടിച്ച് ഡിപ്പോർട്ട് ചെയ്യും. ക്ലിയർ? അപ്പം നമ്മുടെ സെക്ഷൻ 6Aയും ആസാം അക്കോർഡും ക്ലിയർ ആണെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോകണം. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2019. അപ്പം അടുത്ത കറണ്ട് അഫെയറിൽ വരുന്നത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2019. ഇത് വേറെ ഒന്നുമല്ല, ഇതിനൊരു കോമ്പിനേഷനായിട്ട് നമുക്ക് പഠിക്കണം. 6 മതത്തിൽപ്പെട്ടവർ, ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ, പാസി, 6 മതത്തിൽപ്പെട്ട ആൾക്കാരാണ് നിങ്ങളെങ്കിൽ, പ്ലസ് രണ്ടാമത്തെ കോമ്പിനേഷൻ ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, ഈ 3 രാജ്യങ്ങളിൽ പെട്ടവരാണ് നിങ്ങളെങ്കിൽ, ഈ 2 കോമ്പിനേഷനിൽ ഏതെങ്കിലും നിങ്ങൾ ഫുൾഫിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടും. ഓക്കെ, ഇതാണ് സിമ്പിൾ സെൻസിൽ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 2019. അതായത് ഈ 6 മതങ്ങളിൽ പെട്ടവരാണ് പ്ലസ് 3 രാജ്യങ്ങളിൽ ഏതിൽ പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അത് ശരിക്കും പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക്കലി കിട്ടണമെന്നല്ല പറയുന്നത്. നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് എലിജിബിലിറ്റി കിട്ടും, അതുപോലെ തന്നെ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ കൂടുതൽ എളുപ്പവുമാകും. അതാണ് ശരിക്കും സംഭവിക്കുന്നത്. ഓട്ടോമാറ്റിക്കലി അവർക്കങ്ങ് സിറ്റിസൺഷിപ്പ് കിട്ടുന്നതല്ല. ക്ലിയർ? ദേ വിൽ ഗെറ്റ് സിറ്റിസൺഷിപ്പ്, ദേ വിൽ ബിക്കം എലിജിബിൾ ഫോർ ദ സിറ്റിസൺഷിപ്പ് ആൻഡ് ദേ വിൽ ഹാവ് ഈസ് ഇൻ അക്വയറിങ് ദ സിറ്റിസൺഷിപ്പ്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, ഈ 6 മതത്തിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെടണം, ഈ 3 രാജ്യങ്ങളിൽ ഏതെങ്കിലും പെടണം. കാരണം കാര്യം വേറെ ഒന്നുമല്ല, ഈ പറയുന്ന 3 രാജ്യങ്ങളിലും ഈ പറയുന്ന 6 മതത്തിൽപ്പെട്ടവർക്ക് പെർസിക്യൂഷൻ നേരിടേണ്ടി വരുമെന്നാണ് നമ്മുടെ ഗവൺമെൻറ് പറയുന്നത്. ഓക്കെ, ഗവൺമെൻറ് ടെൽസ് ദാറ്റ് ദേ ആർ ഫേസിങ് പെർസിക്യൂഷൻ. ഇപ്പോൾ ഓൾറെഡി നമ്മൾ സെക്ഷൻ 6A റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ആസ്പെക്റ്റും കവർ ചെയ്തു. ഇനി അടുത്ത കറണ്ട് അഫെയറിൽ വരുന്ന ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2019. ഇതെന്താണെന്ന് പഠിക്കണമെങ്കിൽ നിങ്ങളൊരു കോമ്പിനേഷൻ നോക്കിയാൽ മതി. ദിസ് വിൽ ബി റിലേറ്റീവ്ലി ഈസിയർ. 6 മതങ്ങളെ പറ്റിയാണ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 പറയുന്നത്. അതുപോലെ തന്നെ 3 രാജ്യങ്ങളെ പറ്റി. ഓക്കെ, നേഷൻ ഓർ സ്റ്റേറ്റ് എന്ന് നിങ്ങൾക്ക് എടുക്കാം. 6 റിലീജിയൻസ് വിച്ച് ഇസ് ഹിന്ദു, ക്രിസ്ത്യൻ, സിഖ്, ബുദ്ധിസ്റ്റ്, ജെയിൻ ആൻഡ് പാസി. 3 രാജ്യങ്ങളെ പറ്റി പരാമർശിക്കുന്നുണ്ട്, ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ ആൻഡ് പാകിസ്ഥാൻ. അപ്പം നിങ്ങൾ ഈ 6 മതങ്ങളിൽ ഏതെങ്കിലും ഒരെണ്ണത്തിൽ പെട്ടവരാണെങ്കിൽ പ്ലസ് നിങ്ങൾ ഈ 3 രാജ്യത്തിൽ ഏതിലെങ്കിലും താമസിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടും. യു വിൽ ബി എലിജിബിൾ ടു ഗെറ്റ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്. റിയാലിറ്റിയിൽ ഇതൊരു എന്താ പറയുക, ഒരു
ജനറൽ ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങാണ്. ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഓട്ടോമാറ്റിക്കലി സിറ്റിസൺഷിപ്പ് കിട്ടുകയല്ല ചെയ്യുന്നത്. ദ സിറ്റിസൺഷിപ്പ് പ്രോസസ് ഫോർ ദീസ് പീപ്പിൾ വിൽ ബി ഈസിയർ. ഈ പറയുന്ന നിങ്ങൾ 6 മതത്തിൽപ്പെട്ടവരാണ്, നിങ്ങൾ ഈ 3 രാജ്യങ്ങളിൽ പെട്ടവരാണെങ്കിൽ, ഇതിലേതെങ്കിലും പെട്ടവരാണെങ്കിൽ, ഇതിൽ ഏത് കോമ്പിനേഷൻ, റിലീജിയനും ഈ സ്റ്റേറ്റുമായിട്ട് ഏത് കോമ്പിനേഷനിൽ പെട്ടവരാണെങ്കിലും നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടാൻ കൂടുതൽ എളുപ്പമുണ്ടാവും. അതാണ് ശരിക്കും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019. ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടണമെന്നല്ല. യു വിൽ ഗെറ്റ് സിറ്റിസൺഷിപ്പ് ഇൻ എ ഈസിയർ മാനർ. ക്ലിയർ? ഓക്കെ. ഇതിൻ്റെ കാരണം എന്താ സ്റ്റുഡൻസ്? ഈ 6 മതത്തിൽ പെടുന്നവർക്കും ഈ 3 രാജ്യത്തിലും പെർസിക്യൂഷൻ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അതായത് നിങ്ങൾ ബംഗ്ലാദേശിലോ അഫ്ഗാനിസ്ഥാനിലോ പാകിസ്ഥാനിലോ താമസിക്കുന്ന ഒരാളാണെങ്കിൽ, അവിടെ ജനിച്ച ഒരാളാണെങ്കിൽ, ഈ 6 മതത്തിൽപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് പീഡനം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ ഗവൺമെൻറ് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിനെ ജസ്റ്റിഫൈ ചെയ്യുന്നത്. ക്ലിയർ? സോ ഇന്ത്യ എന്താ ചെയ്യുന്നത്? ഇങ്ങനെ പെർസിക്യൂട്ടഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് നമ്മൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നു. ഇവർക്ക് പലർക്കും ഇന്ത്യൻ റൂട്ട്സുമുണ്ട്. നിങ്ങൾ സിഖും ഹിന്ദു ഒക്കെ ആണെങ്കിൽ യു മേ ഹാവ് എ ക്രിസ്ത്യൻ, ഇന്ത്യൻ റൂട്ട്. നിങ്ങൾ ബുദ്ധിസ്റ്റ് ആണെങ്കിലും ജൈന ആണെങ്കിലും പാസി ആണെങ്കിലും യു മേ ഹാവ് ആൻ ഇന്ത്യൻ റൂട്ട് ടു. അപ്പോൾ ഈ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് പെർസിക്യൂഷൻ നേരിടുന്നു, അതുകൊണ്ട് ഇന്ത്യ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് തരും. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ചില ബുക്കുകളിൽ പറയുന്ന പോലെ ഓട്ടോമാറ്റിക്കലി സിറ്റിസൺഷിപ്പ് കിട്ടുകയല്ല ചെയ്യുന്നത്. അവരുടെ സിറ്റിസൺഷിപ്പ് പ്രോസസ്സ് എളുപ്പമാവും. അപ്പോൾ ഈ കോമ്പിനേഷൻ മാത്രം ഓർത്തിരുന്നാൽ മതി. 6 മതങ്ങളും 3 രാജ്യവും. ഇതിൻ്റെ ഏത് കോമ്പിനേഷൻ ആണെങ്കിലും നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് കൂടുതൽ എളുപ്പത്തിൽ കിട്ടും. ദാറ്റ് ഇസ് വാട്ട്. ഓക്കെ. ഇതിനകത്ത് ചില മതങ്ങളില്ല. ജ്യൂസിൻ്റെ കാര്യം ഇതിനകത്ത് പറയുന്നില്ല കേട്ടോ, ഓർത്തിരിക്കുക. അപ്പോൾ ജ്യൂസ് എന്ന് ഇവിടെ എഴുതി വേണമെങ്കിൽ നിങ്ങൾ തെറ്റിച്ച് കളയാം. ഓക്കെ. സോ 3 രാജ്യത്തിനെ പറ്റിയേ മെൻഷൻ ചെയ്തിട്ടുള്ളൂ: ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ക്ലിയർ? ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതിന് നമ്മൾ മെയിൻ സ്പെസിഫിക് ആയിട്ട് പഠിക്കുമ്പോൾ ഇത് സെക്കുലറിസത്തിന് എതിരാന്ന് വാദിക്കുന്നവരുണ്ട്, ഇത് പ്രാക്ടിക്കലി കറക്റ്റാന്ന് വാദിക്കുന്നവരുണ്ട്. ആ ഡിബേറ്റ്സ് ഒന്നും നമ്മളിപ്പോൾ ഇവിടെ എടുക്കുന്നില്ല. പ്രിലിംസിന് വേണ്ട കാര്യങ്ങൾ മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ. ഇനി ഞാൻ സെക്ഷൻ 6A പറഞ്ഞപ്പോൾ അതിനൊരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞു, March 25, 1971. അതുപോലെ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 എന്തുണ്ട്? ഒരു കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്. നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പിൻ്റെ പ്രോസസ് എളുപ്പമാവണമെങ്കിൽ യു ഷുഡ് ഹാവ് എൻറ്റേർഡ് ഇന്ത്യ ബിഫോർ December 31, 2014. ഓർത്തിരിക്കുക. ഈ ഡേറ്റ് കഴിഞ്ഞവർക്ക്, നിങ്ങൾ ഇല്ലീഗലായിട്ട് ഇന്ത്യ സ്റ്റേറ്റ് കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ഒന്നും കിട്ടണമെന്നില്ല. യു മേ ബി ഡീപ്പോർട്ടഡ്. ക്ലിയർ? അപ്പോൾ ഇതിനും കട്ട് ഓഫ് ഡേറ്റ് ഉണ്ട്, December 31, 2014. ക്ലിയർ? അപ്പോൾ CA 2019 അനുസരിച്ച് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ കട്ട് ഓഫ് ഡേറ്റ് ഇസ് 31 December 2014. അതിനു മുമ്പ് നിങ്ങൾ ഇന്ത്യയെ വന്നിരിക്കണം. ഓക്കെ. ഇനി ഈ സിറ്റിസൺഷിപ്പ് ആക്ട് 2019 ചില സ്ഥലങ്ങളിൽ ബാധകമല്ല. They are not in certain tribal areas of Assam, Meghalaya, Mizoram, Tripura included in the 6th schedule to the constitution. അപ്പോൾ 6th schedule വരുന്ന ട്രൈബൽ ഏരിയാസ് ഓഫ് അസം, മേഘാലയ, മിസോറാം, ത്രിപുര, ഇവിടെ ആണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടത്തില്ല. യു ആർ സ്റ്റിൽ എ ഇല്ലീഗൽ മൈഗ്രൻറ്റ്. ഓക്കെ. ഈ സ്ഥലങ്ങളിൽ CAA 2019 ആപ്ലിക്കബിൾ അല്ല. അതുപോലെ തന്നെ ഏരിയാസ് അണ്ടർ ഇന്നർ ലൈൻ പെർമിറ്റ്, ദാറ്റ് ഈസ് അരുണാചൽ പ്രദേശ്, മിസോറാം ആൻഡ് നാഗാലാൻഡ്, ILPയിൽ പെടുന്ന പ്രദേശങ്ങളിലും സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ഇറ്റ് വോണ്ട് ബി ആപ്ലിക്കബിൾ. ക്ലിയർ? ഈ ILP എന്താണ്? ഇന്ത്യയിൽ തന്നെ ചില സ്ഥലങ്ങളിൽ നിങ്ങൾക്ക് സഞ്ചരിക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ പാസ് എടുക്കേണ്ടി വരും ഈ സ്റ്റേറ്റിലൊക്കെ പോകണമെങ്കിൽ. കാരണം അവരുടെ കൾച്ചറിനെയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്, അവരുടെ എത്നിക് ഡിമാൻഡ്സിനെയൊക്കെ അംഗീകരിക്കുന്നതാണ് ഈ പറഞ്ഞ ഒരു പ്രൊവിഷൻ, ILP, ഇന്നർ ലൈൻ പെർമിറ്റ്. നമുക്ക് ശരിക്കും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോകാനും സെറ്റിൽ ചെയ്യാനുള്ള അധികാരമുണ്ട്, ഫണ്ടമെന്റൽ റൈറ്റ് ടു മൂവ് ആൻഡ് സെറ്റിൽ. പക്ഷേ ILP ഏരിയകളിൽ പോയിട്ട് നിങ്ങളിത് പറഞ്ഞിട്ട് കാര്യമില്ല. അവിടെ പോകണമെങ്കിൽ സ്പെഷ്യൽ പാസ് എടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കൊളോണിയൽ ലെഗസിയാണ്. ശരിക്കും പറഞ്ഞാൽ 1873 ബംഗാൾ ഈസ്റ്റേൺ ഫ്രോണ്ടിയർ റെഗുലേഷൻ ആക്ട് അനുസരിച്ചാണ് ILP സിസ്റ്റം വരുന്നത് ആദ്യം. കാരണം ബ്രിട്ടീഷേഴ്സിന് നോർത്ത് ഈസ്റ്റിലുള്ള പല സ്ഥലങ്ങളെയും മെയിൻലാൻഡ് ഇന്ത്യയിൽ നിന്ന് മാറ്റി വെക്കണമായിരുന്നു, അവരെ ഐസൊലേറ്റഡ് ആയിട്ട് വെക്കണമായിരുന്നു. അതിന് ബ്രിട്ടീഷിന് കൾച്ചറൽ ഇൻട്രസ്റ്റ് മാത്രമല്ല, അവർക്ക് ഇക്കണോമിക് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു, റിലീജിയസ് ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു ഇതിനകത്ത്. ഇതൊക്കെ മെയിൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. യു വിൽ ടേക്ക് അപ്പ് ഇറ്റ് ലേറ്റർ. ഓക്കെ. ക്ലിയർ? അപ്പോൾ നമ്മൾ പഠിച്ചു CAA ആണെങ്കിൽ നിങ്ങൾ 6 മതത്തിൽപ്പെട്ടവരായിരിക്കണം, ഇതിലേതെങ്കിലും ഒരു മതത്തിൽപ്പെട്ടവരായിരിക്കണം, 3 രാജ്യങ്ങളിൽപ്പെട്ടവരായിരിക്കണം: ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ഈ കോമ്പിനേഷനിൽ ഏതെങ്കിലും പെട്ട ആളാണ് നിങ്ങൾ December 31, 2014 മുമ്പ് ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അസാമിൽ ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ, അസാം അല്ല ഇന്ത്യയിൽ വന്നിട്ടുണ്ടെങ്കിൽ
യു വിൽ ഗെറ്റ് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ്, അല്ലെങ്കിൽ യു വിൽ ബി എലിജിബിൾ ഫോർ ഇന്ത്യൻ സിറ്റിസൺ. നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കുറച്ചുകൂടി എളുപ്പത്തിൽ കിട്ടും. ക്ലിയർ? പക്ഷേ CAA എവിടെ ബാധകമല്ല? ട്രൈബൽ ഏരിയാസ് ഓഫ് അസം, മേഘാലയ, മിസോറാം, ത്രിപുര ഇൻക്ലൂഡ് ഇൻ ദ 6th ഷെഡ്യൂൾ. അതുപോലെ തന്നെ ഇന്നർ ലൈൻ പെർമിറ്റ് വരുന്ന അരുണാചൽ പ്രദേശിലും മിസോറാമിലും നാഗാലാൻഡിലും ഇത് ആപ്ലിക്കബിൾ അല്ല. ഇവിടെ ഒരു കുടുക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് പലപ്പോഴും അസാം അക്കോർഡുമായിട്ടും ക്ലാഷ് ചെയ്യും. കാരണം അസാമിലുള്ള ട്രൈബൽ ഏരിയാസ് ഒഴിച്ച് ബാക്കി സ്ഥലങ്ങളിൽ ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ബാധകമാവും. അപ്പോൾ അസാം അക്കോർഡിനെ ഇത് നെഗറ്റീവ്ലി ബാധിക്കുമോ എന്നാണ് ആൾക്കാർ ചോദിക്കുന്നത്. അപ്പോഴും ഈ നിങ്ങൾ ഇല്ലീഗലായിട്ട് വരുന്നവർക്ക് നിങ്ങൾ സിറ്റിസൺഷിപ്പ് കൊടുക്കുമല്ലേ? അവർ മുസ്ലിം ആവണ്ട എന്നുള്ള കേസ് മാത്രമേ ഉള്ളൂ. ബാക്കി മതത്തിൽപ്പെട്ട ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവർക്ക് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കും. അപ്പോൾ ഇതും അസാം അക്കോർഡും തമ്മിൽ ക്ലാഷ് ആവുമോ എന്നുള്ളത് ചിന്തിച്ച് നോക്കി. അസാം അക്കോർഡിൽ അവർ പറയുന്നത് എന്താ? ബംഗ്ലാദേശിൽ നിന്ന് വരുന്ന ആരും ഇങ്ങോട്ട് വരണ്ട. ഓക്കെ, പക്ഷേ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് അനുസരിച്ച് നിങ്ങൾ മുസ്ലിം അല്ലാത്ത ഈ 6 മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് അപ്പോഴും അസാമിൽ സിറ്റിസൺഷിപ്പ് കിട്ടും. അസാമിലെ ട്രൈബൽ ഏരിയയിലാണെങ്കിൽ ഇത് ബാധകമല്ല, പക്ഷേ അല്ലാത്ത ഏരിയയിൽ ഇത് ബാധകമാണ്. അപ്പോൾ ഇതും ആസാം അക്കോർഡും തമ്മിൽ ക്ലാഷ് ആവാനുള്ളൊരു ചാൻസ് ഉണ്ട്. നിങ്ങൾ അതിനെപ്പറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുക. ക്ലിയർ? അപ്പോൾ CAA 2019 അസാം അക്കോർഡും തമ്മിൽ ചെറിയൊരു ക്ലാഷ് ഉണ്ട്. നോൺ ട്രൈബൽ ഏരിയാസ് ഓഫ് അസാമിൽ ഇപ്പോഴും CAA ബാധകമാണ്. അപ്പോൾ നിങ്ങൾ മുസ്ലിം അല്ലാത്ത വേറെ മതത്തിൽപ്പെട്ട ഒരു ബംഗ്ലാദേശി ആണെങ്കിൽ, നിങ്ങൾ 2014 മുമ്പ് വന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ഓക്കെ, സോ അതൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. ക്ലിയർ? ഞാൻ നിങ്ങളോട് നേരത്തെ പറഞ്ഞു, ഈ CAA അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 അനുസരിച്ച് ഡിസംബർ 31, 2014 മുമ്പ് പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ വന്ന ഏതെങ്കിലും 6 മതത്തിൽപ്പെട്ട ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് പ്രോസസ്സ് എളുപ്പമായിരിക്കും. അപ്പോൾ ഈ CAA 2019 അനുസരിച്ച് എന്തൊക്കെ തരത്തിലുള്ള റിലാക്സേഷനാണ് ഈ പറയുന്ന മൈഗ്രൻസിന് കിട്ടുന്നതെന്നുള്ളതുകൂടെ നമ്മൾ അറിയണം. ക്ലിയർ? ഓക്കെ. സെൻട്രൽ ഗവൺമെൻറ് exempted the said migrants from adverse penal consequences of Passport Entry into India Act and 1920 and Foreigners Act 1946 and rules or orders made thereafter. അതായത് നിങ്ങൾ സാധാരണ കേസിൽ ഒരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണെങ്കിൽ നിങ്ങളെ ഡീല് ചെയ്യാൻ ഇന്ത്യയിലുള്ള ആക്റ്റുകളാണ് പാസ്പോർട്ട്സ് എൻട്രി ആക്ട് 1920 ഫോറിനേഴ്സ് ആക്ട് 1946. അപ്പോൾ ഇതനുസരിച്ച് നിങ്ങളൊരു ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് പലവിധ പണിഷ്മെൻറ്റ്സും കിട്ടാൻ, നിങ്ങളെ പീനലൈസ് ചെയ്യാം. പക്ഷേ നിങ്ങൾ 2019 CAA പരിധി വരുന്ന ആളാണെങ്കിൽ, ഞാൻ പറഞ്ഞു ഈ 6 മതത്തിൽപ്പെട്ട അല്ലെങ്കിൽ 3 രാജ്യത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് ഈ പണിഷ്മെൻറ്റ്സ് ഒന്നും കിട്ടില്ല. ഓക്കെ, നിങ്ങൾ പാസ്പോർട്ട് ആക്ടിൻ്റെയോ ഫോറിനേഴ്സ് ആക്ടിൻ്റെയോ പീനലൈസിങ് പരിധിയിൽ പെടില്ല. നിങ്ങൾ അതിൽ നിന്ന് രക്ഷപ്പെട്ടു പോകും. ഓക്കെ, പിന്നെ നിങ്ങളുടെ നാച്ചുറലൈസേഷൻ പീരീഡും കട്ട് ചെയ്യാണ്. ഇതാണ് മേജർ പോയിന്റ്. സാധാരണ ഒരു ഫോറിനറിന് ഇന്ത്യയിൽ സിറ്റിസൺ ആവണമെങ്കിൽ, ഓക്കെ, നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് എടുക്കണമെങ്കിൽ അദ്ദേഹം 11 വർഷം ഇന്ത്യയിൽ താമസിക്കണം. അതേസമയങ്ങളിൽ 2019 CAA പരിധി വരുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം താമസിച്ചാൽ മതി. അപ്പം നോർമൽ ഒരാൾ സിറ്റിസൺഷിപ്പ് എടുക്കണമെങ്കിൽ 5 വർഷം എടുക്കുന്നതിന് 11 വർഷം താമസിക്കുന്നതിന് പകരം നിങ്ങൾ 5 വർഷം താമസിച്ചാൽ മതി. യു ഓൺലി നീഡ് ടു സ്റ്റേ 5 years. ഇതാണ് ഏറ്റവും മേജർ റിലാക്സേഷൻ. ഒരു കാര്യം കൂടി ഇവിടെ ഞാൻ പഠിപ്പിച്ചു വെക്കുകയാണ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 അനുസരിച്ച് ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് ഈ പറയുന്ന ആൾക്കാർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത്? നാച്ചുറലൈസേഷൻ മെത്തേഡ് അനുസരിച്ചാണ്. ശ്രദ്ധിക്കുക, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 അനുസരിച്ച് ഈ 6 മതത്തിൽ ഏതിലെങ്കിലും പെടുന്ന, 3 രാജ്യത്തിൽ ഏതിലെങ്കിലും പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് ലഭിക്കുന്നത് ഏത് പ്രോസസ്സ് വഴിയാണ്? നാച്ചുറലൈസേഷൻ പ്രോസസ്സ്. അപ്പോൾ CAA 2019 എന്ന് കാണുമ്പോൾ തന്നെ നാച്ചുറലൈസേഷൻ പ്രോസസ്സ് വഴിയാണ് ഇവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നത് എന്നുള്ളത് ആദ്യം ഓർക്കുക. സിറ്റിസൺഷിപ്പ് അക്വയർ ചെയ്യാൻ പല രീതികളുണ്ട് ഇന്ത്യയിൽ. അതിൽ ഇവർക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത് നാച്ചുറലൈസേഷൻ പ്രോസസ്സ് വഴിയാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് റിലാക്സേഷൻ എന്താ? സാധാരണ പുറത്തുനിന്ന് വരുന്ന ഒരു ആൾക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കണമെങ്കിൽ, നാച്ചുറലൈസേഷൻ വഴി പൗരത്വം ലഭിക്കണമെങ്കിൽ അയാൾ 11 വർഷം ഇന്ത്യ താമസിക്കണം. CAA 2019 പരിധി വരുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം താമസിച്ചാൽ മതി. ഇത് ക്ലിയർ ആയിട്ട് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് അമെൻഡഡ് സിറ്റിസൺഷിപ്പ് റൂൾസ് 2009 ആൻഡ് നോട്ടിഫൈഡ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾസ് 2024 ടു എൻഫോഴ്സ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ലേറ്റസ്റ്റ് ഒരു കറണ്ട് അഫെയർ ആണ്. മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് എന്ത് കൊണ്ടുവന്നിട്ടുണ്ട്? സിറ്റിസൺഷിപ്പ്
അമെൻമെൻറ്റ് റൂൾസ് ഓഫ് 2024. 2009 റൂളിനെ ഇതൊന്ന് അമെൻഡ് ചെയ്തിരിക്കുകയാണ്. ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾ ഓഫ് 2024 എന്തിനാണ് കൊണ്ടുവന്നേക്കുന്നത്? 2019 CAA ജീവൻ നൽകാൻ വേണ്ടിയാണ്. 2019 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിന് കൂടുതൽ ഫോഴ്സ് കൊടുക്കാൻ വേണ്ടിയാണ് എന്തുകൊണ്ടിരിക്കുന്നത്? 2024 അമെൻമെൻറ്റ് റൂൾസ് കൊണ്ടുവന്നിരിക്കുന്നത്. നമ്മുടെ കറണ്ട് അഫയർ എന്താ? സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾ ഓഫ് 2024. എന്തിനു വേണ്ടിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്? 2019 വന്ന CAA കൂടുതൽ ഫോഴ്സ് കൊടുക്കാനും അതിൻ്റെ പ്രോപ്പർ എൻഫോഴ്സ്മെൻറ്റ് നടക്കാനും വേണ്ടി. ഓർത്തിരിക്കുക, ദിസ് ഇസ് അവർ കറണ്ട് അഫയർ. ഇനി കീ ഹൈലൈറ്റ്സ് ഓഫ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾസ് ഓഫ് 2024. ഇത് ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എലിജിബിലിറ്റി, നിങ്ങൾക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ആവാം രജിസ്ട്രേഷനിലൂടെ, നാച്ചുറലൈസേഷനിലൂടെ. യു ഷുഡ് ബി ഐദർ എ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ PIO ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളൊരു ഇന്ത്യൻ സിറ്റിസനെ കല്യാണം കഴിച്ചാൽ യു ആർ എ മൈനർ ചൈൽഡ് ഓഫ് ഇന്ത്യൻ സിറ്റിസൺ, എ പേഴ്സൺ ഹൂസ് പാരൻസ് ആർ രജിസ്റ്റേർഡ് ആസ് ആൻ ഇന്ത്യൻ സിറ്റിസൺ, എ പേഴ്സൺ ഓർ ഈതർ ഓഫ് ഹിസ് പാരൻസ് വാസ് എ സിറ്റിസൺഷിപ്പ് ഓഫ് ഇൻഡിപെൻഡൻറ്റ് ഇന്ത്യ. ഇത് ജനറൽ കാര്യങ്ങളാണ്. ഓക്കെ, ഇത് 2019 പരിധിയിൽ വരുന്നവർക്ക് മാത്രമല്ല, ജനറൽ കാര്യങ്ങളൂടെ ഇതിനകത്ത് പറയുന്നുണ്ട്. ക്വാളിഫിക്കേഷൻസ് ഫോർ സിറ്റിസൺഷിപ്പ് ബൈ നാച്ചുറലൈസേഷൻ, പ്രൂഫ് ഓഫ് നാഷണാലിറ്റി. നിങ്ങൾ എന്ത് ചെയ്യണം? ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് നാച്ചുറലൈസേഷൻ വഴി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ യു ഷുഡ് പ്രസന്റ് ആൻ അഫിഡവിറ്റ് വെരിഫൈങ് കറക്റ്റ്നെസ് ഓഫ് സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ഇൻ ആപ്ലിക്കേഷൻ ആൻഡ് ആൻ അഫിഡവിറ്റ് ബൈ ആൻ ഇന്ത്യൻ സിറ്റിസൺ ടു ടെസ്റ്റിഫൈ ദ ക്യാരക്ടർ ഓഫ് ആപ്ലിക്കൻറ്റ്. അപ്പോൾ നിങ്ങൾ നാച്ചുറലൈസേഷൻ വഴി നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ ഒരു ഇന്ത്യൻ തന്നെ നിങ്ങളുടെ ക്യാരക്ടറും സ്വഭാവവും ബിഹേവിയറും ഒക്കെ പ്രോപ്പർ ആണെന്ന് സർട്ടിഫൈ ചെയ്ത് നൽകണം. ഇത് ഞാൻ പറയുന്നത് ജനറൽ നാച്ചുറലൈസേഷൻ്റെ പ്രോസസ് ആട്ടോ. ഇപ്പോൾ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾ 2024 എന്ന് പറയുമ്പോൾ അതിനകത്ത് CAA 2009 കാര്യം മാത്രമല്ല പറയുന്നത്, ജനറൽ കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ജനറൽ നാച്ചുറലൈസേഷൻ്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഓക്കെ, ആപ്ലിക്കൻസ് ക്യാൻ പ്രൊവൈഡ് 20 ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആസ് എ പ്രൂഫ്. ഇന്ത്യയിലേക്ക് കയറുമ്പോൾ അവർക്ക് യൂസ് ചെയ്യാവുന്ന പ്രൂഫ്, അവർക്ക് ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് കിട്ടാൻ ഉപയോഗിക്കാവുന്ന പ്രൂഫ് വിസ ആയിക്കോട്ടെ, റെസിഡൻഷ്യൽ പെർമിറ്റ് ആയിക്കോട്ടെ, സെൻസസ് സ്ലിപ്പ് ആയിക്കോട്ടെ, ആധാർ കാർഡ് ആയിക്കോട്ടെ. പിന്നെ ഇന്ത്യയിൽ എന്തില്ല? ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇല്ല. നിങ്ങൾ ഇന്ത്യയുടെ സിറ്റിസൺ ആണെങ്കിൽ വേറൊരു രാജ്യത്തിൻ്റെ സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് പാടില്ല. യു ക്യാൻ ഐദർ ബി എ സിറ്റിസൺ ഓഫ് ഇന്ത്യ ഓർ എനി അനദർ സ്റ്റേറ്റ്. രണ്ടുകൂടെ ഒരുമിച്ച് പറ്റത്തില്ല. അതുകൊണ്ട് വി ഷുഡ് ഡിക്ലെയർ സെയിങ് സിറ്റിസൺഷിപ്പ് ഓഫ് ഹിസ് കൺട്രി ഷാൽ സ്റ്റാൻഡ് റിനൗൺസ് ഇറവോക്കബിളി ഇഫ് ആപ്ലിക്കേഷൻ ടു ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഈസ് അപ്രൂവ്ഡ്. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺഷിപ്പിന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വേറെ രാജ്യത്തിൽ സിറ്റിസൺഷിപ്പ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ത്യജിക്കണം. നമ്മൾ ഡിക്ലറേഷൻ എഴുതി കൊടുക്കണം. നമ്മൾ ഇന്ത്യൻ സിറ്റിസൺ ആവുന്നതോടുകൂടെ നമ്മുടെ മറ്റ് രാജ്യത്തെ സിറ്റിസൺഷിപ്പ് നമ്മൾ റിവോക്ക് ചെയ്യുന്നു നമ്മൾ ഡിക്ലെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ അതോറിറ്റി ടു വിച്ച് ആപ്ലിക്കേഷൻ മേ ബി ബേഡ്, ഇത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കണം. സെക്ഷൻ 6B ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ഇതനുസരിച്ച് എങ്ങനെയാണ് ഈ പറയുന്ന നാച്ചുറലൈസേഷൻ വഴി സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്? ആദ്യം ആപ്ലിക്കേഷൻ ഷാൽ ബി സബ്മിറ്റഡ് ഇൻ ഇലക്ട്രോണിക് ഫോം to empowered committee through district level committee as notified by central government. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണ്? ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ അടുത്ത സ്ലൈഡിൽ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ഒരു ആപ്ലിക്കൻ്റ് എന്ത് ചെയ്യണം? സെക്ഷൻ 6B അനുസരിച്ച് ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ഏത് ഫോമിൽ? ഇലക്ട്രോണിക് ഫോമിൽ ഒരു ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നു. ഇത് ആദ്യം ആർക്കാണ് പോകുന്നത്? ഡിസ്ട്രിക്റ്റ് ലെവൽ കമ്മിറ്റിയിലേക്ക് പോകും. ഡിസ്ട്രിക്റ്റ് ലെവൽ കമ്മിറ്റിയിൽ നിന്ന് ഇത് എങ്ങോട്ട് പോകും സ്റ്റുഡൻസ്? ഒരു എംപവേർഡ് കമ്മിറ്റിയിലേക്ക് പോകും. ഇങ്ങനെയാണ് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അപ്പം നിങ്ങൾ ആദ്യം സെക്ഷൻ 6B അനുസരിച്ച്, സെക്ഷൻ 6B ഈസ് അണ്ടർ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. അപ്പം 1955 സെക്ഷൻ 6B അനുസരിച്ച് ഒരു ആപ്ലിക്കൻ്റ് എന്ത് ചെയ്യണം? ഇലക്ട്രോണിക് ഫോമിൽ ആദ്യം ആപ്ലിക്കേഷൻ DLCക്ക് അയക്കണം. DLC അത് എംപവേർഡ് കമ്മിറ്റിക്ക് അയക്കും. നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് വേണമെങ്കിൽ നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത്? സെക്ഷൻ 6B ഉപയോഗിച്ചാണ് അപ്ലിക്കേഷൻ ചെയ്യേണ്ടത്. ഓക്കെ, സെക്ഷൻ 6B ഏത് ആക്ട് അനുസരിച്ചുള്ളതാണ്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. അപ്പോൾ ഒന്നുകൂടെ ഞാൻ വരയ്ക്കാം. നിങ്ങളൊരു ആപ്ലിക്കൻ്റ് ആണെങ്കിൽ, ഇഫ് യു ആർ ആൻ ആപ്ലിക്കൻ്റ്, നിങ്ങൾ എങ്ങനെ അപ്ലൈ ചെയ്യാൻ പോകുന്നത്? നിങ്ങൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് സെക്ഷൻ 6B ആണ്. ഏത് ആക്ടിലാണ് സെക്ഷൻ 6B കിടക്കുന്നത്? 1955 സിറ്റിസൺഷിപ്പ് ആക്ട്. അപ്പം നിങ്ങൾ സെക്ഷൻ 6B അനുസരിച്ച് ഇലക്ട്രോണിക് ഫോമിൽ ആപ്ലിക്കേഷൻ വിടുന്നു. ആർക്ക്? ഡിസ്ട്രിക്റ്റ് ലെവൽ കമ്മിറ്റിക്ക്. ഡിസ്ട്രിക്റ്റ് ലെവൽ കമ്മിറ്റിയിൽ നിന്ന് അത് എങ്ങോട്ട് പോകുന്നു? എംപവേർഡ് കമ്മിറ്റി. ക്ലിയർ? ഇത്ര അറിഞ്ഞാൽ മതി. ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അണ്ടർ സെക്ഷൻ 6B ഓഫ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955,
ആപ്ലിക്കേഷൻ ഷാൽ ബി സബ്മിറ്റഡ് ഇൻ ഇലക്ട്രോണിക് ഫോം ടു എംപവേർഡ് കമ്മിറ്റി ത്രൂ ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി ആസ് നോട്ടിഫൈഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് മനസ്സിലാക്കുക. 6B എന്നുള്ളത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 വരുന്നത്. ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് അപ്ലൈ ചെയ്യേണ്ടത്. ആപ്ലിക്കേഷൻ ഇലക്ട്രോണിക് ഫോമിലാവണം. ആദ്യം DLC പോകും, DLCയിൽ നിന്നത് എംപവേർഡ് കമ്മിറ്റിയിലേക്ക് പോകും. ക്ലിയർ? അപ്പോൾ ഇനിയും ഒരു റിലാക്സേഷൻ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു 2019 സിറ്റിസൺഷിപ്പ് ആക്ടിൽ വരുന്നവർക്ക് ഒത്തിരി അധികം റിലാക്സേഷൻ കിട്ടും. ഇവർക്ക് ഷെഡ്യൂൾ 1A റിലാക്സേഷൻ കിട്ടുകയാണ്. അപ്പോൾ നമ്മൾ കുറേ കാര്യങ്ങൾ പഠിച്ചു. അത് ഞാൻ അവസാനം സമ്മപ്പ് ചെയ്യാം. ഷെഡ്യൂൾ 1A ഓഫ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ഈസ് ബീയിങ് റിലാക്സ്ഡ്. ഓക്കെ. അപ്പോൾ ഷെഡ്യൂൾ 1A എന്ന് പറഞ്ഞാൽ എന്താ സ്റ്റുഡൻസ്? നിങ്ങളൊരു സിറ്റിസൺഷിപ്പ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ കുറച്ച് ഡോക്യുമെൻറ്റ്സ് നിങ്ങൾ സബ്മിറ്റ് ചെയ്യണം. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെ കേസിലും ഈ പറയുന്ന 2019 പരിധി വരുന്ന ആൾക്കാർക്ക് റിലാക്സേഷൻ ഉണ്ട്. ഷെഡ്യൂൾ 1A is a list of documents that can be used to prove that an applicant or their ancestors are from these countries. അതായത് നിങ്ങൾ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ ബംഗ്ലാദേശിൽ നിന്നോ ഉള്ള ആൾക്കാരാണെന്ന് തെളിയിക്കണ്ടേ? 2019 CAയിൽ ഇതല്ലേ പറയുന്നത്. അപ്പോൾ ഇതാണെന്ന് നിങ്ങൾ തെളിയിക്കാൻ നിങ്ങൾക്ക് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണ്ടേ? ഞാൻ അഫ്ഗാനിസ്ഥാൻകാരനാണ്, ഞാൻ പാകിസ്ഥാൻകാരനാണ്, അല്ലെങ്കിൽ ഞാൻ ബംഗ്ലാദേശുകാരനാണ്, എൻ്റെ മതം ഹിന്ദുയിസമോ ക്രിസ്ത്യാനിറ്റിയോ പാർസിയോ ബുദ്ധിസ്റ്റോ ജൈനോ ആണെന്ന് തെളിയിക്കണ്ടേ? അതിൻ്റെ ഡോക്യുമെൻ്റ് കാണിക്കണ്ടേ? ഈ ഡോക്യുമെൻ്റ് കാണിക്കണമെന്ന് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ടിലും പറയുന്നുണ്ട് ഷെഡ്യൂൾ 1A. പക്ഷേ പുതിയ റൂൾ അനുസരിച്ച്, നമ്മുടെ 24ൻ്റെ റൂൾ അനുസരിച്ച് ഇതിനകത്തും റിലാക്സേഷൻ കൊടുത്തേക്കുക. Okay, according to CAA rules, a birth or educational institution certificate, identity document of any kind, any license or certificate or land tenancy record, or any other document issued by the countries which proves the applicant was their citizen would serve as proof of citizenship. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കാണിച്ചാൽ മതി. നിങ്ങൾ എന്ത് ഐഡൻറ്റിറ്റി ഡോക്യുമെൻ്റ് ആയിട്ട് നിങ്ങളുടെ ലൈസൻസോ, ഇപ്പം ബംഗ്ലാദേശോ പാകിസ്ഥാനോ അല്ലെങ്കിൽ ബംഗ്ലാദേശോ അഫ്ഗാനിസ്ഥാനോ ഇഷ്യൂ ചെയ്ത ഏതെങ്കിലും ലൈസൻസോ, നിങ്ങളുടെ ഐഡൻറ്റിറ്റി ഡോക്യുമെൻറ്റോ, നിങ്ങളുടെ ലാൻഡിൻ്റെ റെക്കോർഡോ, ഇത് ഏതെങ്കിലും കാണിച്ചു കഴിഞ്ഞാൽ ദാറ്റ് വുഡ് ബി സഫിഷ്യൻറ്റ്. കാരണം നിങ്ങൾ ആ രാജ്യത്തിൽ നിന്നാണ് വരുന്നത്, ആ മതത്തിൽപ്പെട്ട ആളാണെന്ന് തെളിയിക്കേണ്ടത്. അപ്പോൾ ഇവർക്ക് ഈ ഏത് ഡോക്യുമെൻറ്റും ആക്സെപ്റ്റബിൾ ആണ്. Any document shows that either of parents or grandparents or great-grandparents of the applicant is or had been a citizen of one of 3 countries is also acceptable. ചിലപ്പം ഈ പെർസിക്യൂഷനൊക്കെ ഫേസ് ചെയ്ത് രക്ഷപ്പെട്ട് ഓടുമ്പോൾ ഈ ഡോക്യുമെൻ്റൊക്കെ നമ്മൾ വിട്ടുപോകും. അപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ ഈ രാജ്യത്തിലെ സിറ്റിസൺ ആണെന്നോ ഈ മതത്തിൽപ്പെട്ട ആളാണെന്നോ തെളിയിക്കാൻ പറ്റിയില്ലെങ്കിലും കുഴപ്പമില്ല. നിങ്ങളുടെ പാരൻസ് അവിടുത്തെ സിറ്റിസൺ ആണെന്ന് തെളിയിച്ചാൽ മതി, അല്ലെങ്കിൽ നിങ്ങളുടെ ഗ്രാൻഡ് പാരൻസ് അവിടുത്തെ സിറ്റിസൺ ആണെന്ന് തെളിയിച്ചാൽ മതി, അല്ലെങ്കിൽ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസ് അവിടുത്തെ സിറ്റിസൺ ആണെന്ന് തെളിയിക്കുന്ന ഡോക്യുമെൻ്റ് ആയാലും മതി. നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഇല്ലെങ്കിലും നിങ്ങളുടെ പാരൻറ്റോ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻറ്റോ സിറ്റിസൺ ആണ്, പാരൻറ്റോ ഗ്രാൻഡ് പാരൻറ്റോ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻറ്റോ സിറ്റിസൺ ആണെന്നുള്ള പ്രൂഫ് കാണിച്ചാലും മതി. അതാത് രാജ്യങ്ങളിലെ സിറ്റിസൺ ആയിരുന്നു എന്നുള്ളത് കാണിച്ചാൽ മതി. അപ്പം നിങ്ങളുടെ പാരൻസ് ആ രാജ്യത്തിലെ സിറ്റിസണാണ്, ആ മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങളും അത് തന്നെ ആവാനല്ലേ സാധ്യത. അപ്പം നിങ്ങളുടെ ഡോക്യുമെൻ്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ പാരൻസിൻ്റെയോ ഗ്രാൻഡ് പാരൻസിൻ്റെയോ ഗ്രേറ്റ് ഗ്രാൻഡ് പാരൻസിൻ്റെയോ ഡേറ്റ കാണിച്ചാലും മതി. ദ റിക്വയർമെൻറ്റ് ഓഫ് a certificate from an educational institution certifying that application knows one of the languages mentioned in 8th schedule of the constitution has also been done away with. അതായത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 ഷെഡ്യൂൾ 1A ഒരു റിക്വയർമെൻറ്റും ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇന്ത്യയിൽ സിറ്റിസൺഷിപ്പ് കിട്ടണമെങ്കിൽ 8th ഷെഡ്യൂളിലെ ഏതെങ്കിലും ഒരു ഭാഷ നിങ്ങൾക്ക് നിർബന്ധമാണ്. ഓക്കെ, 8th ഷെഡ്യൂളിലെ ഭാഷയാണ് മലയാളം ഉണ്ട്, അതിനകത്ത് ഹിന്ദി ഉണ്ട്, 22 ഭാഷകളുണ്ട്. 22 ഭാഷകളിൽ ഏതെങ്കിലും ഒരു ഭാഷ നമ്മൾ അറിയണം. നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആവണമെങ്കിൽ ഈ ഏതെങ്കിലും ഭാഷ അറിയണം. അപ്പം നേരത്തെ റൂൾ അനുസരിച്ച് ഈ പുതിയതായിട്ട് സിറ്റിസൺഷിപ്പ് അപ്ലൈ ചെയ്യുന്ന ആളാണെങ്കിൽ അയാൾക്ക് എന്ത് വേണം? ഏതെങ്കിലും ഒരു സ്കൂളിൽ നിന്ന് ഈ പറയുന്ന വ്യക്തിക്ക് ഈ പറയുന്ന 8th ഷെഡ്യൂളിൽ ഏതെങ്കിലും ലാംഗ്വേജ് അറിയാമെന്ന് അവർ സർട്ടിഫൈ ചെയ്ത് തരേണ്ടി വരും. പക്ഷേ 2019 CAയുടെ പരിധിയിൽ വരുന്നവർക്ക് ഇപ്പോൾ എന്ത് വേണ്ട? ഈ റിക്വയർമെൻറ്റ് വേണ്ട. അവർ സ്വന്തമായിട്ട് ഡിക്ലെയർ ചെയ്താൽ മതി. നോ മിയർലി എ ഡിക്ലറേഷൻ ടു ദാറ്റ് എഫക്ട് ആൻഡ് ദ എബിലിറ്റി ടു സ്പീക്ക് ലാംഗ്വേജ് വിൽ ബി ഇനഫ്. അപ്പോൾ ഇതിനു മുമ്പ് 8th ഷെഡ്യൂളിലെ ലാംഗ്വേജ് അറിയാമെന്നൊരു സ്കൂൾ സർട്ടിഫൈ ചെയ്ത് തരണമായിരുന്നു. സ്കൂള് സർട്ടിഫൈ ചെയ്ത് തരണമായിരുന്നു. ഇപ്പോൾ അത് ആവശ്യമില്ല. ഈ ആപ്ലിക്കൻ്റ് സ്വയമേ എഴുതി കൊടുത്താൽ മതി, എനിക്ക് ഈ ലാംഗ്വേജ് അറിയാം, എനിക്കിത് പറയാൻ പറ്റുമെന്ന് എഴുതി കൊടുത്താൽ മതി. സെൽഫ് ഡിക്ലറേഷൻ മതി. നേരത്തെ സ്കൂളിൻ്റെ ഡേറ്റ വേണം. ഓക്കെ, ഇനിയും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. ഈ സിറ്റിസൺഷിപ്പിന് എങ്ങനെയാണ് അപ്ലിക്കേഷൻ കൊടുക്കുന്നത്? സെക്ഷൻ 6B അനുസരിച്ചാണ്.
ഇലക്ട്രോണിക് ഫോമിലാണ്. ആദ്യം ഇത് DLCക്ക് പോകും, ഡിസ്ട്രിക്ട് ലെവൽ കമ്മിറ്റി പോകും, അവിടുന്ന് ഇത് എംപവേർഡ് കമ്മിറ്റി പോകും. ഏറ്റവും വലിയ ബോഡി എംപവേർഡ് കമ്മിറ്റിയാണ്. അപ്പോൾ DLCയിൽ ആരൊക്കെയുണ്ട്, എംപവേർഡ് കമ്മിറ്റിയിൽ ആരൊക്കെയുണ്ടെന്ന് നോക്കണം. DLCയിൽ ഡിസ്ട്രിക്ട് ഇൻഫർമേഷൻ ഓഫീസർ ഉണ്ട്, അല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ഇൻഫർമാറ്റിക് ഓഫീസർ ഉണ്ട്, അസിസ്റ്റന്റ് ഓഫ് ദ കൺസേൺ ഡിസ്ട്രിക്ട്, എ നോമിനി ഓഫ് സെൻട്രൽ ഗവൺമെന്റ്, പിന്നെ 2 invitees ടു ദ കമ്മിറ്റി വിൽ ബി എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ ഡിസ്ട്രിക്ട് കളക്ടേഴ്സ് ഓഫീസ് നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് നായിബ് തഹസിൽദാർ ഇക്വലന്റ് ആൻഡ് ദ ജൂറിസ്ഡിക്ഷൻ സ്റ്റേഷൻ മാസ്റ്റർ ഓഫ് ദ റെയിൽവേസ്. ഇത് സ്ലൈഡിലുണ്ടാവും. ഇത് ഞാൻ വായിച്ചു വിട്ടിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. DLCയിൽ ഈ പറഞ്ഞ ആൾക്കാരായിരിക്കും ഉണ്ടാവുന്നത്. ഇനി എംപവേർഡ് കമ്മിറ്റിയിൽ ആരൊക്കെ ഉണ്ടാവും? ആൻ ഓഫീസർ സബ്സിഡറി ഇന്റലിജൻസ് ബ്യൂറോ അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. ഇന്റലിജൻസ് ബ്യൂറോയിൽ ഒരു ഓഫീസർ കാണും, ഓഫ് ദ റാങ്ക് ഓഫ് ഡെപ്യൂട്ടി സെക്രട്ടറി ഓർ അബോ. ഡെപ്യൂട്ടി സെക്രട്ടറിയോ അതിൻ്റെ മുകളിലുള്ള ആൾ. FRRO ഉണ്ടാവും, ഹി വുഡ് ബി എ മെമ്പർ. ഓക്കെ, ഫോറിൻ റീജിയണൽ രജിസ്ട്രേഷൻ ഓഫീസർ ഉണ്ടാവും. പിന്നെ സ്റ്റേറ്റ് ഇൻഫർമാറ്റിക് ഓഫീസർ ഓഫ് ദ നാഷണൽ ഇൻഫർമാറ്റിക് സെൻറ്റർ അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ കമ്മീഷൻ. ദ പോസ്റ്റ് മാസ്റ്റർ ജനറൽ അണ്ടർ ദ യൂണിയൻ മിനിസ്ട്രി ഓഫ് കമ്മ്യൂണിക്കേഷൻസ്. റെപ്രസെൻറ്റേറ്റീവ് ഈച്ച് ഫ്രം സ്റ്റേറ്റ്, ഹോം ഡിപ്പാർട്ട്മെൻറ്റ് ആൻഡ് റെയിൽവേ ടു ബി ഇൻവൈറ്റീസ് ഓഫ് ദ കമ്മിറ്റി. അപ്പോൾ ആരൊക്കെ ഉണ്ടെന്നും ആരൊക്കെ ഇൻവൈറ്റീസ് ഉണ്ടെന്നും നിങ്ങൾ മനസ്സിലാക്കണം. ഓക്കെ, ഇത് ഞാൻ പെട്ടെന്ന് പറഞ്ഞു വിട്ടു, പക്ഷേ സ്ലൈഡ്സിൽ നിന്ന് നിങ്ങൾ വായിച്ചു വിട്ടണം, ചോദ്യം വരാം. ക്ലിയർ? അപ്പം നമ്മൾ കാര്യങ്ങൾ ക്ലാരിറ്റിയിൽ പഠിച്ചു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. തിങ്സ് റിലേറ്റഡ് ടു CAA 2019. അപ്പം നമ്മൾ സിറ്റിസൺഷിപ്പിൻ്റെ ബേസിക് നോക്കി, സെക്ഷൻ 6A ഓഫ് ആസാം അക്കോർഡ് നമ്മൾ നോക്കി, പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ CAA 2019 നോക്കി. CAA 2019-നകത്ത് നമ്മൾ എന്തൊക്കെ നോക്കി? ഇതിൻ്റെ ക്രൈറ്റീരിയ നോക്കി, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾ ഓഫ് 2024 നോക്കി, അതിനകത്ത് വന്ന റിലാക്സേഷൻസ് എല്ലാം നോക്കി. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു മിനിറ്റ് കഴിഞ്ഞ് അടുത്ത സ്ലൈഡിൽ ഞാൻ ഇതെല്ലാം ഒന്ന് റിവൈസ് ചെയ്ത് കാണിക്കുന്നതായിരിക്കും. ഓക്കെ, ദെൻ വി വിൽ മൂവ് ഓൺ ടു ദ നെക്സ്റ്റ് കറണ്ട് അഫയേഴ്സ്. അപ്പോൾ നമ്മൾ ഇത്രയും നേരം ചെയ്ത കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്യാം. നമ്മൾ ചെയ്ത കാര്യം എന്താണ്? സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള കറണ്ട് അഫെയർ ആണ് നമ്മൾ കവർ ചെയ്തത്. ഓക്കെ, സിറ്റിസൺഷിപ്പിനെ പറ്റി പരാമർശം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലും ഉണ്ട്, ആർട്ടിക്കിൾ 5 to ആർട്ടിക്കിൾ 11. പിന്നെ ഇതിനെപ്പറ്റി മേജറായിട്ടുള്ള പരാമർശം എവിടെ വരുന്നത്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. ഇതാണ് നമ്മൾ ആദ്യം പഠിച്ചത്. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചത് സ്റ്റുഡൻസ്? സിറ്റിസൺഷിപ്പിൻ്റെ 2 പ്രിൻസിപ്പിൾസ് പഠിച്ചു, ജസ്റ്റ് സൊലയും ജസ് സാങ്വിനസും. ഇത് രണ്ടും നമ്മൾ നോക്കി. പിന്നെ നമ്മൾ പോയത് നേരെ സെക്ഷൻ 6A, ഇതിനെ പറ്റിയുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ ചെയ്തത്. സെക്ഷൻ 6A എന്തുമായിട്ട് റിലേറ്റഡ് ആണ് സ്റ്റുഡൻസ്? അസാം അക്കോർഡുമായിട്ട് റിലേറ്റഡ് ആണ്. ഇറ്റ് ഇസ് റിലേറ്റഡ് ടു അസാം അക്കോർഡ്. ഇത് നമ്മൾ പഠിച്ചിരുന്നു. ഓക്കെ, സെക്ഷൻ 6A നിങ്ങൾ ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇപ്പോൾ ശ്രദ്ധിക്കുക. സെക്ഷൻ 6A ഏത് ആക്ടിൽ സെക്ഷൻ 6A ആണ്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. ഇതിൻ്റെ തന്നെ സെക്ഷൻ 6A. ഓക്കെ, സെക്ഷൻ 6A ഓഫ് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ഓക്കെ, ഈ സെക്ഷൻ 6A ആഡ് ആയത് എപ്പോഴാണ്? അസാം അക്കോർഡ് വന്നപ്പോഴാണ് 6A നമ്മൾ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 ആഡ് ചെയ്തത്. അപ്പോൾ ആദ്യം സിറ്റിസൺഷിപ്പ് എന്താണെന്ന് നോക്കി, അതിൻ്റെ പ്രൊവിഷൻസ് എവിടെ കിടക്കുന്നതെന്ന് നോക്കി, 2 പ്രിൻസിപ്പിൾസ് നോക്കി, ജസ് സൊലയും ജസ് സാങ്വിനസും. സെക്ഷൻ 6A നമ്മൾ പഠിച്ചു, ഇറ്റ് ഇസ് റിലേറ്റഡ് ടു അസാം അക്കോർഡ്. അസാം അക്കോർഡ് വന്നപ്പോഴാണ് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 നമ്മൾ സെക്ഷൻ 6A ഇൻസേർട്ട് ചെയ്തത്. അപ്പോൾ സെക്ഷൻ 6A ഇൻസേർട്ടഡ് ആയത് ഏത് വർഷമാണ്? 1985 ഓർത്തിരിക്കുക. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ ക്ലാരിഫൈ ചെയ്ത് പഠിച്ചു. ഇതിന് ശേഷം ബാക്കി എന്താണ് സ്റ്റുഡൻസ് ഉള്ളത്? ഇനി നമ്മൾ പഠിച്ചത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2019. ഇതാണ് അടുത്ത കറണ്ട് അഫെയർ നമ്മൾ നോക്കിയത്. ഇതിനകത്ത് നമ്മൾ നോക്കിയത് 6 മതങ്ങളിൽപ്പെട്ട ആളാണ്, 3 റിലീജിയനിൽ പെട്ട ആളാണ്, അല്ല 3 നേഷൻസ് അല്ലെങ്കിൽ സ്റ്റേറ്റിൽ പെട്ട ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. അത് അല്ലെങ്കിൽ സിറ്റിസൺഷിപ്പ് എളുപ്പമാവും എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. ഇതാണ് CAA, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019. 6 മതങ്ങൾ നമ്മൾ നോക്കിയിരുന്നു: ഹിന്ദുയിസം, ബുദ്ധിസം, സിഖിസം, പാർസി, ക്രിസ്ത്യൻ, എക്സെട്ര എക്സെട്ര. ഓക്കെ, ഈ മതത്തിൽപ്പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടും. ഓക്കെ, ഹിന്ദുസം, ബുദ്ധിസം, സിഖിസം, പാഴ്സി, ക്രിസ്ത്യൻ, ജെയിൻ, 6 മതം. 3 രാജ്യങ്ങൾ ഏതാണ്? ബംഗ്ലാദേശ്, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ. ഓക്കെ, നിങ്ങൾക്ക് എളുപ്പത്തിൽ സിറ്റിസൺഷിപ്പ് കിട്ടും.
പിന്നെ ഞാൻ പറഞ്ഞു ഏത് പ്രോസസ്സിലൂടെയാണ് നിങ്ങൾക്ക് സിറ്റിസൺഷിപ്പ് കിട്ടുന്നത്? നാച്ചുറലൈസേഷൻ വഴിയാണ്. സാധാ കേസിൽ ഒരാൾ 11 വർഷം ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം. ഈ പറയുന്ന സിറ്റിസൺഷിപ്പ് ആക്ട് 2019 പെട്ടവരാണെങ്കിൽ, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 2019 പെട്ടവരാണെങ്കിൽ നിങ്ങൾക്ക് 5 വർഷം മാത്രമേ സ്റ്റേ ചെയ്താൽ മതി. ഇതാണ് റിലാക്സേഷൻ. ഓക്കെ. പിന്നെ ഞാൻ നിങ്ങളെ എന്താ പഠിപ്പിച്ചത്? ഈ 2019 CAAക്ക് ജീവൻ നൽകാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? വി ബ്രോട്ട് അബൌട്ട് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾസ്. സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾസ് വന്നത് ഏത് വർഷമാണ്? 2024. ഓക്കെ, ക്ലിയർ? അപ്പം നേരത്തെ നമുക്ക് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾ, സിറ്റിസൺഷിപ്പ് റൂൾ ഉണ്ടായിരുന്നത് 2009. അതിനെ അമെൻഡ് ചെയ്ത് 2024 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂൾ കൊണ്ടുവന്നു. ഇതും റിലേറ്റഡ് ഏത് സിറ്റിസൺഷിപ്പ് ആക്ടുമായിട്ട് റിലേറ്റഡാ? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 റിലേറ്റഡ് ആയിട്ടാണ്. 1955 സിറ്റിസൺഷിപ്പ് ആക്ടിനെ തന്നെയാണ് ഇവിടെയും ഈ റൂള് പ്രതിപാദിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ക്ലിയറായി. ഓക്കെ, ഈ സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് റൂള് പഠിച്ചപ്പോൾ നമ്മൾ കുറേ കാര്യം പഠിച്ചു. അതിനകത്ത് ഒരു കാര്യം നമ്മൾ പഠിച്ചത് സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് 1955 തന്നെ സെക്ഷൻ 6B ആണ്. സെക്ഷൻ 6B നമ്മളോട് എന്താ പറഞ്ഞു തരുന്നത്? എങ്ങനെയാണ് നാച്ചുറലൈസേഷന് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്? അപ്പോൾ നമ്മൾ പഠിച്ചു, ഒരു ആപ്ലിക്കൻ്റ് സെക്ഷൻ 6B അനുസരിച്ച് ഇലക്ട്രോണിക് ഫോർമാറ്റിൽ അപേക്ഷ ഡിസ്ട്രിക്റ്റ് ലെവൽ കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നു. ഡിസ്ട്രിക്റ്റ് ലെവൽ കമ്മിറ്റി അത് എംപവേർഡ് കമ്മിറ്റിക്ക് സമർപ്പിക്കുന്നു. ഇത്തരം കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ഇനി എക്സ്ട്രാ ഒരു കാര്യം കൂടെ മാത്രമേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ, സെക്ഷൻ 1A. ഈ സെക്ഷൻ 1A എന്തിൻ്റെ സെക്ഷൻ 1A? സെക്ഷൻ 1A ഓഫ് 2019 സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. സെക്ഷൻ 1A എന്തിനെ പറ്റി മാത്രമാണ് പറയുന്നത്? ഡോക്യുമെൻസിനെ പറ്റിയാണ് പറയുന്നത്. ഏതൊക്കെ ഡോക്യുമെൻ്റ് നിങ്ങൾ സമർപ്പിക്കണം സിറ്റിസൺഷിപ്പ് കിട്ടാൻ. ഓക്കെ, അപ്പോൾ ഇത് റിലാക്സ് ചെയ്തിട്ടുണ്ടെന്ന് നമ്മൾ പറയുന്നു. അപ്പോൾ 2019 CAAയിലെ സെക്ഷൻ 1Aയും ഇപ്പം നമ്മൾ റിലാക്സ് ചെയ്തേക്കുക. പുതിയ റൂളുകൾ അനുസരിച്ച് ഈ സെക്ഷനിൽ നമ്മൾ റിലാക്സേഷൻ കൊടുത്തിരിക്കുകയാണ്. അപ്പം ഈ അഫ്ഗാനിസ്ഥാനോ ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ വരുന്ന ആളാണെങ്കിൽ നിങ്ങൾക്ക് സെക്ഷൻ 1Aയിലും റിലാക്സേഷൻ വരുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കണം, സെക്ഷൻ 6B ആണെങ്കിലും സെക്ഷൻ 6A ആണെങ്കിലും ഇത് രണ്ടും ഏത് ആക്റ്റുമായിട്ട് റിലേറ്റഡാ? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. പക്ഷേ സെക്ഷൻ 1A നമ്മൾ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് റിലേറ്റഡ് ടു 2019 കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട്. അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെൻറ്റ് ആക്ട് അല്ല, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട്. ഇത് വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ക്ലിയർ? അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തു എന്നൊന്നേ ഉള്ളൂ. ലെറ്റ്സ് മൂവ് ഫോർവേഡ് സ്റ്റുഡൻസ്. അപ്പം നമ്മൾ സിറ്റിസൺഷിപ്പിൻ്റെ ബേസിക് നോക്കി, സെക്ഷൻ 6A നോക്കി, സിറ്റിസൺഷിപ്പ് അമെൻമെൻറ്റ് ആക്ട് ഓഫ് 2019 നോക്കി, അതിനകത്ത് വരുന്ന സെക്ഷൻ 1A നോക്കി, പിന്നെ ഇതിൻ്റെ കൂടാതെ സിറ്റിസൺഷിപ്പ് ആക്ട് 1955 സെക്ഷൻ 6B നോക്കി. ഓക്കെ, കൺഫ്യൂസ്ഡ് ആവേണ്ട, ഓൾറെഡി ഞാൻ ക്ലിയർ ആയിട്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് ചോദ്യമായിട്ട് വരുന്ന 2 കാര്യങ്ങളാണ് നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്, പിന്നെ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഇത് രണ്ടും തമ്മിൽ കണക്ഷൻ ഉണ്ട്, ബട്ട് ബോത്ത് ആർ ഡിഫറെൻറ്റ്. അപ്പോൾ ഇതിൽ കുട്ടികൾക്ക് നോർമലി കൺഫ്യൂഷൻ ഉണ്ടാവാറുണ്ട്. ഐ വിൽ ട്രൈ ടു മേക്ക് ദിസ് തിങ് സിമ്പിൾ. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് NRCയിൽ നിന്ന് തുടങ്ങാം. വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് NRC? ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ വെരിഫൈഡ് റെക്കോർഡ് ഓഫ് ഓൾ സിറ്റിസൺസ് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിച്ച് ആർ സെറ്റ് ടു എസ്റ്റാബ്ലിഷ് ക്ലെയിം ടു സിറ്റിസൺഷിപ്പ്. അതായത് ഈ പറയുന്ന ഒരു രജിസ്ട്രി എന്തിനാണ് യൂസ് ചെയ്യുന്നത്? നിങ്ങൾ ഇന്ത്യൻ സിറ്റിസൺ ആണോ ഇല്ലയോ എന്ന് തെളിയിക്കാൻ വേണ്ടിയാണ്. ഇറ്റ് ഈസ് ഫോർ പ്രൂവിങ് യുവർ സിറ്റിസൺഷിപ്പ്. നിങ്ങളുടെ ക്ലെയിം ടു സിറ്റിസൺഷിപ്പിനെ ജസ്റ്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു രജിസ്ട്രി നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്, നാഷണൽ രജിസ്റ്റർ ഓഫ് സിറ്റിസൺസ്. ഇതിൻ്റെ ഉദ്ദേശം എന്താ? സിറ്റിസൺസിനെ കണ്ടെത്തുക, നോൺ സിറ്റിസൺസിനെ പുറത്താക്കുക. ഇത് തന്നെയാണ് ഇതിൻ്റെ ഉദ്ദേശം. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഡെഫിനിഷൻ ഞാൻ പറഞ്ഞു, ഇറ്റ് ഈസ് എ റെക്കോർഡ് ഓഫ് ഓൾ ഇന്ത്യൻ സിറ്റിസൺസ് കണ്ടെയ്നിങ് ഡീറ്റെയിൽസ് ഓഫ് ഇൻഡിവിജ്വൽസ് വിച്ച് ആർ സെറ്റ് ടു എസ്റ്റാബ്ലിഷ് സിറ്റിസൺഷിപ്പ് ക്ലെയിം. സിറ്റിസൺ ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങളുടെ ക്ലെയിമിനെ ജസ്റ്റിഫൈ ചെയ്യുക. NPR എന്താ? നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ. ഇറ്റ് ഈസ് എ ലിസ്റ്റ് ഓഫ് യൂഷ്വൽ റെസിഡൻറ്റ് ഓഫ് എ കൺട്രി. അപ്പോൾ ഇവിടെ സിറ്റിസൺഷിപ്പ് അല്ല പറയുന്നത്, റെസിഡൻസ് എന്നാണ് പറയുന്നത്. NPRൽ എന്താ പറയുന്നത്? നിങ്ങളൊരു രാജ്യത്തെ റെസിഡൻ്റ് ആണോ? റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ സിറ്റിസൺ ആവാം, നോൺ സിറ്റിസൺ ആവാം, ഇവിടെ താമസിച്ചാൽ മാത്രം മതി. ഈ യൂഷ്വൽ റെസിഡൻ്റ് എന്ന് പറഞ്ഞാൽ നോർമലി 6 മാസം നിങ്ങൾ താമസിക്കുകയോ താമസിക്കാൻ ഇൻറ്റൻഷൻ കാണിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ യൂഷ്വൽ റെസിഡൻ്റ് ആണ്. അപ്പോൾ ഇതിനകത്ത് സിറ്റിസൺഷിപ്പ് ഐഡൻറ്റിഫൈ ചെയ്യാനല്ല നോക്കുന്നത്, നിങ്ങൾ ഇന്ത്യയിലെ റെസിഡൻ്റ് ആണോ എന്ന് അറിയാനാണ് നോക്കുന്നത്, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ സ്ഥലത്തെ റെസിഡൻ്റ് ആണോ എന്നാണ്
നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ ശ്രമിക്കുന്നു. ഇവിടെ സിറ്റിസൺഷിപ്പ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്നു, ഇവിടെ നിങ്ങൾ റെസിഡൻ്റ് ആണോ എന്ന് കാണാൻ ശ്രമിക്കുന്നുള്ളൂ. അപ്പോൾ ഈ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് സിറ്റിസൺസും വരും, നോൺ സിറ്റിസൺസും വരും. രണ്ട് തമ്മിലുള്ള ആദ്യത്തെ ഡിഫറൻസ് നമ്മൾ പഠിച്ചു. ഇനി ഇതിൻ്റെ ഒബ്ജക്റ്റീവ് നോക്കിയാൽ NRCയുടെ ഒബ്ജക്റ്റീവ് എന്താ? ടു ഡോക്യുമെൻറ്റ് ഓൾ ലീഗൽ സിറ്റിസൺസ് ഓഫ് ഇന്ത്യ സോ ദാറ്റ് ദ ഇല്ലീഗൽ ഇമിഗ്രൻസ് ക്യാൻ ബി ഐഡൻറ്റിഫൈഡ് ആൻഡ് ഡീപ്പോർട്ടഡ്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ലീഗൽ സിറ്റിസൺസിനെ കണ്ടുപിടിക്കുക, ഇല്ലീഗൽ സിറ്റിസൺസിനെ പുറത്ത് കളയുക. ഇതാണ് NRCയുടെ ഒബ്ജക്റ്റീവ്. NPRൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? ഇറ്റ് എയിംസ് ടു ക്രിയേറ്റ് എ കോംപ്രഹെൻസീവ് ഡേറ്റാബേസ് ഓഫ് ഓൾ റെസിഡൻസ് ഇൻ ദ കൺട്രി. ഇറ്റ് ഇസ് കമ്പൾസറി ഫോർ എവറി റെസിഡൻറ്റ് ടു രജിസ്റ്റർ. അപ്പോൾ ഇന്ത്യയിലുള്ള റെസിഡൻസ്, അത് ഏത് രാജ്യക്കാരായിക്കോട്ടെ, ഫോറിനർ ആയിക്കോട്ടെ, ഇന്ത്യക്കാരനായിക്കോട്ടെ, ജസ്റ്റ് ഈ രജിസ്റ്ററിൽ നിങ്ങൾ പാർട്ടാവണം. ഇറ്റ് ഇസ് കമ്പൾസറി. ക്ലിയർ? ഓക്കെ. അപ്പോൾ എല്ലാ റെസിഡൻസിൻ്റെ ഡേറ്റാബേസ് ആണ് NPR, എല്ലാ സിറ്റിസൺസിൻ്റെയും ഡേറ്റാബേസ് ആണ് എന്ത്? NRC. ക്ലിയർ? ഇനി ഇതിൻ്റെ ഹിസ്റ്ററിയും ലീഗൽ ബാക്കിങ്ങും കൂടെ നമ്മൾ നോക്കണം. NRC വാസ് കളക്റ്റഡ് ഡ്യൂറിങ് 1951 സെൻസസ്. അപ്പോൾ ആദ്യം NRC കളക്ട് ചെയ്യപ്പെട്ടത് 1951 സെൻസസിലാണ്, വിച്ച് വാസ് കണ്ടക്ട് അണ്ടർ ദ പ്രൊവിഷൻസ് ഓഫ് 1948 സെൻസസ് ആക്ട്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. ആദ്യം ഒരു NRC നടന്നിട്ടുണ്ട് 1951 സെൻസസിനോടനുബന്ധിച്ച്. ഇത് ഏത് ആക്ടിൻ്റെ ബാക്കിങ്ങിലാണ് നടന്നിരിക്കുന്നത്? 1948 സെൻസസ് ആക്ടിൻ്റെ ബാക്കിങ്ങിലാണ്. നമ്മൾ ഇപ്പം ന്യൂസിൽ കാണുന്ന NRCയും ഇതുമായിട്ട് റിലേഷൻ ഇല്ല. ബോത്ത് ആർ ഡിഫറെൻറ്റ്. ഇപ്പം ഞാൻ പറഞ്ഞു ആദ്യത്തെ NRC നടക്കുന്നത് 1951 സെൻസസിൻ്റെ കൂടെ. ഇത് ഏത് ആക്ടിൻ്റെ ബാക്കിങ്ങിലാണ് ഇത് നടന്നത്? 1948 സെൻസസ് ആക്ടിൻ്റെ ബാക്കിങ്ങിൽ. ഇതവിടെ കിടന്നോട്ടെ. ഓക്കെ, ഇറ്റ് വാസ് കണ്ടക്ട്. ക്ലിയർ? ആസാമിൽ കണ്ടക്ട് ചെയ്തു. NRC ഹാസ് നോട്ട് ബീൻ അപ്ഡേറ്റഡ് ടിൽ ടുഡേ എക്സെപ്റ്റ് ഫോർ ആസാം. ഇപ്പം ഇത് നേഷൻ വൈഡ് NRC ആണെങ്കിൽ പുതിയൊരു NRC നടന്നിട്ടുണ്ട്. ഓക്കെ, അത് പക്ഷേ അസാമിന് മാത്രമേ നടന്നിട്ടുള്ളൂ. ഈ പഴയ NRC നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. ആകെ അപ്ഡേറ്റ് വന്നിരിക്കുന്നത് അസാമിന് മാത്രമാണ്. ഓക്കെ, അസാമിൽ അപ്ഡേറ്റ് നടന്നിട്ടുണ്ട് 2013-14. ഓക്കെ, അസാമിൽ ഇല്ലീഗൽ മൈഗ്രൻസ് വരുന്നു, പ്രശ്നങ്ങൾ നമ്മൾ കണ്ടു, അസാം അക്കോഡൊക്കെ നമ്മൾ കണ്ടു. അത് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾ NRCയെ കണ്ടാൽ മതി. അപ്പോൾ അസാമിൽ ഇല്ലീഗൽ ഇമിഗ്രൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് ഒരു ആവശ്യമാണ്. അതുകൊണ്ട് അസാമിൽ മാത്രം എന്ത് നടന്നു? ഒരു NRC നടന്നു. അത് സുപ്രീം കോടതി ഇടപെട്ടിട്ടാണ് ഈ NRC നടക്കുന്നത്. ഓക്കെ, only after Supreme Court order, the National Register of Citizens exercise in Assam was carried under the Citizenship Act of 1955 and the Assam Accord of 1985. ഇത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ആദ്യം നടന്ന NRCയുടെ ബേസ് സെൻസസ് ആക്ട് ഓഫ് 1948 ആണ്. അസാമിൽ ഇപ്പം നമ്മൾ കാണുന്ന NRCയുടെ ലീഗൽ ബാക്കിംഗ് എന്താണ്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955. അപ്പോൾ നമ്മൾ ഒറിജിനൽ NRC ഇതുവരെ നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടില്ല. അത് ആസാമിന് മാത്രമേ ഒരു NRC നടന്നിട്ടുള്ളൂ. അത് നടന്നിരിക്കുന്നത് സിറ്റിസൺഷിപ്പ് ആക്ട് 1955 അനുസരിച്ചാണ്. കോടതിയുടെ ഇടപെടലോടുമാണ്. കോടതിയുടെ ഇൻ്റർഫിയറൻസിലൂടെയാണ് ഈ ഒരു NRC നടന്നിരിക്കുന്നത്. അപ്പോൾ ഒറിജിനൽ ഒരു NRC 1951 നടന്നിട്ടുണ്ട്. അതിൻ്റെ ലീഗൽ ബാക്കിംഗ് സെൻസസ് ആക്ട് ഓഫ് 1948 ആണ്. അതിനുശേഷം NRC ആകെ അപ്ഡേറ്റഡ് ആയിരിക്കുന്നത് അസാമിൽ മാത്രമാണ്. വേറെ ഇന്ത്യയിൽ എവിടെ NRC പിന്നെ അപ്ഡേറ്റഡ് ആയിട്ടില്ല, നടന്നിട്ടില്ല. അസാമിൽ നടക്കാൻ കാരണം എന്താണ്? സുപ്രീം കോടതിയുടെ ഓർഡറാണ്. ഓക്കെ, അപ്പം സുപ്രീം കോടതി ഇങ്ങനെ ഓർഡർ ചെയ്യാനുള്ള കാരണം എന്താ? അസാം അക്കോഡൊക്കെ നടന്നിട്ടുണ്ട്. ഓൾറെഡി അസാമിൽ നമ്മൾ ഇല്ലീഗൽ സിറ്റിസൺസിനെ ഇല്ലീഗലായിട്ടുള്ള മൈഗ്രൻസിനെ കണ്ടുപിടിക്കാനും പുറത്താക്കാനുള്ള ഒരു പ്രോസസ്സ് അവർ ഇനീഷ്യേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് അസാമിൽ മാത്രം NRC നടക്കുന്നത്. ഓക്കെ, അപ്പോൾ പഴയ NRCയും ഇതുമായിട്ട് ഡിഫറൻസ് ഉണ്ട്. പഴയ NRCയുടെ ലീഗൽ ബാക്കിംഗ് സെൻസസ് ആക്ട് ഓഫ് 1948 ആണ്. ഇപ്പം നമ്മൾ അസാമിൽ കാണുന്ന പുതിയ NRC 2013-14 നടന്ന NRCയുടെ ലീഗൽ ബാക്കിംഗ് എന്താണ്? അത് സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ആണ്. രണ്ടും വ്യത്യാസമുണ്ട്. ദ എക്സസൈസ് വാസ് ഓൾസോ ഗൈഡഡ് ബൈ ദ സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ ആൻഡ് ഇഷ്യൂ ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് റൂൾസ് ഓഫ് 2003. അപ്പോൾ ഈ ഒരു റൂൾസ് അനുസരിച്ചും കൂടെയാണ് ഈ എക്സസൈസ് നടന്നിരിക്കുന്നത്. അപ്പം ഞാൻ പറയുകയാണെങ്കിൽ 1951 ഒരു NRC നടന്നു. അതിൻ്റെ ലീഗൽ ബാക്കിംഗ് സെൻസസ് ആക്ട് ഓഫ് 1948. പിന്നെ നമുക്ക് എന്തുണ്ട്? അസാമിൽ 2013-14 അസാമിൽ മാത്രമായിട്ട് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് അല്ലെങ്കിൽ ഒരു NRC നടന്നു. ഓക്കെ, ഇതിൻ്റെ ലീഗൽ ബാക്കിംഗ് എന്താ? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 പിന്നെ ഈ കാണുന്ന സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ ആൻഡ് ഇഷ്യൂ ഓഫ് നാഷണൽ ഐഡൻറ്റിറ്റി കാർഡ് റൂൾസ് 2003.
അപ്പോൾ ഇതെൻ്റെ ലീഗൽ ബാക്കിംഗ് വേറെ. ഇപ്പോൾ 1951 നടന്ന NRCയുടെ ലീഗൽ ബാക്കിംഗ് വേറെ, ഇതിൻ്റെ ലീഗൽ ബാക്കിംഗ് വേറെ. ഈ പുതിയ NRC നടക്കാനുള്ള കാരണം അസാം അക്കോർഡാണ്. അസാം അക്കോർഡിൽ ഓൾറെഡി പറയുന്നു നമുക്ക് ഇല്ലീഗൽ മൈഗ്രൻസിനെ കണ്ടുപിടിക്കണം, പുറത്താക്കണം, ഡീപ്പോർട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ സുപ്രീം കോടതിയുടെ ഇടപെടലിലൂടെയാണ് ഈ NRC നടന്നിരിക്കുന്നത്. ഇനി നമുക്ക് NPRലേക്ക് വരാം. ഇറ്റ് ഈസ് സപ്പോസ് ടു ബി പ്രിപ്പയർഡ് അറ്റ് ലോക്കൽ, വില്ലേജ്, സബ് ടൗൺ, ലോക്കൽ ലെവൽ, സബ് ആൻഡ് നാഷണൽ ലെവൽ. 3 ലെവലിൽ നടക്കും. ലോക്കൽ ലെവലിലും സബ് ലെവലിലും ആൻഡ് സബ് നാഷണലും നാഷണൽ ലെവലിലും. ഒന്നുകൂടെ പറയാം, NRC എങ്ങനെ നടക്കും? ലോക്കൽ ലെവലിൽ നടക്കും, സബ് നാഷണൽ ലെവലിൽ നടക്കും, നാഷണൽ ലെവലിൽ നടക്കും. ലോക്കൽ എന്ന് പറയുമ്പോൾ വില്ലേജ് ആൻഡ് സബ് ടൗൺ ആണ്. ഓക്കെ, ഇറ്റ് ഈസ് ഓൾസോ അണ്ടർ ദ സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 ആൻഡ് സിറ്റിസൺഷിപ്പ് രജിസ്ട്രേഷൻ ഓഫ് സിറ്റിസൺസ് ആൻഡ് ഇഷ്യൂ ഓഫ് ഐഡന്റിറ്റി കാർഡ് റൂൾസ് ഓഫ് 2003. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, അസാമിൽ 2013-14 നടന്ന NRCയുടെയും NPRൻ്റെയും ലീഗൽ ബാക്കിംഗ് ഒന്നാണ്. രണ്ടിൻ്റെയും ലീഗൽ ബാക്കിംഗ് എന്താണ്? സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 2003 സിറ്റിസൺഷിപ്പ് റൂളും. ഓക്കെ, ദ ഡേറ്റ ഫോർ NPR ഫസ്റ്റ് കളക്റ്റഡ് ബൈ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. ഇറ്റ് വാസ് expected to be repeated every 10 years. NPR data was first collected in 2010, preceding the census of 2011. അപ്പോൾ ആദ്യമായിട്ട് NPR കളക്ട് ചെയ്തത് 2011 സെൻസസിൻ്റെ ഒരു വർഷം മുമ്പാണ്, അതായത് 2010. ഓക്കെ, ലേറ്റസ്റ്റ് അപ്ഡേറ്റ്, എ ഡോർ ടു ഡേ സർവേ ഇൻ 2015 ഫർദർ അപ്ഡേറ്റഡ് ദ NPR ഡേറ്റ. അപ്പോൾ 2015 നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കുറച്ച് അപ്ഡേറ്റ്സും NPR നടത്തുന്നുണ്ട്. അപ്പോൾ NPR എന്താണ്? റെസിഡൻസിൻ്റെ ഡേറ്റയാണ് എടുക്കുന്നത്, സിറ്റിസൺസിൻ്റെ ഡേറ്റയല്ല. റെസിഡൻസിനകത്ത് സിറ്റിസൺസും ഉണ്ടാവും, നോൺ സിറ്റിസൺസും ഉണ്ടാവും. ഒരാൾ താമസിച്ചാൽ മാത്രം മതി. NRC എന്ന് പറഞ്ഞാൽ സിറ്റിസൺസിൻ ആണോ ഇല്ലയോ എന്ന് തിരിച്ചറിയാനാണ് ശ്രമിക്കുന്നത്. ഇത് യൂഷ്വൽ റെസിഡൻസിനും. രണ്ടിൻ്റെയും ലീഗൽ ബാക്കിംഗ്, നമ്മൾ അസാമിൽ ഈ ഇടയ്ക്ക് നടന്ന NRCയുടെയും NPRൻ്റെയും ലീഗൽ ബാക്കിംഗ് ഒന്ന് തന്നെയാണ്. സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 2000, സിറ്റിസൺഷിപ്പ് ആക്ട് ഓഫ് 1955 സിറ്റിസൺഷിപ്പ് റൂൾസ് ഓഫ് 2003. NPR എല്ലാ 10 വർഷത്തിലായിരിക്കും നടക്കുന്നത്. സെൻസസിന് മുമ്പാണ് നോർമലി നടക്കുന്നത്. ഇനി ഇതിൻ്റെ കോമ്പണൻസ് നോക്കാം. NRCയുടെ കോമ്പണൻസ് എന്താ? ഇറ്റ് ഇൻക്ലൂഡ്സ് ഡെമോഗ്രാഫിക് ഇൻഫർമേഷൻ അബൌട്ട് ഓൾ ദോസ് ഇൻഡിവിജ്വൽസ് ഹു ക്വാളിഫൈ ആസ് സിറ്റിസൺസ് ആസ് പെർ സിറ്റിസൺഷിപ്പ് ആക്ട് ഓൺ 1955. ഇറ്റ് വിൽ കണ്ടെയ്ൻ ഓൺലി ഇന്ത്യൻ സിറ്റിസൺസ്. ഞാൻ പറഞ്ഞു, ഇന്ത്യൻ സിറ്റിസൺസിൻ്റെ ഡേറ്റ മാത്രമേ ഇതിനകത്തുള്ളൂ. ഇനി NPR നോക്കിയാൽ നോ ഡോക്യുമെന്റ് റിക്വയർഡ് ഫോർ NPR. നിങ്ങൾ രേഖയൊന്നും സമർപ്പിക്കേണ്ട. ഇവിടെ NRCയുടെ കേസിൽ നിങ്ങൾ സിറ്റിസൺ ആണെന്ന് തെളിയിക്കുന്ന രേഖ സമർപ്പിക്കണം. NPRൻ്റെ കേസിൽ നിങ്ങൾ ഒരു രേഖയും സമർപ്പിക്കേണ്ട, സെൽഫ് ഡിക്ലറേഷൻ മാത്രം മതി. വിൽ ബി ട്രീറ്റഡ് ഇനഫ് ഫോർ എ ഡേറ്റ എൻട്രി ഇൻ പോപ്പുലേഷൻ രജിസ്റ്റർ. ദ ഡേറ്റാബേസ് ഇൻക്ലൂഡ്സ് ഡെമോഗ്രാഫിക് ആൻഡ് ബയോമെട്രിക് ഇൻഫർമേഷൻ ഇൻക്ലൂഡിംഗ് ബോത്ത് സിറ്റിസൺസ് ആൻഡ് നോൺ സിറ്റിസൺസ്. അപ്പോൾ NPRനകത്ത് സിറ്റിസണിൻ്റെ ഡേറ്റയും വരും, നോൺ സിറ്റിസണിൻ്റെയും ഡേറ്റ വരും. ഇതിനകത്ത് ബയോമെട്രിക്സും കളക്ട് ചെയ്യും. NPRനകത്ത് ബയോമെട്രിക്സും കളക്ട് ചെയ്യും. ഇനി ഇതിനെ എങ്ങനെ ലിങ്ക് ചെയ്യാമെന്ന് നമുക്കൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങളുടെ NPR നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ സിറ്റിസണും ആവാം, നോൺ സിറ്റിസണും ആവാം. ക്ലിയർ? നിങ്ങൾ സിറ്റിസൺ ആണെന്നാണ് പറയുന്നുണ്ടെങ്കിൽ NPR ഒരു വോളണ്ടറി ആയിട്ടുള്ള രജിസ്ട്രിയാണ്. അപ്പോൾ ഡോക്യുമെൻറ്റും കൊടുക്കണ്ട. അപ്പം നിങ്ങൾ സിറ്റിസൺ ആണെന്ന് NPR പറയുന്നുണ്ടല്ലോ. ഈ സിറ്റിസൺഷിപ്പ് ഫ്യൂച്ചറിൽ നിങ്ങൾ തെളിയിക്കേണ്ടി വരും. അതെങ്ങനെ തെളിയിക്കേണ്ടി വരും? ഒരു ഓൾ ഇന്ത്യ NRCയിൽ തെളിയിക്കേണ്ടി വരും. അപ്പോൾ ഇതിനകത്ത് സിറ്റിസൺ ആണെന്ന് പറഞ്ഞവർക്കെല്ലാം ഫ്യൂച്ചറിൽ ചോദ്യം വരാം, നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് തെളിയിക്കാൻ പറയും. അപ്പോൾ അങ്ങനൊരു സിസ്റ്റം ഇപ്പോൾ ഇല്ല. ഫ്യൂച്ചറിൽ നമ്മൾ ഓൾ ഇന്ത്യ ലെവൽ NRC നടത്തിയാൽ മാത്രമേ ഇങ്ങനൊരു കാര്യം വരുന്നുള്ളൂ. NPRൽ സിറ്റിസൺ ആണെന്ന് പറഞ്ഞവരോടെല്ലാം ചോദ്യം വരാൻ സാധ്യതയുണ്ട് NRCക്കകത്ത്. ഇപ്പം നമ്മൾ നടന്നേക്കുന്ന NRC 2013-14 നടന്നേക്കുന്ന NRC ഒരു ലോക്കൽ ലെവൽ ഈ പറയുന്ന അസാമി മാത്രമാണ് നടന്നേക്കുന്നത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് ലാസ്റ്റ് കറണ്ട് അഫെയറുകളിലേക്ക് വരാം. നമ്മുടെ കറണ്ട് അഫെയർ നിങ്ങൾക്ക് കാണാം. ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഹാസ് നോ പവർ ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ഓർഡർ. സുപ്രീം കോർട്ട്. ഫോറിനർ ട്രിബ്യൂണൽസ് പവർലെസ് ടു റിവ്യൂ ഇറ്റ്സ് ഓൺ ഓർഡേഴ്സ്. അപ്പോൾ ഇതിനകത്ത് പറയുന്നത് എന്താ? ഫോറിനർ ട്രൈബ്യൂണൽ ഒരു ഓർഡർ പാസ്സാക്കി കഴിഞ്ഞാൽ പിന്നെ അതിനെ പുനർപരിശോധിക്കാനുള്ള അധികാരം ആർക്കില്ല? ഈ ട്രൈബ്യൂണലുകൾക്കില്ല. ഈ ട്രൈബ്യൂണലുകളുടെ കാര്യം ഞാൻ ഇനീഷ്യലി പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? അതായത് സുപ്രീം കോടതി പറഞ്ഞു സെക്ഷൻ 6A വാലിഡ് ആണ്, പക്ഷേ ഇല്ലീഗൽ മൈഗ്രൻസിനെ കണ്ടുപിടിക്കുന്ന കാര്യത്തിൽ വർക്ക് ചെയ്യുന്ന ട്രിബ്യൂണൽസിൻ്റെ വർക്കിങ്ങിൽ കോടതി സാറ്റിസ്ഫൈഡ് അല്ല. ഞാൻ ഒന്നുകൂടെ പറയാം, സെക്ഷൻ 6A കോൺസ്റ്റിറ്റ്യൂഷണലി വാലിഡ് ആണെന്ന് കോടതി പറയുമ്പോഴും ഇല്ലീഗൽ മൈഗ്രൻസിനെ കണ്ടുപിടിക്കുന്ന ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഇതിൻ്റെ ഫങ്ഷനിങ്ങിൽ കോടതിക്ക് സംതൃപ്തിയില്ല. കോർട്ട് ഇസ് നോട്ട് സാറ്റിസ്ഫൈഡ്.
കോടതി പറഞ്ഞു ഈ ഫോറിൻ ട്രൈബ്യൂണൽസിൻ്റെ വർക്കിങ്ങിലും പ്രശ്നമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഫോറിൻ ട്രൈബ്യൂണൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഫോറിൻ ട്രിബ്യൂണൽസ് ആർ ക്വാസൈ ജുഡീഷ്യൽ എന്ന് പറഞ്ഞാൽ സെമി ജുഡീഷ്യൽ bodies established under Foreigners Tribunals Order of 1964 which is based on Foreigners Act of 1946. അപ്പോൾ ഫോറിൻ ട്രിബ്യൂണൽ അല്ലെങ്കിൽ ഫോറിനേഴ്സ് ട്രിബ്യൂണലിൻ്റെ ലീഗൽ ബാക്കിംഗ് എവിടെ നിന്നാണ് വരുന്നത്? ഫോറിനേഴ്സ് ആക്ട് ഓഫ് 1946. ഇതിൻ്റെ തന്നെ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഓർഡർ. അപ്പോൾ ബേസിക് ലീഗൽ ബാക്കിംഗ് എന്താണ്? ഫോറിനേഴ്സ് ആക്ട് ഓഫ് 1946. Their primary purpose is to determine whether a person suspected of being a foreigner is an Indian citizen. അപ്പോൾ ഇതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്താ? ഒരു ഇല്ലീഗൽ മൈഗ്രൻറ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. ക്ലിയർ? അപ്പം നമുക്ക് ചില സംശയം കാണും, ഈ പറയുന്ന വ്യക്തി സിറ്റിസൺ ആണോ ഇല്ലയോ. അപ്പോൾ സിറ്റിസൺ ആണോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുന്നത് ആരുടെ ജോലിയാണ്? പരിശോധിക്കുന്നത് ആരുടെ ജോലിയാണ്? ഈ ഫോറിനേഴ്സ് ട്രൈബ്യൂണലിൻ്റെ ജോലിയാണ്. അപ്പോൾ ചിലർക്ക് നമുക്ക് ഒരു കൺഫ്യൂഷൻ കാണും, സംശയം കാണും, ഇവർ സിറ്റിസൺ ആണോ ഇല്ലയോ എന്നുള്ളത്. അപ്പം അങ്ങനെ സംശയിക്കുന്ന ആൾക്കാരെ ആയിരിക്കും ഫോറിനേഴ്സ് ട്രിബ്യൂണൽ കൂടുതൽ പരിശോധിക്കുന്നത്. ദീസ് ട്രിബ്യൂണൽസ് ആർ യുണീക്ക് ടു അസാം. ഇത് വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഫോറിനേഴ്സ് ട്രിബ്യൂണൽസ് എവിടെ മാത്രമേ ഉള്ളൂ? അസാമിൽ മാത്രമേ ഉള്ളൂ. ആസ് അതർ സ്റ്റേറ്റ്സ് ഹാൻഡിൽ കേസ് ഓഫ് അലജ്ഡ് ഇല്ലീഗൽ ഇമിഗ്രൻസ് അണ്ടർ ഫോറിനേഴ്സ് ആക്ട് വിത്തൗട്ട് ദ യൂസ് ഓഫ് ഫോറിനേഴ്സ് ട്രിബ്യൂണൽസ്. ഞാൻ പറഞ്ഞു ഈ ഫോറിനേഴ്സ് ട്രിബ്യൂണൽസ് എവിടെ മാത്രമേ ഉള്ളൂ? അസാമിൽ മാത്രമേ ഉള്ളൂ. ബാക്കി സ്റ്റേറ്റുകളിൽ ഇല്ലീഗൽ മൈഗ്രൻസിൻ്റെ കേസൊക്കെ ഉണ്ട്, പക്ഷേ അത് ഇവർ ഫോറിനേഴ്സ് ആക്ടിൻ്റെ അണ്ടറിലങ്ങ് ഡീൽ ചെയ്യത്തേ ഉള്ളൂ. സെപ്പറേറ്റ് ഒരു ട്രൈബ്യൂണലൊന്നും എവിടെ ഇല്ല, ബാക്കി സ്റ്റേറ്റുകളിലില്ല. അപ്പോൾ ഫോറിനേഴ്സ് ട്രൈബ്യൂണൽസ് എവിടെ മാത്രമേ ഉള്ളൂ? അസാമിൽ മാത്രമേ ഉള്ളൂ. ഫോറിനേഴ്സ് ആക്ട് എല്ലാ സ്റ്റേറ്റുകൾക്കും ബാധകമാണ്. ക്ലിയർ? ട്രൈബ്യൂണൽസ് ആസാമി മാത്രമേ ഉള്ളൂ. ഇനി ഇതിൻ്റെ സ്ട്രക്ചറും ഓപ്പറേഷൻ നോക്കിയാൽ ഈച്ച് ഫോറിൻ ട്രൈബ്യൂണൽ ഈസ് ഹെഡഡ് ബൈ എ മെമ്പർ ഹൂസ് ടിപ്പിക്കലി എ ജഡ്ജ്, അഡ്വക്കേറ്റ് ഓർ സിവിൽ സർവൻറ്റ് വിത്ത് ജുഡീഷ്യൽ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതിൻ്റെ മെമ്പർഷിപ്പിൻ്റെ എലിജിബിലിറ്റി നോക്കുക. ജഡ്ജ് ആയിരിക്കണം, അല്ലെങ്കിൽ അഡ്വക്കേറ്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ഒരു സിവിൽ സർവൻറ്റ് വിത്ത് ജുഡീഷ്യൽ എക്സ്പീരിയൻസ്. അക്കോർഡിംഗ് ടു ദ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ദർ വാസ് 300 foreign tribunals in Assam as of 2021. However, the state home and political department reports that only 100 of these tribunals are currently functioning. ഹോം മിനിസ്ട്രി 2021 പറഞ്ഞു 300ഓളം ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഉണ്ട്, പക്ഷേ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നു ഇതിൽ 100 എണ്ണേ ഇപ്പോൾ ഫംഗ്ഷനിലുള്ളൂ. എല്ലാം ഫംഗ്ഷൻ ചെയ്യുന്നില്ല. ഇനി ഇതിൻ്റെ ഫംഗ്ഷനിങ് എന്താ? ഇറ്റ് ഓപ്പറേറ്റ്സ് വിത്ത് ദ പവർ സിമിലർ ടു എ സിവിൽ കോർട്ട്. ഇത് ശ്രദ്ധിക്കുക, ഫോറിൻ ട്രിബ്യൂണൽസിന് ഒരു സിവിൽ കോർട്ടിൻ്റെ പവർ ഉണ്ട് ഇൻ സർട്ടൻ മാറ്റേഴ്സ്. എല്ലാ മാറ്ററിലും അല്ല, ചില കാര്യങ്ങളിൽ ഒരു സിവിൽ കോർട്ടിൻ്റെ പവർ ഉണ്ട്. ഇറ്റ് ക്യാൻ സമ്മൺ ഇൻഡിവിജ്വൽ, വിളിച്ചു വരുത്താം, എക്സാമിനിങ് ദം അണ്ടർ ഓത്ത് ആൻഡ് റിക്വയറിംഗ് ദ പ്രൊഡക്ഷൻ ഓഫ് ഡോക്യുമെന്റ്. ഒരു സിവിൽ കോർട്ടിൻ്റെ പവറുകളാണിത്. അപ്പോൺ റിസീവിംഗ് എ റെഫറൻസ് ഫ്രം കൺസേൺ അതോറിറ്റി ആൻഡ് FT മസ്റ്റ് സെർവ് എ നോട്ടീസ് ടു ദ പേഴ്സൺ സസ്പെക്റ്റഡ് ഓഫ് ബീങ് എ ഫോറിനർ വിത്തിൻ 10 days. അപ്പം സ്റ്റേറ്റിലെ ഏതെങ്കിലും ഏജൻസി അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് ഒരു കത്ത് വിടുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ വിടുകയാണ്, ഈ പറയുന്ന വ്യക്തി ഫോറിനർ ആണോ എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അപ്പോൾ ഈ ഗവൺമെൻറ് ഓർഗൻ എന്ത് ചെയ്യും? ഗവൺമെൻറ് അതോറിറ്റി എന്ത് ചെയ്യും? ഫോറിനേഴ്സ് ട്രിബ്യൂണലിനോട് പറയുകയാണ് ഈ പറയുന്ന വ്യക്തി സിറ്റിസൺ ആണോ എന്നുള്ളത് ഞങ്ങൾക്ക് സംശയമുണ്ട്. അങ്ങനെയുള്ള കേസിൽ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ത് ചെയ്യണം? ആ വ്യക്തിക്ക് ഒരു നോട്ടീസ് അയക്കണം, നിങ്ങൾ സിറ്റിസൺ ആണോ ഇല്ലയോ. അങ്ങനെ ഒരു നോട്ടീസ് ഫോറിനേഴ്സ് ട്രിബ്യൂണൽ അയക്കണം ഈ വ്യക്തിക്ക് വിത്തിൻ 10 days. അപ്പോൾ ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് ഒരു കമ്മ്യൂണിക്കേഷൻ കൊടുക്കും. ആ കമ്മ്യൂണിക്കേഷനിൽ പറഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തി സിറ്റിസൺ അല്ല എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. ഉടനെ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ത് ചെയ്യണം? ആ വ്യക്തിക്ക് ഒരു നോട്ടീസ് അയക്കണം ടു പ്രൂവ് ഹിസ് സിറ്റിസൺഷിപ്പ്. 10 ദിവസത്തിനുള്ളിൽ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യണം ഈ സസ്പെക്റ്റഡ് വ്യക്തിക്ക്. എന്നിട്ട് അദ്ദേഹത്തിനോട് പറയണം നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ സിറ്റിസൺഷിപ്പ് തെളിയിക്കണം. The individual has 10 days to respond to the notice and another 10 days to provide evidence supporting their case. അപ്പോൾ ഈ വ്യക്തിക്ക് ഫോറിനേഴ്സ് ട്രിബ്യൂണലിൻ്റെ നോട്ടീസ് കിട്ടിയാൽ 10 ദിവസത്തിനുള്ളിൽ വ്യക്തി റെസ്പോണ്ട് ചെയ്യണം. ഒരു 10 ദിവസം കൂടെ നമുക്ക് എടുക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യണം? എവിഡൻസ് കീപ്പ് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ പ്രോസസ്സ് ഞാൻ പറയാം. ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് ഒരു നോട്ടീസ് അയക്കുകയാണ്, അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുകയാണ്. ഈ പറയുന്ന ഒരു വ്യക്തി സിറ്റിസൺ ആണോ ഇല്ലയോ എന്ന് ഞങ്ങൾക്ക് കൺഫ്യൂഷനുണ്ട്. അപ്പോൾ ആദ്യം ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ അതോറിറ്റി ഫോറിനേഴ്സ് ട്രിബ്യൂണലിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാണ് ഒരു പർട്ടിക്കുലർ വ്യക്തി സിറ്റിസൺ ആണോ ഇല്ലയോ എന്നവർക്ക് ഡൗട്ട് ഉണ്ടെന്ന്. ഫോറിനർ ട്രിബ്യൂണൽ എന്ത് ചെയ്യും? ഈ സംശയാസ്പദമായ സാഹചര്യത്തിൽ നിൽക്കുന്ന ആ വ്യക്തിക്ക്, ആ ഇൻഡിവിജ്വലിന് എന്ത് ചെയ്യും? ഒരു നോട്ടീസ് കൊടുക്കും. 10 ദിവസത്തിനുള്ളിൽ ഈ നോട്ടീസ് ആദ്യം ആര് കൊടുക്കണം? ഫോറിനേഴ്സ് ട്രിബ്യൂണൽ കൊടുക്കണം.
ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്തായിരിക്കും ചോദിക്കുന്നത്? നിങ്ങൾ സിറ്റിസൺ ആണെങ്കിൽ അത് തെളിയിക്കുക. അപ്പോൾ ആദ്യം ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷൻ്റെ കയ്യിൽ നിന്ന് ഒരു നോട്ടീസ് കിട്ടുന്നു. അവർ ഈ പറയുന്ന സസ്പെക്റ്റഡ് ആയിട്ടുള്ള പേഴ്സണിന് 10 ദിവസത്തിനിടയ്ക്ക് തന്നെ ഒരു നോട്ടീസ് ഇഷ്യൂ ചെയ്യുന്നു. ആ നോട്ടീസ് ഈ പറയുന്ന വ്യക്തി കൈപ്പറ്റി കഴിഞ്ഞിട്ട് 10 ദിവസത്തിനുള്ളിൽ തന്നെ ഇവർ റിപ്ലൈ ചെയ്യണം. പിന്നെ ഒരു 10 ദിവസം എക്സ്ട്രാ കിട്ടും, അതിനുള്ളിൽ എവിഡൻസ് കീപ്പ് ചെയ്യണം. ഓക്കെ, അപ്പോൾ 10+10+10 എന്നാണ് ഫോർമുല. ഓക്കെ, ഒരു ഗവൺമെൻറ് ഏജൻസിയുടെ കയ്യിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ കിട്ടി, അതിൻ്റെ 10 ദിവസത്തിനുള്ളിൽ തന്നെ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഈ പറയുന്ന സസ്പെക്റ്റഡ് ആയിട്ടുള്ള സിറ്റിസൺ അല്ലെന്ന് സംശയമുള്ള വ്യക്തിക്ക് നോട്ടീസ് അയക്കണം. നോട്ടീസ് കിട്ടിയ വ്യക്തി 10 ദിവസത്തിനുള്ളിൽ റെസ്പോണ്ട് ചെയ്യണം. എക്സ്ട്രാ ഒരു 10 ദിവസത്തിനുള്ളിൽ എവിഡൻസും നിരത്തണം, ഞാൻ സിറ്റിസൺ ആണെന്നുള്ള എവിഡൻസും നിരത്തണം. ഇത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. ദ ട്രിബ്യൂണൽ ഈസ് റിക്വയർഡ് ടു റിസോൾവ് ദ കേസ് വിത്തിൻ 60 days ഓഫ് റെഫറൻസ്. ഇഫ് ദ ഇൻഡിവിജ്വൽ ഫെയിൽസ് ടു പ്രൂവ് ദ സിറ്റിസൺഷിപ്പ്, ദ ഫോറിൻ ട്രൈബ്യൂണൽ ക്യാൻ ഓർഡർ ദെയർ ഡിറ്റൻഷൻ ഇൻ എ ട്രാൻസിറ്റ് ക്യാമ്പ് ഫോർ ഇവൻച്വൽ ഡീപ്പോർട്ടേഷൻ. അപ്പം നമുക്ക് നോട്ടീസ് കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ സിറ്റിസൺ ആണെന്ന് പറയും, അതുപോലെ തന്നെ അതിന് തെളിവും കൊടുക്കും. തെളിവ് കൊടുക്കാൻ പറ്റിയില്ലെങ്കിൽ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ത് ചെയ്യണം? 60 ദിവസത്തിനുള്ളിൽ തീരുമാനം എടുക്കണം. ഈ ആൾ ഫോറിനർ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ, ഇല്ലീഗൽ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ആളെ ഒരു ട്രാൻസിറ്റ് ക്യാമ്പിലേക്ക് സെൻഡ് ചെയ്യാം, ഒരു ഡിറ്റൻഷൻ സെൻറ്ററിലേക്ക് സെൻഡ് ചെയ്യാം. ഈ ഡിറ്റൻഷൻ സെൻറ്റർ അല്ലെങ്കിൽ ട്രാൻസിറ്റ് ക്യാമ്പിൽ നിന്ന് പിന്നെ ഇദ്ദേഹത്തെ എന്ത് ചെയ്യും? നാട് കടത്തും. ക്ലിയർ? അപ്പം ഞാൻ ഈ പ്രോസസ്സ് നിങ്ങളോട് ഒന്നുകൂടെ കാണിച്ചു തരികയാണ്. ഐ എം ഷോയിങ് യു ദ പ്രോസസ്സ് വൺസ് മോർ, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കാൻ. അപ്പോൾ ഈ കാര്യം ഞാൻ ഒന്നുകൂടെ റിവൈസ് ചെയ്ത് തരാം. ആദ്യം ഒരു ഗവൺമെൻറ് ഓർഗനൈസേഷന് ഡൗട്ട് തോന്നുകയാണ്, ഒരു പർട്ടിക്കുലർ വ്യക്തി സിറ്റിസൺ അല്ല എന്നുള്ളത് ഡൗട്ട് തോന്നുകയാണ്. അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ ഗവൺമെൻറ് ഓർഗനൈസേഷൻ ആർക്ക് അയക്കും? ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് അയക്കും. ഓക്കെ, ഈ ഇൻഫർമേഷൻ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന സസ്പെക്റ്റഡ് വ്യക്തിക്ക് 10 ദിവസത്തിനുള്ളിൽ നോട്ടീസ് അയക്കണം. 10 ദിവസത്തിനുള്ളിൽ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ നോട്ടീസ് അയക്കണം. ക്ലിയർ ആണോ? ഇനി നോട്ടീസ് ആർക്കാണ് കിട്ടുന്നത്? ആ പറയുന്ന ഇൻഡിവിജ്വലിനല്ലേ കിട്ടുന്നത്. ഇൻഡിവിജ്വൽ എന്ത് ചെയ്യണം? 10 ദിവസത്തിനുള്ളിൽ തന്നെ ഫോറിനേഴ്സ് ട്രിബ്യൂണലിനോട് റിപ്ലൈ ചെയ്യണം. പ്ലസ് 10 ദിവസം എക്സ്ട്രാ കിട്ടും. ആ 10 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം? ഞാൻ സിറ്റിസൺ ആണെന്നുള്ള എവിഡൻസും പ്രൊവൈഡ് ചെയ്യണം. ക്ലിയർ ആണോ? ഓക്കെ, ഇനി ഫോറിനേഴ്സ് ട്രിബ്യൂണലിന് ഈ ഡേറ്റ എല്ലാം കിട്ടിക്കഴിഞ്ഞ് 60 ദിവസത്തിനുള്ളിൽ ഫോറിനേഴ്സ് ട്രിബ്യൂണൽ ഡിസൈഡ് ചെയ്യണം ഈ പർട്ടിക്കുലർ വ്യക്തി സിറ്റിസൺ ആണോ ഇല്ലയോ. സിറ്റിസൺ അല്ലെങ്കിൽ ഹി വിൽ ബി സെൻഡ് ടു എ ട്രാൻസിറ്റ് ക്യാമ്പ് ഫോർ ഡിപ്പോർട്ടേഷൻ. ക്ലിയർ സ്റ്റുഡൻസ്? ഇനിയും നമ്മുടെ ലാസ്റ്റ് കറണ്ട് അഫെയർ ആണ് സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയിട്ട്. ഇറ്റ് ഈസ് അബൌട്ട് റെഫ്യൂജീസ്. ഈ റെഫ്യൂജീസ് എന്ന് പറഞ്ഞാൽ ആരാണ് സ്റ്റുഡൻസ്? സ്വന്തം രാജ്യത്ത് പെർസിക്യൂഷൻ ഫേസ് ചെയ്തത് കാരണം രാജ്യം വിട്ട് രക്ഷപ്പെട്ട് ഓടുന്ന ആൾക്കാരെയാണ് നമ്മൾ റെഫ്യൂജി എന്ന് പറയുന്നത്. മൈഗ്രൻറ്റും റെഫ്യൂജിയും തമ്മിലൊരു വ്യത്യാസമുണ്ട്. ഇല്ലീഗൽ മൈഗ്രൻസ് ഉണ്ട്, അതായത് പാസ്പോർട്ട് ഇല്ലാതെ വെരിഫൈഡ് ഡോക്യുമെൻ്റ് ഇല്ലാതെ വരുന്നവരെ നമ്മൾ ഇല്ലീഗൽ മൈഗ്രൻ്റ് എന്ന് വിളിക്കും. അല്ലെങ്കിൽ പോട്ടെ, പാസ്പോർട്ടും ഡോക്യുമെൻറ്റുമായിട്ട് വന്നു, പക്ഷേ ഓവർ സ്റ്റേ ചെയ്ത് കഴിഞ്ഞാൽ, നിൽക്കേണ്ട അനുവദിക്കപ്പെട്ട സമയത്തിന് കൂടുതൽ നിന്ന ആളും ആരാണ്? ഇല്ലീഗൽ മൈഗ്രൻ്റ് ആണ്. ഇല്ലീഗൽ മൈഗ്രൻ്റ് 2 രീതിയിലാവാം. ഒന്നുകിൽ നിങ്ങൾ ഡോക്യുമെൻ്റ് ഇല്ലാതെ രാജ്യത്ത് കയറി, 2 ഡോക്യുമെൻറ്റും കൊണ്ടാണ് കയറിയത്, പക്ഷേ പെർമിറ്റഡ് പീരീഡിനെക്കാട്ടി കൂടുതൽ നിങ്ങൾ താമസിക്കുന്നു, ഓവർ സ്റ്റേ ചെയ്യുന്നു. ഈ 2 കേസിൽ നിങ്ങൾ ഇല്ലീഗൽ മൈഗ്രൻ്റാണ്. റെഫ്യൂജി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വേറൊരു വേരിയൻ്റ് ആണ്. റെഫ്യൂജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം രാജ്യത്തിൽ പെർസിക്യൂഷൻ നേരിടുന്ന കാരണം രക്ഷയില്ലാതെ വേറെ രാജ്യത്തിൽ അഭയം പ്രാപിക്കുന്നവനെയാണ് റെഫ്യൂജി എന്ന് വിളിക്കുന്നത്, അഭയാർത്ഥി എന്ന് വിളിക്കുന്നത്. റോഹിംഗ്യകൾ ഇതിൻ്റെ എക്സാമ്പിളാണ്. അഫ്ഗാനിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നവരും പാകിസ്ഥാനിൽ നിന്ന് രക്ഷപ്പെട്ട് വരുന്നതും ഇപ്പം നമ്മുടെ ശ്രീലങ്കയിൽ സിവിൽ വാർ നടന്ന സമയത്ത് അവിടുന്ന് രക്ഷപ്പെട്ട് ഇന്ത്യയിലേക്ക് വരുന്നവരും എല്ലാം എന്താണ്? അഭയാർത്ഥികളാണ്. ഓക്കെ, ഇന്ത്യ ഈസ് ഹോം ടു വേരിയസ് റെഫ്യൂജി പോപ്പുലേഷൻ ബട്ട് ലാക്സ് എ സ്പെസിഫിക് റെഫ്യൂജി ലോ. അപ്പോൾ ഇന്ത്യയിൽ പല സ്ഥലത്തു നിന്ന് റെഫ്യൂജി വരുന്നുണ്ട്. നമ്മുടെ ഈസ്റ്റേൺ സൈഡിൽ നോക്കിയാൽ ബംഗ്ലാദേശിൽ നിന്ന് റെഫ്യൂജീസ് വരുന്നുണ്ട്, വാർ സമയത്ത് വന്നിരുന്നു. അതുപോലെ ഇപ്പം മ്യാൻമാറിൽ നിന്ന് റോഹിംഗ്യകൾ വരുന്നുണ്ട്. മനസ്സിലായോ? റോഹിംഗ്യകൾ മാത്രമല്ല, മ്യാൻമാർ സിവിൽ വാർ നടക്കുന്നുണ്ട്, റിബൽ ഫാക്ഷൻസ് വരുന്നുണ്ട്. വെസ്റ്റേൺ സൈഡിൽ പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും ആൾക്കാർ വരുന്നുണ്ട്. നമ്മൾ ഹിമാലയത്തിൻ്റെ അവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ടിബറ്റിൽ നിന്ന് പണ്ട് റെഫ്യൂജീസ് വന്നിരുന്നു.
പക്ഷേ ഇന്ത്യക്ക് എന്തില്ല? ഇന്ത്യ ഈസ് നോട്ട് എ സിഗ്നറ്ററി ടു 1951 റെഫ്യൂജി കൺവെൻഷൻ ഓർ ഇറ്റ്സ് 1967 പ്രോട്ടോകോൾ. ഇത് മനസ്സിലാക്കുക. ഇന്ത്യ UN-ന്റെ റെഫ്യൂജി കൺവെൻഷൻ സൈൻ ചെയ്തിട്ടില്ല, അതിൻ്റെ പ്രോട്ടോകോളും സൈൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ റെഫ്യൂജി പോളിസി നമ്മുടെ ഗുഡ് വില്ല് കൊണ്ട് നമ്മളങ്ങ് കീപ്പ് ചെയ്യുന്നതാണ്. നമ്മൾ ആൾക്കാർക്ക് ശരണം കൊടുക്കുന്നത് നമ്മുടെ ഫോറിൻ പോളിസി അനുസരിച്ചാണ്, നമ്മുടെ ഒരു ഗുഡ് വില്ല് വെച്ചിട്ടാണ്. നമ്മുടെ അതിഥി ദേവോ ഭവ എന്ന് പറയുന്നതാണ് നമ്മുടെ സിസ്റ്റം. വസുദേവ കുടുംബകം എന്നുള്ളതാണ് നമ്മുടെ സിസ്റ്റം. ഓക്കെ, അപ്പോൾ ഇന്ത്യയിൽ റെഫ്യൂജീസിനെ ഡീൽ ചെയ്യുന്നത് നമ്മൾ ഏത് ആക്ട് ഉപയോഗിച്ചിട്ടാണ്? റെഫ്യൂജീസ് ആർ ഗവേൺഡ് അണ്ടർ ദ ഫോറിനേഴ്സ് ആക്ട് ഓഫ് 1946. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള കൺവെൻഷനോ നിയമമോ ഇല്ല. നമ്മൾ റെഫ്യൂജികളെ നിയന്ത്രിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നോക്കുന്നത് ഫോറിനേഴ്സ് ആക്ട് ഓഫ് 1946 അനുസരിച്ചാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ സിറ്റിസൺഷിപ്പ് റിലേറ്റഡ് ആയ കറണ്ട് അഫയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ പേഷ്യൻസ്. ഈ ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. യു വിൽ സീ ഇൻ ദ നെക്സ്റ്റ് സെഷൻ. നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിൻ്റെ കറണ്ട് അഫയറുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.